എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. മൈ ജി ഫ്യൂച്ചർ ദ ഗ്രാൻഡ് ഇലക്ഷൻ ഡിബേറ്റ് ആരംഭിക്കുന്നു. കേരളം കാത്തിരിക്കുന്ന ജനവിധിക്ക് ഇനി 7 ദിവസം മാത്രം. ഈ ഏപ്രിൽ 9 തീയതി കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നു. ചൊവ്വാഴ്ചയാണ് കുട്ടിക്കലാശം. അതെങ്ങനെ ശക്തിപ്രകടനത്തിന് വേദിയാക്കി മാറ്റാമെന്നൊക്കെ മുന്നണി നേതാക്കളും പ്രവർത്തകന്മാരും ഒക്കെ ആസൂത്രണം ചെയ്യുന്നുവെന്നാണ് ഗ്രൗണ്ട് ലെവലിൽ വരുന്ന റിപ്പോർട്ടുകൾ. ഓരോ മണ്ഡലത്തിലെയും ജയപരാജയ സാധ്യതകൾ കണക്കൂട്ടുന്ന തിരക്കിലാണ് കേരള രാഷ്ട്രീയത്തിൽ തൽപരരായ ഓരോരുത്തരും. ഇന്നിപ്പോൾ LDFും UDFും അവരുടെ പ്രകടന പത്രികകൾ പുറത്തിറക്കി. ഒന്ന് കോഴിക്കോട്ടും ഒന്ന് കൊച്ചിയിലും. ഇരു മുന്നണികളുടെയും വാഗ്ദാനങ്ങൾ വിലയിരുത്തപ്പെടുന്ന മണിക്കൂറുകളാണ് കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നത്. അതുപോലെ തെരഞ്ഞെടുപ്പ് വാർത്തകളുടെ വസ്തുതകളുടെ സൂക്ഷ്മ വിശകലനവും സമഗ്ര അവലോകനവുമായി നമ്മൾ ആരംഭിക്കുന്നു മൈ ജി ഫ്യൂച്ചർ ദ ഗ്രാൻഡ് ഇലക്ഷൻ ഡിബേറ്റ്. ഏവർക്കും സ്വാഗതം. മൈ ജി ഫ്യൂച്ചർ ദി ഗ്രാൻഡ് ഇലക്ഷൻ ഡിബേറ്റ് സമർപ്പിക്കുന്നത് മൈ ജി ആണ് ഫ്യൂച്ചർ. ഞാൻ ശ്രീകണ്ഠൻ നായർ. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഒരിക്കൽ കൂടി നമസ്കാരം. എന്റെ വേദിയിലേക്ക് വരികയാണ് കൂടുതൽ അതിഥികൾ. വരുന്നു അസിത സഹീർ, അത് പറയാതിരിക്കാനുള്ള രാഷ്ട്രീയ പക്വത എനിക്കുണ്ട്. ആ ചോദ്യം പ്രതികരിക്കാനുള്ള രാഷ്ട്രീയ പക്വത. കോൺഗ്രസിൽ കാണുന്ന വലിയ പൊട്ടിത്തെറികൾ ഇവിടെ ഏറ്റവും ആദ്യം ഉണ്ടായത് CPIM-ലാണ്. അതെങ്ങനെയാണ് പറയാൻ കഴിയുന്നത്? എന്റെ ആവശ്യം ചിലപ്പോൾ ഹാഷ്മിക്ക് ഭൂമി നൽകും എന്ന് പറഞ്ഞു എന്ന് പറയുന്നത് വാസ്തവ വിരുദ്ധമാണ്. വെൽക്കം അസിത. വരുന്നു KR ഗോപികൃഷ്ണൻ. മതരാഷ്ട്രവാദത്തിനെതിരാണ് ഞങ്ങൾ എന്ന് INL എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന്? എന്തുകൊണ്ടാണ് ചർച്ചകൾ മുന്നോട്ട് പോകാത്തത്? എവിടെയാണ് ഈ ചർച്ചകൾക്ക് തടസ്സമുണ്ടാകുന്നത്? പുതിയ സംഭവം ഇപ്പൊ PR ഏജൻസി വരുന്നുള്ളൊരു പുതിയ സംഭവമല്ല. ദിലീപ് കുമാർ. കേരള രാഷ്ട്രീയത്തിലെ ഒരു സവിശേഷമായ രാഷ്ട്രീയ ധാരണയായിരുന്നു 1980 എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. CPIM-നെ സംബന്ധിച്ച് മറ്റു വിഷയങ്ങൾ, വികസന വിഷയമല്ലാത്ത മറ്റു വിഷയങ്ങൾ, അത് ചർച്ചയ്ക്ക് വരുന്നത് ഗുണകരമല്ല. ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് പറഞ്ഞതുപോലെ ഇതിലുള്ള കള്ളനാണയങ്ങളെ പിടിക്കേണ്ടതുണ്ട്. ഹാഷ്മി താജ് ഇബ്രാഹിം. majority has decided for joint actions with the ശബരിമല ഇരിക്കുന്ന മണ്ഡലത്തിൽ ഇവിടുന്ന് ഒരു ഹിന്ദു പോകണ്ടേ? ഇപ്പൊ നാവിലും മലനും കുന്തിരിക്കോ കാത്തുവെച്ചോ വരുന്നുണ്ട് കാലം മാറുന്ന ധ്രുവീകരണ മുദ്രാവാക്യം ഉണ്ടായ ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും എന്റെ നിലയിൽ ഉറച്ചിരിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഹാഷ്മി, ഇന്ന് പൊതുവെ നമ്മുടെ ഗ്രൗണ്ട് ലെവൽ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? തെരഞ്ഞെടുപ്പിന്റെ ചൂട് കൂടുതൽ, കാലാവസ്ഥയുടെ ചൂടും കൂടുതൽ. ഇനിയിപ്പോ ഒറ്റയാഴ്ച മാത്രമേ കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ ബാക്കിയുള്ളൂ. നോട്ട് ചെയ്ത കാര്യം എന്തായിരുന്നു? ഒറ്റ വാചകത്തിൽ പറഞ്ഞു. ഇന്ന് പ്രകടന പത്രിക തന്നെയാണ്. ഓഫ് കോഴ്സ് ഇന്ന് LDFിനെയും UDFിനെയും പ്രകടന പത്രിക ഏതാണ്ട് ഒരേ സമയം തന്നെ പ്രഖ്യാപിച്ചു. രണ്ട് മുഖ്യമന്ത്രിമാർ, ഒന്ന് രേവന്ത് റെഡ്ഡി, ഒന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രണ്ട് പ്രകടനത്തിൽ നോക്കിയാലും അതിൽ ഗുണവും ദോഷമൊക്കെ പറയണം. അടുത്ത ഈ അടുത്ത വ്യാഴാഴ്ച, അതായത് അടുത്ത വ്യാഴാഴ്ച ഇതേ സമയമാകുമ്പോഴേക്കും കേരളം പോളിംഗ് ബൂത്തിൽ എത്തിക്കഴിഞ്ഞു. ആളുകളുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചിട്ട് ഒരാഴ്ചയാണ് ഇനി അതിന് അവശേഷിക്കുന്നത്. വളരെ തീവ്രമായ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തെ മുന്നണികളുടെ തേരോട്ടം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇന്ന് രണ്ട് മുന്നണികളുടെ കൂടി പ്രകടന പത്രിക വന്നിരിക്കുന്നു. നമ്മുടെ മുന്നിൽ, കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ ആ പ്രകടന പത്രിക നിൽക്കുകയാണ്. അങ്ങനെ മൂന്ന് മുന്നണികളും അവർക്ക് ജനങ്ങൾക്ക് നൽകാനുള്ള വാഗ്ദാനം നൽകിക്കഴിഞ്ഞു. ഇനി ജനമാണ് തീരുമാനിക്കുന്നത്. പ്രകടന പത്രിക എന്നത് വാഗ്ദാനങ്ങൾ മാത്രമല്ല നടപ്പിലാക്കാനുള്ളതാണ് എന്നതുകൂടി തെളിയിച്ച ഒരു സർക്കാർ നമ്മുടെ മുന്നിൽ നിൽക്കുക കൂടിയാണ്. ഇന്ന് പ്രധാനപ്പെട്ട രണ്ട് മുന്നണികളുടെ പ്രകടന പത്രിക വരുന്നത്. സ്വാഭാവികമായും അതേ ഗൗരവത്തോടു കൂടി തന്നെ പ്രകടന പത്രികയെക്കുറിച്ച് കേരളം ചർച്ച ചെയ്യുകയാണ്. ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഊന്നിയ അടുത്ത 5 വർഷങ്ങൾ എന്നുള്ളതാണ് രണ്ട് മുന്നണികളും മുന്നോട്ട് വയ്ക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതേസമയം തന്നെ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുന്ന ഘട്ടത്തിലും ഇന്നും ചില പൊട്ടിത്തെറികളുടെ സൂചനകൾ കേൾക്കുന്നു. നൂർബിന റഷീദ് എന്ന മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവ്, വനിതാ ലീഗിന്റെ നേതാവ് വലിയ പ്രതിഷേധങ്ങൾ ഉയർത്തി രാജി പ്രഖ്യാപിക്കുകയാണ്. അതിനെ തുടർന്നുള്ള തുടർ ചർച്ചകൾ അവിടെയും ഉണ്ടാകുന്നു. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് എന്നതിൽ സംശയമില്ല. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഇന്നിപ്പോൾ ഈ പ്രകടന പത്രിക തന്നെ. രണ്ട് മുന്നണികളും ഒരേ സമയം രണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളിലായി പുറത്തിറക്കുന്നു. രാവിലെ 10 മണിക്കാണ് LDFിൻ്റെയും UDFിൻ്റെയും പ്രകടന പത്രികകൾ പുറത്തിറക്കിയത്. മുഖ്യമന്ത്രി പിണറായി വിജയനും തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയും ഒരേ സമയം പ്രകടന പത്രിക പുറത്തിറക്കിക്കൊണ്ട് അക്കാര്യത്തിൽ പോലും
ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ ഇഞ്ചോടിഞ്ചുള്ള പോരാട്ടം അക്കാര്യത്തിലും ഈ വാഗ്ദാനങ്ങൾ നൽകുന്ന കാര്യത്തിലും ആ നിലയ്ക്കുള്ള പോരാട്ടം കണ്ട ദിവസമാണ് ഇന്നത്തെ. ഓക്കെ, താങ്ക് യു ആൾ. നമ്മൾ തുടങ്ങുകയാണ്. കേരളം ബൂത്തിലെത്താൻ ഇനി ഒരാഴ്ച മാത്രമേ ബാക്കിയുള്ളൂ. വാഗ്ദാന പെരുമിഴകളുമായി ഇന്ന് UDF ഉം LDF ഉം പ്രകടന പത്രികകൾ പുറത്തിറക്കി. ഒന്ന് കൊച്ചിയിലും ഒന്ന് കോഴിക്കോട്ടും. LDF ഉം UDF ഉം ഇന്ന് പുറത്തു കൊണ്ടുവന്ന പ്രകടന പത്രികകൾ എന്തൊക്കെയാണുള്ളത്? 60 ദിന പരിപാടികളുമായി LDFിന്റെ പ്രകടന പത്രിക. ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുമെന്നും കേവല ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യുമെന്നുമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ലൈഫ് മിഷൻ വഴി 5 ലക്ഷം വീടുകൾ കൂടി നിർമ്മിക്കുമെന്നും എയിംസിനേക്കാൾ മികച്ച ആശുപത്രി സ്ഥാപിക്കുമെന്നും പ്രകടന പത്രികയിൽ പറയുന്നു. നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ സാമൂഹ്യ സുരക്ഷാ പെൻഷനും 3000 രൂപയായി വർദ്ധിപ്പിച്ചു. കിടപ്പ് രോഗികൾക്ക് അവകാശാടിസ്ഥാനത്തിലുള്ള സമ്പൂർണ്ണ പരിചരണ സംവിധാനം നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വയോജനങ്ങൾക്ക് ആരോഗ്യ പരിപാലനവും സമൂഹാടിസ്ഥാനത്തിലുള്ള പിന്തുണയും ഉറപ്പാക്കും. ആരോഗ്യകരമായ വാർദ്ധക്യം എന്ന ആശയം യാഥാർത്ഥ്യമാക്കും. കോഴിക്കോട്ടായിരുന്നു LDFിന്റെ പ്രകടന പത്രിക പുറത്തിറക്കിയത്. എന്നാൽ കൊച്ചിയിലാണ് UDFിന്റെ പ്രകടന പത്രിക പുറത്തു വന്നത്. കോഴിക്കോട്ട് പിണറായി വിജയൻ പ്രകടന പത്രിക പുറത്തിറക്കിയപ്പോൾ കൊച്ചിയിൽ VD സതീശൻ UDFിന്റെ പ്രകടന പത്രിക പുറത്തു കൊണ്ടുവന്നു. സമസ്ത മേഖലകളെയും സ്പർശിച്ചാണ് UDFിന്റെ പ്രകടന പത്രിക പോകുന്നത്. രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച 5 ഇന്ദിരാ ഗ്യാരണ്ടി പ്രഖ്യാപനങ്ങൾക്കൊപ്പമാണ് മറ്റു വാഗ്ദാനങ്ങളും. UDF അധികാരത്തിൽ വന്നാൽ സിൽവർ ലൈൻ പദ്ധതി നടപ്പിലാക്കില്ലെന്നും കിഫ്ബിയും കേരള ബാങ്കും പുനഃപരിശോധിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര, കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് 1000 രൂപ പ്രതിമാസ ധനസഹായം. മൂന്നാമത്, യുവാക്കൾക്ക് സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് 5 ലക്ഷം രൂപ പലിശരഹിത വായ്പ. അഞ്ചാമത്തത്, വയോജനങ്ങൾക്ക് വേണ്ടി അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വൈവിധ്യമാർന്ന പദ്ധതികൾ നടപ്പാക്കുന്നതിനായിട്ടുള്ള വയോജന വകുപ്പിന്റെ രൂപീകരണം. അതുകൂടാതെയുള്ള ഒരു പ്രധാനപ്പെട്ട ഡിക്ലറേഷൻ, ഇപ്പോൾ 2000 രൂപ കൊടുക്കുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 3000 രൂപയായി വർദ്ധിപ്പിക്കുന്നുള്ളതാണ്. പ്രകടന പത്രികകളെ വിലയിരുത്താൻ ആർ ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് ആദ്യം ശരിയാണ്. ഗുഡ് ഈവനിങ് ആർ ശ്രീജിത്ത്, പറയൂ. ഗുഡ് ഈവനിങ്. ഇന്ന് 2 പ്രധാന മുന്നണികളുടെയും പ്രകടന പത്രികകൾ പുറത്തിറക്കിയ ദിവസമായിരുന്നു. നേരത്തെ SKN സൂചിപ്പിച്ച പോലെ UDFിന്റെ പ്രകടന പത്രിക കൊച്ചിയിലും ഒപ്പം തന്നെ LDFിന്റെ പ്രകടന പത്രിക കോഴിക്കോട്ടുമാണ് പ്രകാശനം ചെയ്തത്. കൊച്ചിയിൽ UDFിന്റെ പ്രകടന പത്രിക പുറത്തിറക്കിയത് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയാണെങ്കിൽ LDFിന്റെ പ്രകടന പത്രിക കോഴിക്കോട്ട് പ്രകാശനം ചെയ്തത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. LDFിന്റെ പ്രകടന പത്രികയെ നമ്മൾ ഒന്ന് സംക്ഷിപ്തമാക്കി പറഞ്ഞാൽ 960 നിർദ്ദേശങ്ങൾ 60 പദ്ധതികളായി സംക്ഷിപ്തപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ് അതിൻ്റെ പ്രത്യേകത. കേവല ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യും എന്നതാണ് LDF മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനം. ക്ഷേമ പെൻഷൻ 2000 രൂപയിൽ നിന്ന് 3000 രൂപയായി വർദ്ധിപ്പിക്കുമെന്ന നിർദ്ദേശവും LDFിന്റെ പ്രകടന പത്രികയിലുണ്ട്. എല്ലാ വിദ്യാർത്ഥികൾക്കും ക്യാമ്പസ് പ്ലേസ്മെന്റ് നൽകും. സ്ത്രീകളിൽ 50% പേർക്ക് ജോലി ഉറപ്പാക്കും. വ്യവസായ രംഗത്ത് 2 ലക്ഷം കോടിയുടെ നിക്ഷേപം നടപ്പിലാക്കും. റബ്ബറിന്റെ താങ്ങുവില 300 രൂപയായും നെല്ലിന്റെ താങ്ങുവില 35 രൂപയായും വർദ്ധിപ്പിക്കുമെന്ന് ഈ പ്രകടന പത്രിക പറയുന്നു. അതിവേഗ റെയിൽപാത പദ്ധതിയുമായി മുന്നോട്ട് പോകും. തിരുവനന്തപുരത്തും കോഴിക്കോടും മെട്രോ റെയിൽ പദ്ധതി നടപ്പിലാക്കും എന്നും പറയുന്നുണ്ട്. കൊച്ചി വാട്ടർ മെട്രോ ആലപ്പുഴ, കൊല്ലം, കൊടുങ്ങല്ലൂർ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുമെന്നടക്കമുള്ള പ്രഖ്യാപനങ്ങൾ LDFിന്റെ പ്രകടന പത്രികയിലുണ്ട്. സ്ത്രീകൾക്ക് ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് ആർത്തവാവധി നൽകുമെന്നുള്ള പ്രഖ്യാപനമാണ് സ്ത്രീപക്ഷ നിലപാടുമായി ബന്ധപ്പെട്ട ഏറ്റവും ശ്രദ്ധേയമായ പ്രഖ്യാപനമായി LDFിന്റെ പ്രകടന പത്രികയിൽ ഉള്ളത്. എന്തായാലും പ്രകടന പത്രികയുമായി ബന്ധപ്പെട്ട് ശമ്പള പരിഷ്കരണം നടപ്പിലാക്കും, DA കുടിശ്ശിക നൽകും, ഒപ്പം തന്നെ അക്ഷയുടെ പെൻഷൻ നടപ്പിലാക്കും തുടങ്ങിയ കാര്യങ്ങളും LDF പറയുന്നു. UDFിന്റെ പ്രകടന പത്രികയിലേക്ക് വന്നാൽ ഇന്ദിരാ ഗ്യാരണ്ടി, അതായത് നേരത്തെ രാഹുൽ ഗാന്ധി പുതുയാത്രയുടെ സമാപനവുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ച 5 ഗ്യാരണ്ടികളാണ് ഈ UDFിന്റെ പ്രകടന പത്രികയുടെ കാതലായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞത്. UDF അധികാരത്തിൽ വന്നാൽ കിഫ്ബിയും അതോടൊപ്പം തന്നെ കേരള ബാങ്കും പുനഃപരിശോധിക്കുമെന്നും VD സതീശൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ദിരാ ഗ്യാരണ്ടിക്ക് പുറമെ ഈ മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തിനായി പ്രത്യേക വകുപ്പ്, ചികിത്സാ ചെലവ്
കുറയ്ക്കാൻ പ്രത്യേക പദ്ധതി, കേരളത്തിൽ മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കാൻ മിനിസ്ട്രി ഓഫ് ടോളറൻസ്, വിവിധ സമുദായങ്ങളുടെ വിശ്വാസ സംരക്ഷണവും മറ്റു ഉറപ്പുവരുത്താൻ നടപടികൾ സ്വീകരിക്കും തുടങ്ങിയ വാഗ്ദാനങ്ങളും UDF-ന്റെ പ്രകടന പത്രികയിലുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്കായി പ്രത്യേക ഭവന പദ്ധതി, അതായത് ലൈഫ് ഭവന പദ്ധതിയാണ്. എല്ലാ പദ്ധതികളെയും സംയോജിപ്പിച്ചാണ് LDF പറയുന്നതെങ്കിൽ വ്യത്യസ്ത മേഖലകൾക്കായിട്ടുള്ള ഭവന പദ്ധതികൾ തുടരും എന്നാണ് ഈ UDF പ്രഖ്യാപിക്കുന്നത്. റാഗിംഗ് തടയുന്നതിന് വേണ്ടി പ്രത്യേക വകുപ്പ്, സർവകലാശാലകളിലെ സ്വനപക്ഷപാതവും മറ്റും തടയാനായി നിയമനിർമ്മാണം അടക്കമുള്ള പ്രഖ്യാപനങ്ങളും ഈ UDF-ന്റെ പ്രകടന പത്രികയിലുണ്ട്. UDF-ഉം തിരുവനന്തപുരം, കോഴിക്കോട് നഗരങ്ങളിൽ മെട്രോ അല്ലെങ്കിൽ ലൈറ്റ് മെട്രോ പദ്ധതി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു ആർ ശ്രീജിത്ത്. ആഷ്മി താജ് ഇബ്രാഹിം, നമുക്ക് ഈ രണ്ട് പ്രകടന പത്രികകളെ താരതമ്യപ്പെടുത്തുന്നത് ഏകദേശം ശരിയല്ല എന്ന് തോന്നുന്നെങ്കിലും രണ്ടും കേരളത്തെ ജനങ്ങളെയും അഡ്രസ്സ് ചെയ്യുന്നത് കൊണ്ട് നമുക്കതിലേക്ക് തന്നെ പോകണം. ഇന്ന് ഒരു മുന്നണി, അതായത് ഇടതുപക്ഷ മുന്നണിയുടെ പ്രകടന പത്രിക ഒരു തുടർ ഭരണത്തിൻ്റെതാണ്. അതുകൊണ്ട് തന്നെ അവർ നടപ്പിലാക്കിയ പദ്ധതികളുടെ ചില ലാളനകളും ലാഞ്ചനകളും ഒക്കെ തന്നെ അതിലുണ്ട് താനും. അപ്പോൾ താങ്കൾ എങ്ങനെയാണ് ഈ രണ്ട് പ്രകടന പത്രികകളെയും പ്രഥമ ദൃഷ്ട്യാ വിലയിരുത്തുന്നത്? എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പ്രകടന പത്രിക ഇനി വിലയിരുത്തി ഒരുപാട് ചർച്ച ചെയ്യാൻ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാവുന്ന സംശയമാണ്. കാര്യം നമുക്കിപ്പോഴും SDP ഡീൽ എന്നിൽ നമുക്ക് ഇറങ്ങുകയാണ്. നാളെ ഏതെങ്കിലും പുറത്തു വരണ്ടേ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഇനി 6 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ഇത് ജനം എഴുകേറി പരിശോധിച്ച് ഇതിലൊരു കാര്യമായ ഡിബേറ്റ് ഉണ്ടാവാനുള്ള സമയം എന്തായാലും ഇല്ല. അത് കാരണം ഇത് കാര്യമായി അല്ലെങ്കിൽ തന്നെ എല്ലാ തെരഞ്ഞെടുപ്പിലും ഈ പ്രകടന പത്രികകൾ വെച്ച് അല്ലെങ്കിൽ വികസനം വെച്ച് വലിയ ചർച്ചകൾ കാര്യമായി നടക്കാറില്ല. ഇതുപോലെ തന്നെ വിഷയങ്ങൾ തന്നെയാണ്. അത് നമ്മുടെ സംസ്ഥാനത്തെ ദുർഗതി പോട്ടെ. നമ്മൾ വലിയ ധനക്കമ്മി നേരിടുന്ന, നമ്മൾ വലിയ കടം കയറുന്ന ഒരു സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്ത് ഈ പറയുന്ന വാഗ്ദാനങ്ങൾ നടപ്പാക്കാനുള്ള പണം എവിടെ, കാശ് എവിടെ എന്ന ചോദ്യം ആത്യന്തികമായി അവിടെ നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കേന്ദ്രത്തിന് നയം അവിടെയുണ്ട്. ഇനി കോൺഗ്രസ് അധികാരത്തിൽ കയറുന്നെങ്കിൽ കേന്ദ്രത്തിന്റെ നയം പിന്നെ മോശമാവുകയുള്ളൂ. അത് ഒരു തർക്കമില്ല. അതുകൊണ്ട് ഈ ഫണ്ട് എവിടെ എന്ന കാതലായ ചോദ്യം, ഈ പറഞ്ഞ പ്രഖ്യാപനങ്ങൾക്ക് ഫണ്ട് എവിടെ എന്ന കാതലായ ചോദ്യം അവിടെ നിൽക്കുമ്പോൾ പോലും ക്ഷേമ പെൻഷൻ 3000 രൂപ ആക്കാൻ വേണ്ടി എല്ലാവരും രണ്ടു കൂട്ടരും തീരുമാനിക്കുന്നു. LDF സർക്കാർ 1600 നിന്ന് 2500 ആക്കും എന്ന പ്രഖ്യാപനം കഴിഞ്ഞ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നു. അത് 2000 രൂപയാക്കി. പക്ഷേ അത് 4.5 വർഷം പൂർത്തിയാക്കുമ്പോഴാണ് എന്ന് പറയുമ്പോൾ പോലും നമ്മുടെ ഇന്ധന സെസിന്റെ പേരിൽ നമ്മൾ നിന്നൊക്കെ പണം പിരിച്ചു എന്ന് പറയുമ്പോൾ പോലും അതൊരു നല്ല പ്രവണത. അതുകൊണ്ടാണ് 3000 എന്നതിലേക്ക് എല്ലാവർക്കും എത്തേണ്ടി വരുന്നത്. അത് കിട്ടട്ടെ, അതവിടെ ഉണ്ടാവട്ടെ. പ്രോഗ്രസ് കാർഡ് പുറത്തിറക്കിയ മുഖ്യമന്ത്രി. അപ്പോൾ ആ പ്രോഗ്രസ് കാർഡിൽ കുറേയധികം അല്ലെങ്കിൽ കുറച്ചെങ്കിലും കാര്യങ്ങൾ ഈ PR പെരുപ്പിക്കലാണെന്ന സംശയം ഉണ്ടാവുന്നെങ്കിൽ കൂടിയും കുറേയധികം ചെയ്തു എന്ന കോൺഫിഡൻസിലാണ് ആ പ്രകടന തുടർച്ച ഉണ്ടാകുന്നത്. പക്ഷേ ഏതെങ്കിലും തരത്തിലൊരു ആർത്തവാവധി അല്ലാതെ ഒരു സ്ട്രൈക്കിംഗ് ന്യൂ എന്ന് പറയാൻ കഴിയുന്ന ഒരു വിപ്ലവകരമായ എന്തെങ്കിലും പ്രഖ്യാപനം LDF-ന്റെ പ്രവർത്തനത്തിൽ കാണാൻ കഴിഞ്ഞില്ല. UDF-ലേക്ക് വന്നാൽ കുറച്ചുകൂടി ഹോംവർക്ക് ചെയ്ത ഒരു പ്രകടന പത്രിക എന്ന് തോന്നി. എന്താണ് കഴിഞ്ഞ കുറേ മാസങ്ങൾ അവർ എന്തോ സമിതിയൊക്കെ രൂപീകരിച്ചതിനുള്ള പ്രവർത്തനങ്ങളിലായിരുന്നു. ഈ പറയുന്ന രീതിയിൽ ആശുപത്രിയിൽ ബെഡ് അവകാശമാക്കും, ആശമാർക്ക് 700 രൂപ ദിവസം, ആശമാർ സമരമൊക്കെ കേരളത്തിന് മനസാക്ഷി മുറിയിപ്പിച്ച സമരമായിരുന്നു. 700 രൂപ ആക്കും എന്ന പ്രഖ്യാപനം കൊള്ളാം. UDF ലഹരിമുക്ത കേരളം എന്ന പ്രഖ്യാപനം നടത്തുന്നുണ്ട്. അത് നടക്കുന്നതാണോ ഇല്ലയോ എന്നറിയില്ല. പക്ഷേ നമ്മൾ SKN40 യാത്രയിൽ നമ്മൾ കണ്ടതാണ്. കേരളത്തിന്റെ ലഹരി അവസ്ഥ നമ്മൾ നേർക്കുനേർ കണ്ടതാണ്. അത് നടപ്പാക്കുകയാണെങ്കിൽ നല്ലത്, ഗംഭീരം. ഇതൊക്കെ പറയുമ്പോഴും എനിക്ക് വലിയ നിരാശ ഉണ്ടാക്കുന്നുണ്ട് ഈ പ്രകടന പത്രിക. അതിന് കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ കഴിഞ്ഞ 10 വർഷം കൊണ്ട് നമ്മുടെ കടത്തിന്റെ പെരുപ്പം വലിയ പെരുപ്പമാണ്. 5 ലക്ഷം കോടി കടത്തിൽ നിൽക്കുന്ന സംസ്ഥാനമാണ്. അതെങ്ങനെ അലീവിയേറ്റ് ചെയ്യുമെന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിഷൻ, ഒരു ആംഗിൾ ഈ രണ്ട് പ്രവർത്തനം നമുക്ക് അതിൽ കാണാനില്ല. രണ്ടാമത്തെ കാര്യം, നമ്മുടെ കേരളത്തിലെ തൊഴിലില്ലായ്മ നിരക്ക്, ജോബ്ലെസ്നെസ് എന്ന് പറയുന്നത് ദേശീയ ശരാശരിയേക്കാൾ എത്രയോ മടങ്ങ് അധികമാണ്. മാത്രമല്ല ഇപ്പോൾ ഇവിടുത്തെ യുദ്ധ സാഹചര്യം ഉണ്ടാകുന്നു. ആ യുദ്ധ സാഹചര്യത്തിൽ ഒരുപാട് പേർ ഒരുപക്ഷെ മടങ്ങിയെത്താനുള്ള സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ അതിനെങ്ങനെ അഡ്രസ്സ് ചെയ്യുമെന്ന് എന്ന കാര്യമായ പ്രഖ്യാപനം ഈ രണ്ട് പ്രകടനപത്രികയില്ല. വിലക്കയറ്റം രാജ്യത്തെ ശരാശരിയേക്കാൾ 10 മടങ്ങാണ്. ദേശീയ ശരാശരി 3 ആണെങ്കിൽ നമ്മൾ 8 to 9 നമ്മുടെ വിലക്കയറ്റ നിരക്ക്. അപ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യുന്നത് എങ്ങനെയില്ല. അതിലൊക്കെ പ്രധാനം നമ്മുടെ കുട്ടികൾ +2 കഴിഞ്ഞാൽ നാട് വിട്ടുപോകുന്ന സാഹചര്യമാണ്. ഇവിടെ ഇപ്പം UDF-ന്റെ പ്രകടനപത്രികയിലും LDF-ന്റെ ഈ വയോജനങ്ങൾക്ക് വേണ്ടി വൃദ്ധസദനങ്ങളടക്കം വലിയ പ്രഖ്യാപനങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ കുട്ടികൾ കൂട്ടത്തോടെ നാട് വിട്ടു പോവുകയാണ്. അപ്പോൾ അങ്ങനെ സംഭവിക്കുന്ന ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയുന്ന സംഭവത്തിൽ അതിനെങ്ങനെ അഡ്രസ്സ് ചെയ്യും എന്ന കാര്യമായ ഒരു വീക്ഷണം ഒരു പ്രകടനത്തിന് കാണാനില്ല. അതിനെ നിരാശപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, താങ്ക് യു അഷ്മിൻ താജ് ഇബ്രാഹിം. അസിത സഹീർ, അസിത, ഈ രണ്ട് പ്രകടന പത്രികകളും വായിച്ചു നോക്കി ഞാൻ വിശ്വസിക്കുന്നു. എന്താണ് ഈ പ്രകടന പത്രിക, താങ്കൾക്ക് ആദ്യമായി അതിനെക്കുറിച്ചൊരു ഇംപ്രഷൻ എന്താണ് ഫീൽ ചെയ്തത്? സ്വാതന്ത്ര്യലബ്ധിയുടെ സമയത്ത് ഗാന്ധിയോട് ഒരു പത്രപ്രവർത്തകൻ ചോദിക്കുന്നുണ്ട്, ബാബുജി എന്താണ് ഈ രാജ്യത്തിന്റെ ലക്ഷ്യം, പരമപ്രധാനമായ ലക്ഷ്യം എന്തായിരിക്കണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗാന്ധി പറയുന്നുണ്ട്, അതിദരിദ്രനായ അവസാന മനുഷ്യന്റെയും കണ്ണീരൊപ്പുക എന്നതായിരിക്കണം ഈ രാജ്യത്തിന്റെ, ഇന്ത്യയുടെ സ്വപ്നം എന്ന് പറയുന്നുണ്ട്. അത് ആ ലക്ഷ്യത്തിലേക്ക് അത് സർക്കാരിന്റെ ഒരു നയമാക്കി തന്നെ മുന്നോട്ട് പോകുന്ന ഒരേ ഒരു സംസ്ഥാനം കേരളമാണെന്ന് പറയാം. കഴിഞ്ഞ സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷനായിരുന്നു അതിദാരിദ്ര്യമുക്ത കേരളം. അതിദാരിദ്ര്യമുക്ത കേരളം നടപ്പിലാക്കി. ഇപ്പോൾ നോക്കൂ, ഈ പ്രകടന പത്രികയിൽ കേവല ദാരിദ്ര്യം ഇല്ലായ്മ
ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് മാറുന്നത് നമുക്ക് കാണാം. അപ്പോൾ ആ നിലയിൽ ഗാന്ധിയുടെ സ്വപ്നത്തെ തന്നെ സാക്ഷാത്കരിക്കുന്നുണ്ട് ഈ പ്രകടന പത്രികയിലെ ചില വാഗ്ദാനങ്ങൾ എന്ന് തോന്നുകയാണ്. അത് മാത്രമല്ല, ഹോംവർക്ക് ചെയ്ത് നടപ്പിലാക്കാൻ കഴിയാത്ത കാര്യങ്ങൾ വാഗ്ദാനം ചെയ്തതിനേക്കാൾ എത്രയോ മെച്ചമാണ് നടപ്പിലാക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ വാഗ്ദാനമായി വെക്കുക എന്നത് കൂടിയുണ്ടല്ലോ. അതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട് സ്കേൻ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പ്രകടന പത്രിക എന്നുള്ളത് എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും ചടങ്ങുപോലെ രാഷ്ട്രീയ പാർട്ടികൾ അവതരിപ്പിച്ച ഇടത്തുനിന്നും ഓരോ വർഷത്തെയും പ്രോഗ്രസ് റിപ്പോർട്ട്, സർക്കാർ എന്ത് ചെയ്തു, ഇനി എന്തൊക്കെ ബാക്കിയുണ്ട് എന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ കൃത്യമായി അവതരിപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരാണിത്. എസ്കേൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ LDF 3.0 എന്ന ലക്ഷ്യം വെച്ചാണ് ഈ പ്രകടന പത്രിക അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമായി കാണാം. ഇതുവരെ ചെയ്തു വന്ന കാര്യങ്ങളുടെ തുടർച്ചയാണ് അതിൽ ഉണ്ടാകാനും പോകുന്നത്. ഏറ്റവും പ്രധാനം ഇന്നിപ്പോൾ UDF-ന്റെ പ്രകടന പത്രിക വരുമ്പോൾ എസ്കേൻ നമ്മളിപ്പോൾ ഒരു പ്രകടന പത്രികയെ താരതമ്യം ചെയ്യേണ്ടത് രണ്ട് രീതിയിലാണല്ലോ, അല്ലെങ്കിൽ താരതമ്യം എന്നുള്ളതല്ല, അതിനെ നമ്മൾ വീക്ഷിക്കേണ്ടത് രണ്ട് നിലയിലാണ്. ഒന്നുകിൽ ഇപ്പോൾ LDF-ൻ്റെതാണെങ്കിൽ മുൻ വർഷങ്ങളിൽ അവർ എന്ത് ചെയ്തു എന്നതിന്റെ താരതമ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ പ്രകടന പത്രികയെ നമുക്ക് വിലയിരുത്താം. ഇപ്പോൾ ആ നിലയിലുള്ള വിലയിരുത്തലുകൾ ഇവിടെ വന്നു കഴിഞ്ഞു. UDF-ന്റെ കാര്യം നോക്കുമ്പോൾ എസ്കേൻ, ഞാൻ ഇതിന് മുൻപത്തെ, അതായത് ഇതിൽ ലാസ്റ്റത്തെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ പ്രകടന പത്രികയുമായി ബന്ധപ്പെടുത്തി 2011 പ്രകടന പത്രികയുമായി ബന്ധപ്പെട്ട് ഇതിൽ ചില കാര്യങ്ങൾ നോക്കുകയായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായി അന്ന് പറയുന്ന ഒരു വാഗ്ദാനം സർക്കാർ സ്കൂളുകളുടെ നവീകരണവും സ്കൂളുകൾ ഹൈടെക് ആക്കും എന്നുള്ളതൊക്കെയായിരുന്നു 2011 UDF സർക്കാരിന്റെ പ്രകടന പത്രികയിൽ പറയുന്നത്. പക്ഷേ ആ സർക്കാരിന്റെ അവസാന കാലയളവിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഒരു റിപ്പോർട്ട് പ്രകാരം 40% സർക്കാർ സ്കൂളുകൾ അടച്ചുപൂട്ടാനായിരുന്നു SKN തീരുമാനം. ആ സർക്കാർ സ്കൂളുകളെയാണ് പിന്നീട് LDF വരുമ്പോൾ സ്കൂളുകൾ ഏറ്റെടുക്കുകയും അത് ഇന്ന് വളരെ മികച്ച നിലയിൽ പ്രവർത്തിക്കുന്നതായി നമ്മൾ കാണുകയും ചെയ്യുന്നത്. ഇതിൽ മറ്റൊരു പശ്ചാത്തലം കൂടിയുണ്ട്. ഈ നരേന്ദ്രമോദി സർക്കാരിന്റെ ഒരു നയം തന്നെ ഇന്ത്യയിൽ 50% സർക്കാർ സ്കൂളുകളും അടച്ചുപൂട്ടുക എന്നുള്ളതാണ്. അതായത് 6 ലക്ഷം ഗവൺമെന്റ് സ്കൂളുകൾ ആകെയുണ്ട്. അതിന്റെ പകുതി എന്ന് പറയുമ്പോൾ 3 ലക്ഷം. ഇപ്പോൾ തന്നെ അത് 90,000-ഓളം സ്കൂളുകൾ അടച്ചുപൂട്ടിയിട്ടുണ്ട്. അപ്പോൾ നരേന്ദ്രമോദി സർക്കാരിന്റെ ഈ നയം നടപ്പിലാക്കിയ ഒരു ഉത്തരേന്ത്യൻ സംസ്ഥാനമുണ്ട്, അത് കർണാടകയാണ്. കർണാടകയിൽ നിരവധി സ്കൂളുകൾ, സർക്കാർ സ്കൂളുകൾ ഇതിനോടകം തന്നെ അടച്ചുപൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നതാ UDF-ന്റെ പ്രകടന പത്രിക അവർ പുറത്തിറക്കുമ്പോൾ ആ വേദിയിലുള്ളത് രേവന്ത് റെഡ്ഡിയാണ്. അപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ചില കാര്യങ്ങൾ കൂടി നമ്മൾ ആ നിലയിൽ പരിശോധിച്ചു പോകുമ്പോൾ സ്കേൻ അതുമായി ബന്ധപ്പെടുത്തിയ ഒരു താരതമ്യത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ 5 ലക്ഷം വീടുകൾ 5 വർഷം കൊണ്ട് നടപ്പിലാക്കും, ജനങ്ങൾക്ക് നൽകുമെന്ന് കോൺഗ്രസ് പറയുന്നുണ്ട്. നമ്മൾ ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത് എന്താണ് സ്കേൻ? യലഹങ്കയാണ്. നമുക്ക് ഓർമ്മയുണ്ടാകുമല്ലേ, അവിടുത്തെ എത്രയോ പാവപ്പെട്ട മനുഷ്യരെ കുടിയിറക്കി അവിടെ ബുൾഡോസർ രാജ്, നരേന്ദ്രമോദി സർക്കാരിന്റെ മാതൃകയിൽ ബുൾഡോസർ രാജ് നടപ്പിലാക്കിയ ഒരു സംസ്ഥാനമാണ്. അപ്പോൾ ആ നിലയിൽ ജനങ്ങളെ കുടിയൊഴിപ്പിക്കുന്ന അതിന്റെ തുടർച്ച പിന്നീട് നമ്മൾ തെലങ്കാനയിലും കാണുന്നുണ്ട്. അപ്പോൾ ഈ നിലയിൽ കാര്യങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന ഒരു സർക്കാർ, ഒരു രാഷ്ട്രീയ പാർട്ടി ഇവിടെ ഇപ്പോൾ ഇതാ 5 വർഷം കൊണ്ട് 5 ലക്ഷം വീടുകൾ എന്നൊക്കെ പറയുന്നുണ്ട്. അത് നടപ്പിലാക്കുകയാണെങ്കിൽ നല്ല കാര്യം, അത് നടപ്പിലാകട്ടെ. പിന്നീട് ഈ KSRTC-യിൽ സൗജന്യ യാത്ര, സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര പ്രഥമ ദൃഷ്ട്യാ വളരെ ആകർഷണീയമായി തോന്നുന്ന വാഗ്ദാനമാണ്. അതിന്റെ പ്രായോഗികത എന്താണെന്ന് അറിയില്ല. അതും നടപ്പിലാക്കാൻ കഴിയുകയാണെങ്കിൽ നല്ലത് എന്ന് തന്നെ കാണാം. മറ്റൊന്ന്, ഈ ഒരു ഇൻഷുറൻസിന്റെ കാര്യം പറയുന്നുണ്ട്, മെഡിക്കൽ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറയുന്നുണ്ട്. 25 ലക്ഷത്തിന്റെ അല്ലേ, 25 ലക്ഷമാണ് മെഡിക്കൽ ഇൻഷുറൻസിന്റെ തുകയായി പറയുന്നത്. സമാനമായ നിലയിൽ 2011 പ്രകടന പത്രികയിൽ സ്കേൻ കാർഷിക ഇൻഷുറൻസ് എന്നൊരു വാഗ്ദാനം ഉണ്ടായിരുന്നു UDF-ന്റെ ഭാഗത്തു നിന്ന്. കാർഷിക ഇൻഷുറൻസ് നടപ്പിലാക്കും, അതിന്റെ ഗഡു സർക്കാർ അടയ്ക്കുമെന്നുള്ളതായിരുന്നു വാഗ്ദാനം. പക്ഷേ ഒരു കർഷകനും ആ ഗഡു സർക്കാർ അടച്ചതായി നമുക്ക് കാണുന്നില്ല. അപ്പോൾ 2011 താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ആ 5 വർഷം ഉമ്മൻചാണ്ടി സർക്കാർ, ഇതിന് മുൻപത്തെ അവസാന UDF സർക്കാരിന്റെ കാലവുമായി താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ പ്രഖ്യാപിച്ചതൊന്നും നടപ്പിലാക്കാത്ത ഒരു ഉദാഹരണമാണ് നമുക്ക് മുന്നിലുള്ളത്. പക്ഷേ അവിടെ നിന്ന് 2016 to 2025 വരുമ്പോൾ നടപ്പിലാക്കിയ പ്രഖ്യാപിച്ച കാര്യങ്ങളിൽ 99%, ഇപ്പോൾ പെൻഷൻ 2500 ആക്കുമെന്നത് പറഞ്ഞ് ആക്കാൻ സാധിച്ചിട്ടില്ല. അതിന്റെ കാരണങ്ങൾ നമുക്കറിയാം. നമ്മുടെ മുന്നിൽ ആ ഉദാഹരണമുണ്ട്. വലിയ പോരാട്ടത്തിന്റെ ഒരു ചരിത്രവും നമ്മുടെ മുന്നിലുണ്ട് കേന്ദ്രവുമായി. അപ്പോൾ 99% നടപ്പിലാക്കിയ ഒരു സർക്കാരാണ്, ഒരു പാർട്ടിയാണ് മറുവശത്തുള്ളത്. അപ്പോൾ ആ നിലയിലാണ് ഇതിനെ താരതമ്യം ചെയ്യേണ്ടത്. ഗോപികൃഷ്ണൻ, ശരിക്കും ഈ 5 ലക്ഷം വീടുകൾ നിർമ്മിച്ചു കൊടുക്കാനാണ് 5 കൊല്ലം കൊണ്ടുള്ള UDF പ്രകടന പത്രികയിൽ പറയുന്നത്. പക്ഷെ നമ്മുടെ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് കേരളത്തിൽ ഈ 4 ലക്ഷം ആളുകൾക്ക് വീടില്ലാത്ത അവസ്ഥയുള്ളൂ. അപ്പോൾ ഈ 50,000-നെ എവിടെ നിന്ന് കൊണ്ടിറക്കും എന്നുള്ളത് ഒരു വിഷയം തന്നെയാണ്. ഗോപികൃഷ്ണൻ, എന്റെ പ്രിയ സുഹൃത്ത് അസിത, രാഷ്ട്രപിതാവ് ഗാന്ധിജിയുടെ ഈ രാഷ്ട്രത്തെക്കുറിച്ചും രാഷ്ട്രത്തിലെ വ്യക്തികളെക്കുറിച്ചും പരമമായ ലക്ഷ്യത്തെക്കുറിച്ച് അദ്ദേഹം കണ്ട സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഗാന്ധിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിൽ ഏറ്റവും അടിസ്ഥാനപരമായ തത്വമായിരുന്നു സ്വയാശ്രയത്വം. അതായത് മറ്റാരുടെയും ആശ്രയമില്ലാതെ ഒരു ജനതയ്ക്ക് സ്വയം മുന്നോട്ട് പോകാൻ കഴിയുന്ന രാഷ്ട്രസങ്കല്പമാണ് ഗാന്ധി മുന്നോട്ട് വെച്ചത്. അങ്ങനെ ഗാന്ധിയുടെ രാഷ്ട്രസങ്കല്പത്തെ അടിസ്ഥാനമാക്കി ഈ 2 പ്രകടന പത്രികകളെയും നമ്മൾ വിശകലനം ചെയ്താൽ, ഹാഷ്മി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ നിന്ന് കൂട്ടത്തോടുകൂടി ചെറുപ്പക്കാർ നാടുവിടാൻ ഇടയാക്കുന്ന സാഹചര്യത്തെക്കുറിച്ചോ, കേരളത്തിൽ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, സുസ്ഥിരമായ ഒരു വികസനത്തിന് സാധ്യമാകുന്ന അടിസ്ഥാനപരമായ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും അതിന് പരിഹാരം കണ്ടെത്തുന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങളോ നിർഭാഗ്യവശാൽ ഈ 2 പ്രകടന പത്രികകളിലും കാണാൻ കഴിയുന്നില്ല എന്നതിലെ
അതിനകത്തുള്ള നിരാശ പങ്കുവെച്ചുകൊണ്ടാണ് ഞാൻ ഈ പ്രകടന പത്രികയുടെ താരതമ്യത്തിലേക്ക് പോകുന്നത്. താങ്കൾ പറഞ്ഞ വീട് വെക്കുന്ന കാര്യത്തിലേക്ക് വരാം. പക്ഷേ ഈ രണ്ട് പ്രകടന പത്രികയും താരതമ്യം അതിന് ചില സമാനതകളുണ്ട്. ഉദാഹരണത്തിന് ക്ഷേമ പെൻഷൻ 3000 ആക്കും. ഇടതുമുന്നണി സർക്കാരിന്റെ പ്രകടന പത്രികയിലെ ഒരു വാഗ്ദാനമാണ്. UDF-നും അതേ വാഗ്ദാനമാണ്, ക്ഷേമ പെൻഷൻ 3000 ആക്കും. ഇനി ആരോഗ്യ പരിരക്ഷാ പരിധി കൂട്ടും. ഇടതുമുന്നണിക്കുണ്ട് ആ പ്രകടന പത്രികയിലെ വാഗ്ദാനം, അത് തന്നെ UDF-നുമുണ്ട്, ഒന്ന് തന്നെയാണ്. 50% സ്ത്രീകൾക്ക് ജോലി ഇടതുമുന്നണി പറയുന്നു, അവിടെ UDF പറയുന്നു സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര. ഇനി റബ്ബറിന്റെ താങ്ങുവില 300 രൂപയാക്കും, അത് തന്നെയാണ് UDF-ന്റെയും പ്രകടന പത്രികയിലെ ഒരു വാഗ്ദാനം. റബ്ബറിന്റെ താങ്ങുവില 300 രൂപയാക്കും. പിന്നെ റോഡുകളെ കുറിച്ചാണ്, അടിസ്ഥാന സൗകര്യ വികസനത്തെക്കുറിച്ച് ഡിസൈൻഡ് സ്മാർട്ട് റോഡുകൾ കൊണ്ടുവരും എന്നാണ് ഇടതുമുന്നണിയുടെ വാഗ്ദാനമെങ്കിൽ റോഡുകൾ BM&BC നിലവാരത്തിലാക്കുമെന്ന് UDF പറയുന്നു. ലൈഫ് മിഷൻ 2.0 നടപ്പാക്കും എന്ന് LDF പറയുമ്പോൾ 5 വർഷം കൊണ്ട് 5 ലക്ഷം വീട് എന്നതാണ് UDF-ന്റെ വാഗ്ദാനം. KSRTC-യുടെ വരുമാനം വർദ്ധിപ്പിക്കും എന്നത് ഇരുവരും കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ വെക്കുന്ന വാഗ്ദാനമാണ്. തിരുവനന്തപുരത്തും കോഴിക്കോടും മെട്രോ എന്ന് ഇടതുമുന്നണി പറയുമ്പോൾ തിരുവനന്തപുരത്തും കോഴിക്കോടും മെട്രോ, ലൈറ്റ് മെട്രോ ട്രെയിനുകൾ എന്ന് UDF പറയുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് ഏതാണ്ട് ഒരേ രീതിയിൽ തന്നെയാണ് ഈ രണ്ട് പ്രകടന പത്രികകളും കേരളത്തിലെ ജനങ്ങളുടെ സങ്കല്പം ഒന്ന് തന്നെയാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ പറയുന്ന ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനെ കുറിച്ചോ അല്ലെങ്കിൽ കേരളത്തിലെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരെ എങ്ങനെയാണ് അവരെ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർ നാടുവിടാൻ ഇടയാകുന്ന സാഹചര്യത്തെ എങ്ങനെ അഭിമുഖീകരിക്കണം എന്നതിനെ കുറിച്ചോ പശ്ചിമേഷ്യയിലെ കേരളം നേരിടുന്ന അടിസ്ഥാന പ്രശ്നങ്ങളെ കുറിച്ച് ഒരു അവബോധം ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ടാണ് ഈ രണ്ട് പ്രകടന പത്രികകളും തയ്യാറാക്കിയതെന്ന് പറയാൻ കഴിയും എന്ന് എനിക്ക് പൂർണ്ണമായ ഒരു അഭിപ്രായം എനിക്ക് ഇല്ല SK. അതിന് കാരണം എന്ന് വെച്ചാൽ പെട്ടെന്ന് ജനങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് വാഗ്ദാനങ്ങൾ നൽകുകയാണ് ഈ രണ്ട് മുന്നണികളും ചെയ്ത്. നമ്മൾ പറയുന്ന ഒരു അപ്പീസ്മെന്റ് വേറൊരു തരത്തിൽ, അതായത് പൈസ അതെ പോപ്പുലിസമാണ് ഇതിനകത്തുള്ളത്. എന്റെ വിമർശനം എനിക്ക് ഈ രണ്ട് പ്രകടന പത്രിക. ദിലീപ് കുമാർ നേരത്തെ ഇവരെക്കാളും മുന്നേ ഒരു പ്രകടന പത്രിക കേരളത്തിൽ വന്നിട്ടുണ്ട്, NDA. അവരും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതും കൂടെ ദിലീപ് വായിച്ചറിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ രണ്ട് പ്രകടന പത്രികകൾ കൂടാതെ ആ പ്രകടന പത്രികയുടെ മനസ്സിൽ വെച്ചിട്ട് ഒന്ന് അനലൈസ് ചെയ്താൽ കേരളത്തിലെ ജനങ്ങൾ നേരിടുന്ന വിഷമസന്ധിയെക്കുറിച്ച് ഈ പ്രകടന പത്രികകൾ തയ്യാറാക്കിയവർക്ക് പൂർണ്ണ ബോധ്യമുണ്ട് എന്ന് വിശ്വസിക്കാൻ കഴിയും. SKN പൊതുവെ മൂന്ന് മുന്നണികളുടെയും പ്രകടന പത്രികകൾ ഏതാണ്ട് സമാന സ്വഭാവത്തിലുള്ളതാണ്. അതിൻ്റെ വികസന കാഴ്ചപ്പാട് നോക്കുകയാണെങ്കിൽ അതല്ലാതെയുള്ള മറ്റ് ചില വാഗ്ദാനങ്ങളുടെ കാര്യത്തിലാണ്, ഇപ്പോൾ ഈ 5 ഗ്യാരണ്ടി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് അങ്ങനെയുള്ള ചില ഫ്രീ ബീസ് എന്ന് പറയുന്ന അതിൽ മാത്രമാണ് ചില വ്യത്യാസങ്ങളുള്ളത്. പൊതുവെ വികസന കാര്യത്തിൽ മൂന്ന് മുന്നണികളും ഏറെക്കുറെ സമാനമായ വീക്ഷണം, അതിപ്പോൾ മെട്രോ ട്രെയിനുകളുടെ കാര്യത്തിലായാൽ പെൻഷൻ, ക്ഷേമ പെൻഷനുകളുടെ കാര്യത്തിലായാലും എല്ലാം ഏതാണ്ട് സമാനമായ രീതി തന്നെയാണ് ഈ മുന്നണികൾ പുലർത്തുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതിനേക്കാൾ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഇത് ചർച്ച ചെയ്യപ്പെടേണ്ടത് ഈ സൗജന്യ വാഗ്ദാനങ്ങളെക്കുറിച്ചാണ്. ഇപ്പോൾ തന്നെ സ്ത്രീകൾക്കുള്ള സൗജന്യ ബസ് യാത്ര അടക്കം, നേരത്തെ ഹാഷ്മി പറഞ്ഞതുപോലെ കേരളത്തിൻ്റെ കടം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ കടം മറികടക്കാനുള്ള തന്ത്രങ്ങളൊക്കെ ഭരണത്തിലേറുന്നവർ ആവിഷ്കരിക്കുമെന്ന കാര്യത്തിൽ അവർക്ക് ശുഭാപ്തി വിശ്വാസമുണ്ട്. ഈ മുന്നണികളുടെ നേതാക്കൾക്കൊക്കെ അവരാരും ഈ കടത്തിൽ പിടിച്ചുകൊണ്ട് ഈ വാഗ്ദാനങ്ങൾ, സൗജന്യ വാഗ്ദാനങ്ങൾ നൽകാതിരിക്കുന്നില്ല. സൗജന്യ വാഗ്ദാനങ്ങൾ അധികാരത്തിലെത്താനുള്ള ഒരു കുറുക്കു വഴിയായി കാണുന്നവരാണ് ഇന്നത്തെ കാലത്ത് പല രാഷ്ട്രീയ പാർട്ടികളും. അത് കേരളത്തിൽ മാത്രമല്ല, നമ്മൾ പല സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിലുമൊക്കെ ഈ അടുത്ത സമയത്ത് കണ്ടതാണ്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് 10,000 രൂപ വീതം സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുത്ത നിതീഷ് കുമാറിനെ നമ്മൾ കണ്ടതാണ്. ആ സർക്കാർ അതിനെ തുടർന്ന് പിന്നീട് തെരഞ്ഞെടുപ്പിന് ശേഷം നിതീഷിന് അവിടെ അധികാരത്തിലെത്താൻ, BJP JDU സഖ്യത്തിന് ബീഹാറിൽ അധികാരത്തിലെത്താൻ ആ 10,000 രൂപ വീതം ഇട്ടുകൊടുത്തത് വലിയ സഹായകമായിട്ടുണ്ടെന്നുള്ള ഒരു വിലയിരുത്തലുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തമിഴ്നാട് സർക്കാർ 5,000 രൂപ വീതം തമിഴ്നാട്ടിലെ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് സംഭാവനയായി കൊടുത്തതാണ്. അപ്പോൾ ആ നിലയിലുള്ള സൗജന്യമായ വാഗ്ദാനങ്ങൾ നേരത്തെ തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ കേരള സമീപ സംസ്ഥാനത്ത് തമിഴ്നാട്ടിൽ തന്നെ അത്തരം വാഗ്ദാനങ്ങൾ, കർണാടകയിൽ ഈ അടുത്ത കാലത്ത് അവിടെ കോൺഗ്രസ് അധികാരത്തിലെത്തുന്നതിന്, സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അവിടെ BJP സർക്കാരിനെ വീഴ്ത്തി അധികാരത്തിലെത്തുന്നതിനും അവിടെയും ഒരു 5 ഗ്യാരണ്ടി ആണ് വോട്ടർമാർക്ക് കോൺഗ്രസ് നൽകിയിരുന്നത്. ഈ സൗജന്യ ബസ് യാത്ര അടക്കമുള്ള കാര്യങ്ങൾ തെലങ്കാനയിൽ സമാനമായ രീതിയിലുള്ള ഈ 5 ഗ്യാരണ്ടി, അവിടെ 5ഉം പിന്നെ ഒരു ഗ്യാരണ്ടിയും കൂടി കൊടുത്തിരുന്നു. 6 ഗ്യാരണ്ടിയിലാണ് തെലങ്കാനയിൽ കോൺഗ്രസ് അധികാരത്തിലെത്തിയത്. ഇപ്പോൾ പക്ഷേ ഈ കർണാടകയിലേക്ക് അവസ്ഥ, ഈ സാമ്പത്തിക വളരെ ബുദ്ധിമുട്ടുന്ന അവസ്ഥയിൽ അവിടെ ഈ സ്ത്രീകൾക്ക് പ്രതിമാസം കൊടുക്കാമെന്ന് ഏറ്റിരുന്ന തുക ഇപ്പോൾ 2-3 മാസമായിട്ട് മുടങ്ങിക്കിടക്കുകയാണ്. അത് ഈ വാഗ്ദാനങ്ങൾ കൊടുക്കുക, അധികാരത്തിലേക്ക് എത്താനുള്ള ചവിട്ടുപടിയായി ഇതിനെയൊക്കെ കാണുക എന്നതാണ് പൊതുവെ രാഷ്ട്രീയ. അതിനിടയിൽ നമ്മൾ ഒരു കാര്യം ഓർമ്മിക്കണം, നമ്മുടെ KSRTC മന്ത്രി
KB ഗണേഷ് കുമാർ ഇടയ്ക്ക് പറഞ്ഞു ഇത്രയധികം സൗജന്യങ്ങൾ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പൂർണ്ണമായും ബസ്സിൽ സൗജന്യ യാത്ര അനുവദിച്ചാൽ പിന്നെ ഈ സ്ഥാപനം തന്നെ പൂട്ടിപ്പോകും എന്ന അനുഭവത്തിൽ നിന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ ഇതൊക്കെ നടപ്പിലാക്കാൻ വേണ്ടി തന്നെയാണോ കൊണ്ടുവരുന്നത് നമുക്ക് അറിയില്ല. നമുക്ക് വിശദമായ ചർച്ചയിലേക്ക് ആശ്മി തന്നെ തുടങ്ങാം. അപ്പൊ നമുക്ക് എതിർക്കാനുള്ളവർക്ക് അപ്പൊ തന്നെ കയറി എതിർക്കാം. ഇനി നമ്മളതിന് എന്നെ കാത്തു നിൽക്കണ്ട. ഓക്കെ, തമ്മിൽ പറഞ്ഞതിനകത്ത് ഈ രേവന്ത് റെഡ്ഡി പറഞ്ഞത് ഇതൊക്കെ നടപ്പാക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ കർണാടകത്തിലും തെലങ്കാനയിലും വന്ന് നോക്കുക, അവിടെ ഇതെല്ലാം ഞങ്ങൾ നടപ്പാക്കുന്നുണ്ട്. എന്നാൽ പ്രതിഷേധമുണ്ട്, അതാ പറഞ്ഞത്. KSRTC ഫ്രീ യാത്ര, സ്ത്രീകൾക്ക് ഫ്രീ യാത്ര എന്ന് പറയുന്നത് അതിന് ഒരു സൗജന്യ ഫ്രീ ബി വാഗ്ദാനം എന്ന നിലയ്ക്ക് മാത്രം കാണണ്ട, അതൊരു സ്ത്രീ ശാക്തീകരണത്തോടെ നീക്കുമെന്ന് കൂടി കാണാം. ഞാൻ പറഞ്ഞത് അങ്ങനെ സ്ത്രീകൾക്കുള്ള സൗജന്യ KSRTC ബസ് യാത്രയെ ഒരു ഫ്രീ ബീസ് അല്ലെങ്കിൽ KSRTC നഷ്ടത്തിലാക്കാൻ പോകുന്നതായി കാണേണ്ടതില്ല. സ്ത്രീ ശാക്തീകരണ നീക്കമായി കാണാം. അതിന് കാരണം SKM അരവിന്ദ് കെജ്രിവാൾ അവിടെ ഡൽഹിയിൽ വരുമ്പോൾ ആദ്യം ഒരു പിങ്ക് ടിക്കറ്റ് എന്ന് പറഞ്ഞ സ്ത്രീകൾ കൊടുത്തിരുന്നു. അത് വലിയ വിജയം അവിടെയായി. തെലങ്കാനയിൽ ശരിയാണ്, അത് സർക്കാരിൽ വലിയ വരുമാന നഷ്ടമുണ്ടാക്കുന്നുണ്ടെങ്കിൽ കൂടിയും SKM മഹാലക്ഷ്മി ഗ്യാരണ്ടി എന്നാണ് അതിൻ്റെ പേര്. അതിനുശേഷം നടത്തിയൊരു പഠനത്തിൽ അവിടുത്തെ റൂറൽ മേഖലയിൽ സ്ത്രീകൾ ജോലിക്ക് പോകുന്നതിൽ 35% വർധനമുണ്ടായെന്ന് പറയുന്നുണ്ട്. SKM ഇപ്പോൾ ഇവിടെ 20,000 ഇപ്പോൾ തുണിക്കടയിലൊക്കെ ഇപ്പോൾ 20,000 രൂപ ശമ്പളം മേടിക്കുന്ന ഒരു വനിത, ഒരു സ്ത്രീ, അവർക്ക് 5,000 രൂപ ഒരു ബസ് നിരക്കാവുമെങ്കിൽ അല്ലെങ്കിൽ 4,000 രൂപ ബസ് നിരക്കാവുമെങ്കിൽ മാസം അവർക്ക് 4,000 രൂപ മാറ്റിവെക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. 4,000 രൂപ അവർ എടുത്തുകൊണ്ട് പോയി വീട് വാങ്ങിക്കാൻ പോവല്ല, സ്ഥലം മേടിക്കാൻ പോവല്ല, അവർ മാർക്കറ്റിലേക്ക് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ അതിനെ പൂർണ്ണമായിട്ട് ഫ്രീ ബീസ് എന്ന് എന്ന് കരുതി തള്ളിക്കളയേണ്ടതില്ല. അത് സ്വാഗതാർഹമായ തീരുമാനം തന്നെയാണ് എന്നാണ് എനിക്ക് ഈ KSRTC-യുമായി ബന്ധപ്പെട്ട് എനിക്കൊരു അഭിപ്രായം പറയാനുണ്ട്. അതായത് ഈ KSRTC-യിൽ ഇപ്പോൾ സൗജന്യ യാത്ര എന്ന് UDF-ന് വാഗ്ദാനം ചെയ്യാൻ കഴിയുന്ന നിലയിലേക്ക് KSRTC എങ്ങനെ മാറി എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അതായത് LDF സർക്കാർ KSRTC-യെ നഷ്ടത്തിൽ നിന്നും കരകയറ്റിയിട്ടുണ്ടെന്ന് ഇവർ തന്നെ സമ്മതിക്കുകയാണ് എന്നത് കൂടിയുണ്ട്. അതിനർത്ഥം അതിനൊരു കാരണം കൂടിയുണ്ട്. KSRTC MD തന്റെ അടുത്ത് വന്ന് ഈ മാസത്തെ ശമ്പളം കൊടുക്കാൻ കഴിയില്ല, ഈ മാസത്തെ ശമ്പളം മുടങ്ങും എന്ന് പറയുന്നതിനെ കുറിച്ച് ആര്യാടൻ മുഹമ്മദ്, അന്നത്തെ മന്ത്രി, 2012 മാധ്യമങ്ങളോട് പറയുന്നുണ്ട്. അതായത് KSRTC-യിൽ പ്രയാസം എന്നാണ് സാധാരണ പറയാറ്, പക്ഷേ ഇവിടെ ഇപ്പോൾ പ്രയാസമല്ല, വലിയ പ്രതിസന്ധിയാണ് എന്ന് തുറന്നു പറയേണ്ടി വരികയാണ് എന്ന് അന്ന് ആര്യാടൻ മുഹമ്മദ് പറയുന്നുണ്ട്. അതുമാത്രമല്ല KSRTC തനിയെ നിന്നോളും, നമ്മൾ ഷെഡ്യൂളുകളൊന്നും വെട്ടിക്കുറയ്ക്കാതെ തന്നെ. അത്ര നഷ്ടത്തിലായിരുന്ന ഒരു സംവിധാനത്തെ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ലാഭത്തിലാക്കുകയും 1-ാം തീയതി തന്നെ ശമ്പളം കൊടുക്കാൻ കഴിയുകയും 2 തവണയായി കൊടുത്തുകൊണ്ടിരുന്നത് ഒറ്റ ഗഡുവാക്കി കൊടുക്കാൻ കഴിയുന്ന നിലയിൽ കഴിഞ്ഞ 10 വർഷം കൊണ്ട് LDF സർക്കാർ KSRTC-യെ മാറ്റിയതുകൊണ്ട് കൂടിയാണ് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ കഴിയുന്നത്. ഒറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. അതായത് ഇപ്പോൾ ഇവിടെ വിദ്യാർത്ഥികൾ പുറത്തേക്ക് പോകുന്നതിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഈ പ്രകടന പത്രികയിൽ മറ്റൊരു പ്രധാനപ്പെട്ട വാഗ്ദാനം കേരളത്തിൽ പഠനം പൂർത്തിയാക്കി വിദ്യാർത്ഥികൾക്ക് ഇവിടെ തന്നെ ജോലി എന്നതാണ്. SKN റിവേഴ്സ് മൈഗ്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണിത്. അതായത് കേരളത്തിൽ നിന്നും പുറത്തുപോയ കുട്ടികൾ ഇവിടേക്ക് തന്നെ തിരിച്ച് വരുന്നുണ്ട് എന്നത് കണക്കുകളാണ്. റിവേഴ്സ് മൈഗ്രേഷൻ നടക്കുന്നുണ്ട്, അതിനുള്ള പരിതസ്ഥിതി ഇവിടെ ഉണ്ട്. അതുമാത്രമല്ല ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ പുറത്തു പോകുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ആദ്യത്തെ 10 എണ്ണത്തിൽ പോലും കേരളം ഇല്ല എന്നതുകൂടിയുണ്ട്. 2 കാര്യങ്ങൾക്കൊരു മറുപടി. അതായത് KSRTC-ക്ക് ഇങ്ങനെ 50% സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുക്കാൻ പാകത്തിൽ KSRTC-യെ മാറ്റി എന്ന് ആരാണ് KSRTC നഷ്ടത്തിലാക്കിയത് എന്ന ചോദ്യവുമുണ്ട്, അതും പരിശോധിക്കണം. 2, അത്ര വലിയ ലാഭത്തിലാക്കിയെങ്കിൽ KB ഗണേഷ് കുമാർ പറയില്ലല്ലോ സ്ത്രീകളുടെ സൗജന്യ യാത്രാ പദ്ധതി KSRTC-ക്ക് താങ്ങാൻ പറ്റില്ല എന്ന്. പലർക്കും പലതും പറയാം, പക്ഷെ അതൊന്നും നടക്കില്ല എന്ന് KB ഗണേഷ് കുമാറിന് പറയേണ്ടി വരുന്നത് അത് KSRTC താങ്ങില്ല എന്നതുകൊണ്ട് കൂടിയാണല്ലോ. സത്യസന്ധമായ പ്രസ്താവനയായിട്ട് എടുത്തുകൂടെ? അല്ല, ആകാം. ഞാൻ പറഞ്ഞത് അല്ല, KSRTC-യെ ലാഭത്തിലാക്കിയത് കൊണ്ടാണ് UDF-ന് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്താൻ പറഞ്ഞതെന്ന് ഇവിടെ പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിച്ചാണ്. അങ്ങനെയാണെങ്കിൽ KB ഗണേഷ് കുമാർ പറയണോ KSRTC? പറയണം. പോകാൻ നിന്നൊരു സംവിധാനത്തെ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് മാറ്റാൻ ഇത് മറ്റേ അലാവുദ്ദീന്റെ അത്ഭുത വിളക്കൊന്നുമല്ലല്ലോ. അല്ല, ഞാൻ പറയുന്നത് ഇത് അലാവുദ്ദീന്റെ അത്ഭുത വിളക്ക് തുറന്ന് ഗണേഷ് കുമാർ പറഞ്ഞത് വളരെ കൃത്യമാണ്. കാരണം അത്രമേൽ നഷ്ടത്തിലായിരുന്നു KSRTC എന്നുള്ളത് നമുക്കറിയാം. ശമ്പളം പോലും കൊടുക്കാൻ കഴിയാത്തൊരു അവസ്ഥയിൽ നിന്നും ഇവിടേക്ക് എത്തിക്കുന്നു. ഇത് ഓരോ ചുവടായി മാത്രമല്ലേ ഗോപി സാധിക്കൂ. ഇപ്പോൾ കൃത്യമായ ശമ്പളം. മാഡം, ഞാൻ അതൊന്നും പറഞ്ഞില്ല. ഞാൻ താങ്കളൊരു കാര്യം പറഞ്ഞു, KSRTC-ക്ക് ഇങ്ങനെ ഒരു വാഗ്ദാനം കൊടുക്കാൻ കാരണം ലാഭത്തിലാക്കിയതുകൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഗതാഗത മന്ത്രി എന്നെ പറയുന്നു ഇത് KSRTC താങ്ങില്ല. അല്ല, അത് ശരിയാണ്. ലാഭത്തിലാകുന്നു എന്ന് പറയുന്നത് എപ്പോഴാണ്? അവിടുത്തെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ നമ്മുടെ ഇവിടുത്തെ തൊഴിലാളി മന്ത്രിക്ക് എത്രയാണ്? ഗോവ കഴിഞ്ഞാൽ 2ാമതാണ്. ഗോവയിലെ പ്രശ്നം എന്താണ്? അവിടെ ഇപ്പോൾ ടൂറിസം മേഖലയുള്ള ഫ്ലക്ച്വേഷനാണ്. നമുക്ക് നമ്മുടെ തന്നെ സാലൻ ഫീച്ചേഴ്സ് ആണ്. ഇവിടെ തൊഴിലില്ലായ്മയൊക്കെ അതിഭീകരമാണ്. റിവേഴ്സ് മേഖല ഉണ്ടോ? എന്തുകൊണ്ടാണ്? വലിയ പ്രശ്നമുണ്ട് ഇവിടെ.
റിവേഴ്സ് മൈഗ്രേഷൻ കാനഡയിലടക്കം സംഭവിക്കുന്നത് ഡിസ്ട്രസ് മൈഗ്രേഷൻ ആണ് എന്ന് പറഞ്ഞാൽ അവിടെ സാച്ചുറേഷൻ അല്ലാതെ ഇവിടെ ജോലി ഉണ്ടായിട്ട് ആൾക്കാർ ഓടി വരില്ല. അവിടെ ഡിസ്ട്രസ് മൈഗ്രേഷൻ ആണ്, അവിടെ സാച്ചുറേഷൻ ആവുന്നുണ്ട്, അവിടെ ലിവിംഗ് കോസ്റ്റ് കൂടുന്നുണ്ട്, എല്ലാവരും അങ്ങോട്ട് പോയി അവിടെ പ്രശ്നമാകുമ്പോഴേക്കും വേറെ നിവൃത്തിയിൽ അങ്ങോട്ട് വരുന്നവരാ. ഇവിടെ തൊഴിലില്ലായ്മ ഇവിടെ നിന്ന് പോകുന്ന കുട്ടികൾ അവിടെ തൊഴിൽ തേടി മാത്രമല്ല പോകുന്നത്, മെച്ചപ്പെട്ട ജീവിത സാഹചര്യം തേടിയാണ്. കുറെ കൂടി നല്ല സിവിക് റൈറ്റ്സ് ഉള്ള സമൂഹത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് അവർ പോയിട്ട് ഇങ്ങോട്ട് വരുന്നില്ല എന്ന് മാത്രമല്ല, അവിടെ ആരെങ്കിലും ബന്ധുക്കൾ ഇവിടെ ഉണ്ടെങ്കിൽ അവരെ കൂടി അങ്ങോട്ട് കൊണ്ടുപോകുന്നത് മികച്ച രീതിയിൽ അവർക്ക് അവരുടെ സ്വകാര്യത കാത്തു സൂക്ഷിച്ചുകൊണ്ട് വ്യക്തി സ്വാതന്ത്ര്യം നിലനിർത്തിക്കൊണ്ട് അവർക്ക് ഏറ്റവും മികച്ച സംവിധാനങ്ങൾ അനുഭവിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയുന്നു എന്നതുകൊണ്ട് കൂടിയാണ്. അല്ലാതെ തൊഴിൽ തേടി എല്ലാവരും അങ്ങോട്ട് പോകുന്നു എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ആളുകൾ കേരളം ഇങ്ങോട്ടേക്ക് ഇവിടെ ജോലി കൊണ്ട് വരുന്നതല്ല, ഒരു നിവൃത്തിയില്ലാതെ ഇങ്ങോട്ട് വരുന്ന അങ്ങനെ ആൾക്കാർ കൂടുതൽ വരാൻ പോകുന്നു. എങ്ങനെയാണ് വരാൻ പോകുന്നത്? അത് അഡ്രസ് ചെയ്യാൻ ഒന്നും ഒരു പഠനപത്രം ഇല്ല പറയുന്നത്. പറഞ്ഞത് KSRTC-യുമായി ബന്ധപ്പെട്ട് KSRTC-യിൽ പെട്ടെന്ന്, അതായത് ഒരു 2.5 വർഷം കൊണ്ട് മന്ത്രി KB ഗണേഷ് കുമാർ മന്ത്രി ആയതോടുകൂടി ലാഭത്തിലേക്ക് പോകുന്ന ഒരവസ്ഥ സംജാതമായതല്ലോ. ആ 2.5 വർഷത്തിന് തൊട്ട് മുമ്പ് ആന്റണി രാജു മന്ത്രിയായിരുന്ന കാലത്തും ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പണമില്ലാതെ നട്ടം തിരിയുകയായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ KSRTC-യെ ഈ ഇങ്ങനെ ഒരു നഷ്ടത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിലൊരു മുഖ്യ പങ്ക് ഈ 5 വർഷം കൂടിയായിരുന്നല്ലോ. ഈ 10 വർഷം മുമ്പ് വരെ സർക്കാരുകൾ മാറി മാറി ഭരിച്ചുകൊണ്ടിരുന്നതാണ്. ആ സർക്കാരുകൾക്ക് ഉത്തരവാദിത്വമുണ്ട്. 2 അതിലെ ട്രേഡ് യൂണിയനുകൾക്ക് ഉത്തരവാദിത്വമുണ്ട്. 3 KSRTC എന്ന് പറയുന്നത് ഒരു ലാഭം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കേണ്ടതല്ല. കാരണം ലാഭം അടിസ്ഥാനമാക്കി മാത്രം പ്രവർത്തിക്കേണ്ടതല്ല. അത് ഈ വളരെ റിമോട്ടായിട്ടുള്ള ഏരിയയിൽ പോലും, അതായത് ലാഭം നോക്കി സർവീസ് നടത്തേണ്ടതല്ല. ജനങ്ങൾക്ക് ഒരു സംശയം വന്നിട്ടുണ്ട്. ട്രേഡ് നമുക്കറിയാമല്ലോ. വരുമാനം നോക്ക് പറയട്ടെ, KSRTC-യിലെ ഏറ്റവും വലിയ സംഘടനയായിരുന്നു CITU. എത്രയോ കാലം, പതിറ്റാണ്ടുകളായി CITU ആയിരുന്നു KSRTC-യിലെ ഏറ്റവും വലിയ സംഘടന. AITUC ആയിരുന്നു അത് കഴിഞ്ഞുള്ള സംഘടന. ഇപ്പോൾ എന്താണ്? ഇപ്പോൾ ഹിതപരിശോധന പോലും നടത്തിയിട്ടില്ല. ഏറ്റവും അവസാനത്തെ ഹിതപരിശോധന പോലും കോടതി വ്യവഹാരത്തിലോ അല്ലാതെ ഏതായാലും മാറിയിരിക്കുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ജീവനക്കാരുടെ ഒരു പ്രതിഷേധവും രോഷവും കൂടിയായിരുന്നു. ഇപ്പോൾ BMS-ലേക്ക് മാറിയിരിക്കുന്നു പല ആൾക്കാരും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് യൂണിയനുകളുടെ പ്രധാനപ്പെട്ട പോയിന്റ് അതല്ല, വിഷയത്തിലേക്ക് കൊണ്ടുവന്നതാണ്. ഞാൻ പറയട്ടെ, ഉത്തരവാദിത്തം ആർക്കാണെന്നാണ് ദിലീപ് അവർക്കുമുണ്ട് എന്നാണ്. അവർക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. അവർക്കില്ല. KSRTC-യുടെ ജീവനക്കാർക്കും ഒഴിഞ്ഞു മാറാൻ ട്രേഡ് യൂണിയൻ ജീവനക്കാർക്കല്ല എന്തുമായിക്കോട്ടെ. ഹാഷ്മി എന്താണെന്ന് വെച്ചാൽ ട്രേഡ് യൂണിയനുകൾക്കെന്നാണ് പറഞ്ഞത്. ജീവനക്കാർ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുകയും അവർക്കുള്ള അവകാശം കൊടുക്കാൻ കഴിയാതിരിക്കുകയും KSRTC-യിലെ ട്രേഡ് യൂണിയനുകളാണ്. ജീവനക്കാർ യൂണിയനാണോ ട്രേഡ് യൂണിയൻ? അല്ല, ട്രേഡ് യൂണിയൻ ആകാശം പൊട്ടി വീഴുന്നതാണല്ലോ. ദിലീപേട്ട ജീവനക്കാരുടെ ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. ജീവനക്കാരുടെ ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നു, ഇനി ഈ സൗജന്യ യാത്ര സ്ത്രീകൾ കൊടുക്കുന്നതിന് ഓർഡിനറി ബസ്സുകളിൽ മാത്രമായിരിക്കും? അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. എങ്ങനെയാകുമെന്നൊക്കെയുള്ള ചോദ്യമുണ്ട്. അതിൽ വ്യക്തതയില്ല. എനിക്ക് KSRTC-യുമായി ബന്ധപ്പെട്ട ഒറ്റ കാര്യമേ പറയാം. KSRTC നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യണ്ട. ഒറ്റ കാര്യമുള്ള KSRTC നഷ്ടത്തിലായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്, ഫാക്റ്റ് ആണ്. ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ കഴിയാതിരുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അവിടെ നിന്ന് ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളം കൊടുക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് ഇന്ന് KSRTC എത്തിയിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇനി അവിടെ നിന്നുകൊണ്ടാണ് KB ഗണേഷ് കുമാർ ഈ സാഹചര്യത്തെ വിശദീകരിക്കുന്നത്. ഇവിടെ വരെ നമ്മൾ എത്തി, പക്ഷെ പെട്ടെന്ന് സൗജന്യ യാത്രയിലേക്ക് പോകാൻ കഴിയുന്ന അവസ്ഥയിൽ നമ്മൾ എത്തിയിട്ടില്ല. അത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി LDF പ്രകടന പത്രിക വാഗ്ദാനം മുന്നോട്ട് വയ്ക്കുന്നു. പക്ഷേ സൗജന്യ യാത്രയിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇന്ന് കേരളത്തിലെ ബൂത്ത് തലത്തിലുള്ള BJP പ്രവർത്തകരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ഓഡിയോ ബ്രിഡ്ജിലൂടെ സംസാരിച്ചു. ഓഡിയോ ബ്രിഡ്ജ് എന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്കറിയുന്ന പോലെ ആയിരക്കണക്കിന് ആളുകളുമായി അല്ലെങ്കിൽ നൂറുകണക്കിന് ആളുകളുമായി ഒരേ സമയം സംവദിക്കാനുള്ള ഒരു ആപ്പാണ് ഇത്. കേരളത്തിൽ രാഷ്ട്രീയ മാറ്റത്തിൻ്റെ കാറ്റടിച്ചു തുടങ്ങിയെന്നാണ് പ്രധാനമന്ത്രി ഈ ബ്രിഡ്ജിൽ പറഞ്ഞത്. ഈ ഓഡിയോ ബ്രിഡ്ജിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ LDF-നെയും UDF-നെയും നന്നായിട്ട് കരുതിയിരിക്കണം. അയ്യപ്പൻ്റെ സ്വർണം LDF-ഉം UDF-ഉം മോഷ്ടിച്ച് വിശ്വാസവഞ്ചന കാണിച്ചെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം. संजू सैमसन को हमने वर्ल्ड कप में देखा कि जैसे जैसे टूर्नामेंट में क्रंच सिचुएशन आती गई, नॉकआउट स्टेज आया,
उनकी परफॉर्मेंस एकदम से पीक पर पहुंच गई। शुरू से लेकर लास्ट तक उनका फोकस, उनका कॉन्फिडेंस और उनकी इंटेंसिटी लगातार बढ़ती गई। അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. അർജുൻ, സഞ്ജു സാംസന്റെ കാര്യമൊക്കെ പ്രധാനമന്ത്രി പരാമർശിക്കുന്നുണ്ടായിരുന്നു. കേരളമായതുകൊണ്ടാകാം. കൂടുതൽ വിവരങ്ങൾ എന്താണ്? ഈ ഓഡിയോ ബ്രിഡ്ജിന്റെ ലക്ഷ്യം തന്നെ എന്തായിരുന്നു? ഹാഷ്മി, ബി ദിലീപ് കുമാർ, അസിത, കേരളത്തിൽ നിലവിലൊരു BJP തരംഗം നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് ബൂത്ത് തലത്തിലുള്ള പ്രവർത്തകരോട് പ്രധാനമന്ത്രി ഈ ഒരു ഓഡിയോ ബ്രിഡ്ജിലൂടെ പറഞ്ഞിരിക്കുന്നത്. ആ ഒരു തരംഗം വോട്ടാക്കി മാറ്റണം, അതിനു വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ കൂടിയാണ് പ്രധാനമന്ത്രി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഓരോ വീടുകളിലും ചെന്ന് ഓരോ വോട്ടർമാരെയും കാണണം, മാത്രമല്ല അടുത്ത 5 വർഷത്തേക്ക് ഒരു പ്രത്യേക രൂപരേഖ തയ്യാറാക്കി അതൊരു പദ്ധതിയായി അവതരിപ്പിക്കണം. ആളുകളുടെ താല്പര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് ആ രൂപരേഖ തയ്യാറാക്കണമെന്നും അടുത്ത 5 വർഷത്തേക്ക് ഒരു അവസരം നൽകി നോക്കൂ, അപ്പോൾ കാണിച്ചു തരാം എന്നുള്ളൊരു സന്ദേശം ജനങ്ങൾക്ക് നൽകണമെന്നുള്ള കാര്യം കൂടിയാണ് പ്രധാനമന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ കേരളത്തിൽ BJPക്ക് ഭരണത്തിൽ വരാൻ വേണ്ടി CPM-ഉം അതുപോലെ തന്നെ കോൺഗ്രസും പല തരത്തിലും വലിയ തോതിൽ ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അതിൽ തന്നെ ഇപ്പോൾ ഉണ്ടാകുന്ന വിവാദങ്ങളെല്ലാം തന്നെ ഈ സ്വർണ്ണക്കൊള്ളയടക്കം ഉയർത്തി ആളുകളോടൊന്ന് കരുതിയിരുന്നോളൂ എന്നുള്ള കാര്യമാണ് ഒരു മുന്നറിയിപ്പായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയിരിക്കുന്നത്. ഇതെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം അദ്ദേഹം പലയിടങ്ങളിലും തൃശ്ശൂരും പാലക്കാടും എല്ലാം തന്നെ എത്തി നടത്തിയ പ്രചാരണങ്ങൾ, അതിൽ അദ്ദേഹത്തിന് അനുഭവപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ അദ്ദേഹം ബൂത്ത് തലത്തിലുള്ള പ്രവർത്തകരോട് പറഞ്ഞിരിക്കുന്നത്. സാധാരണഗതിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തരത്തിൽ പ്രത്യേക സന്ദർഭങ്ങളിൽ ബൂത്ത് തലത്തിലുള്ള പ്രവർത്തകരോട് സംസാരിക്കാറുണ്ട്, സംവദിക്കാറുണ്ട്. ഇതിനു മുൻപും പലതരത്തിലും ഈ തിരഞ്ഞെടുപ്പ് സമയത്തെല്ലാം തന്നെ കേരളത്തിലെ ബൂത്ത് തല പ്രവർത്തകരോട് സംസാരിച്ചിരുന്നു. അടുത്ത ദിവസങ്ങൾ, വളരെ കുറച്ച് ദിവസം മാത്രമാണ് തിരഞ്ഞെടുപ്പിന് ബാക്കിയുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വേൾഡ് കപ്പിൽ, ലോകകപ്പിൽ സഞ്ജു സാംസൺ നോക്കൌട്ട് മത്സരങ്ങളിൽ എങ്ങനെയാണോ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് പീക്ക് ലെവലിലേക്ക് പോയത്, അതുപോലെ പ്രവർത്തകരും അഹോരാത്രം പ്രവർത്തിക്കണം, BJP അധികാരത്തിൽ എത്തിക്കാൻ എന്നുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നുള്ള കാര്യം കൂടിയാണ് ഇതിൽ ഏറ്റവും എടുത്ത് പറയേണ്ടതുള്ളത് എന്നുള്ള കാര്യം കൂടിയാണ്. മാത്രമല്ല ഇപ്പോൾ നിലവിൽ 6 മണിക്കൂർ ജോലി ചെയ്യുന്നവരാണെങ്കിൽ, ഈ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണെങ്കിൽ അവർ കൂടുതൽ സമയങ്ങൾ 9-12 മണിക്കൂറുകൾ പ്രവർത്തിക്കണം. വീട്ടിലുള്ളവരെയും ഈ പറയുന്ന പ്രചാരണത്തിന് വേണ്ടി ഉൾപ്പെടുത്തി പങ്കുവെച്ച് അവരെയും കൊണ്ടുപോകണം എന്നുള്ള കാര്യങ്ങളടക്കമാണ് പ്രധാനമന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിൽ തന്നെ നേരിട്ട് പല പ്രവർത്തകരുമായി, തിരുവനന്തപുരത്ത് നടക്കമുള്ള പല പ്രവർത്തകരുമായി അദ്ദേഹം സംസാരിക്കുന്നുണ്ടായിരുന്നു. അതിന്റെ തർജ്ജിമ അവർക്ക് അപ്പോൾ തന്നെ ലഭ്യമാക്കിയിരുന്നു. എന്തായാലും വലിയ തോതിൽ തിരഞ്ഞെടുപ്പിൽ BJPക്ക് ഒരു അനുകൂലമായിട്ടുള്ള അർജുൻ പീതാംബരനാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. ആഷ്മി, നമുക്കിത് കേട്ടറിവുള്ളൊരു കാര്യമല്ല ഈ ഓഡിയോ ബ്രിഡ്ജ് എന്ന് പറഞ്ഞു. അതിൽ പ്രധാനമന്ത്രി ഓഡിയോ ബ്രിഡ്ജ് ഉപയോഗിച്ച് അദ്ദേഹം ഇവരുമായിട്ടൊക്കെ സംസാരിച്ച് അദ്ദേഹത്തിന്റെ ഒരു ശബ്ദ സാന്നിധ്യം ഉറപ്പുവരുത്തിയിരിക്കുക. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സഞ്ജു സാംസൺ കളിച്ചു കയറിയതുപോലെ കയറണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ സമയം ചെലവഴിക്കണം. സാധാരണ ഒരു നേതാവ് എന്തൊക്കെ പറയും അതൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് പ്രചരണത്തിന് ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒന്ന് പറയേണ്ട കാര്യമാണ്. ഇവിടെ ഒന്ന് പറയേണ്ട അതേ രാഷ്ട്രീയ കാര്യങ്ങൾ ഒരു ഓഡിയോ ബ്രിഡ്ജുകളിൽ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇനി കുറച്ചുകൂടി അഗ്രസീവ് ആവാനുള്ള തീരുമാനം, അവസാന ഘട്ടത്തിലേക്ക് കുറച്ചുകൂടി അഗ്രസീവ് ആവാനുള്ള തീരുമാനത്തിന്റെ ഭാഗമാണോ എന്ന് അറിയില്ല. പാലയിലേക്ക് വരുന്നുണ്ട്. പാലയിൽ പക്ഷേ അതിന്റെ ഈ പറയുന്ന പോലെ അഗ്രസീവായ അതിന്റെ പരമാവധിയിലേക്ക് പോകാനായിരിക്കണം പ്ലാൻ. എസ്കേൻ, ഇവിടെ വെള്ളാപ്പള്ളി നടേശൻ LDF അധികാരത്തിലേക്ക് വരും എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ പ്രീതി നടേശൻ പറയുന്നത് 110 സീറ്റും ND അധികാരത്തിലേക്ക് വരുമെന്നാണ്. തുഷാർ വെള്ളാപ്പള്ളിയും പറയുന്നത് അങ്ങനെ 100-ലധികം സീറ്റുകളും ND അധികാരത്തിലേക്ക് വരുമെന്നാണ്. അപ്പം നമുക്കെന്തോ അറിയാത്ത, എവിടെയോ അറിയാത്തൊരു NDA തരംഗം ഇവിടെ ഉണ്ടോ? പ്രധാനമന്ത്രിക്ക് അടക്കം അറിയാവുന്ന ഒരു NDA തരംഗം കേരളത്തിലുണ്ടോ എന്നുള്ള കാര്യം എന്തായാലും വോട്ടുണ്ടുമ്പോൾ ജനം തീരുമാനിക്കട്ടെ. പക്ഷേ ഇവിടെ BJP എവിടെയാണ് സ്കേൻ? ഇവിടെ BJP അവരുടെ ഒരു 4-5 അവർ ജയിക്കുമെന്ന് ഉറപ്പിക്കുന്ന 4-5 സീറ്റിൽ എന്താണ് അത്യാവശ്യം എന്നാൽ കട്ടയ്ക്ക് പണമിറക്കി പണിയെടുക്കുന്നു എന്നതിനപ്പുറം 2 സീറ്റേ പറഞ്ഞുള്ളൂ. തൃശ്ശൂരും പാലക്കാടും അത്രേ ഉള്ളൂ. എടുത്തു പറഞ്ഞു മുന്നേറ്റം ഉണ്ടെന്ന് പറഞ്ഞു. എടുത്തു പറഞ്ഞു. എസ്കേൻ എന്ന് പറഞ്ഞാൽ ബാക്കി സീറ്റ് അവർ മുന്നോട്ട് പോകുന്ന ഒരു നറേറ്റീവ് എന്താണ്? കേരളത്തിന്റെ ഇലക്ഷൻ ചർച്ചയിൽ BJP എവിടെയാണ്? അവർ കൊണ്ടുവരുന്ന എന്ത് ചർച്ച കൊണ്ടുവന്നു? അല്ലെങ്കിൽ ഇടതുപക്ഷവും വലതുപക്ഷവും അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടുമ്പോൾ അതിൽ മൂന്നാം കക്ഷിയായി നിൽക്കേണ്ട അവരുടെ പ്രതികരണം എവിടെയും കാണുന്നില്ല. അവരുടെ സ്ഥാനാർത്ഥികളുടെ കാര്യമായ പ്രതികരണം എവിടെയും കാണുന്നില്ല. ബാക്കി നമ്മൾ നേരത്തെയൊക്കെ പറയുന്ന പോലെ തൃപ്പൂണിത്തുറയിലടക്കം കോന്നിയിലും റാന്നിയിലും അടക്കം അവർക്ക് കോർവോട്ടുള്ള സ്ഥലങ്ങളിൽ ആ വോട്ട് ഈ കേരളത്തിൽ ഇപ്പോൾ പ്രധാനപ്പെട്ട ചർച്ച എന്താണ്? ഈ പറയുന്ന BJP സീരിയസ് ആയി മത്സരിക്കാത്ത ബാക്കി മണ്ഡലങ്ങളിൽ BJP വോട്ട് എങ്ങോട്ട് പോകും എന്നാണ് അവരുടെ ചർച്ച. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇന്ന് നമ്മൾ ഈ പറയുന്ന പ്രധാനമന്ത്രി ശബരിമല വിഷയം ഉന്നയിക്കുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇന്നിപ്പോൾ പ്രധാനമന്ത്രി അത് ഉന്നയിക്കുന്നുണ്ട്. LDF-ഉം UDF-ഉം ക്ഷേത്രക്കൊള്ളക്കാരാണ് എന്നാണ് അതവർ നേരത്തെ ഉള്ള നറേറ്റീവായിരുന്നു. എപ്പോഴായിരുന്നു ഈ പറഞ്ഞ ശബരിമല കുടിമര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട UDF ഭരണസമിതി കൂടി ആരോപണത്തിൽ നിന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ BJP ഇവിടെ അവരുടെ പ്രതിഷേധത്തിൽ അഗ്രസീവായത്. ആ സമയത്തും നറേറ്റീവായിരുന്നു. ആ കേസൊക്കെ ഇല്ലാതായി. പക്ഷേ അതേ എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പറയാൻ കഴിയുള്ളൂ. മാത്രം ആ വിഷയത്തിൽ LDF-നെ മാത്രം കുറ്റപ്പെടുത്തിയാൽ ആ വോട്ട് UDF-നായിരിക്കുമെന്ന് മറ്റാരേക്കാൾ നന്നായിട്ട് അറിയാവുന്ന പ്രധാനമന്ത്രി
പ്രധാനമന്ത്രിക്കാണ്. ഇപ്പൊ എന്തായാലും ശബരിമല കൂടി BJP ഇലക്ഷനിൽ കൊണ്ടുവരും. ഓക്കെ, ഗോപികൃഷ്ണൻ അല്ല ദിലീപ് കുമാർ എന്താ പറയാനുണ്ട്? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഓഡിയോ ബ്രിഡ്ജ് എന്നുള്ളത് അധികം ആൾക്കാർക്ക്, പക്ഷേ ഇത് പുതിയ തലമുറയിൽ വളരെയധികം പ്രചാരത്തിലെത്തുന്ന ഒന്നാണ് ഓഡിയോ ബ്രിഡ്ജ് എന്നാണ് BJP നേതാക്കൾ അവകാശപ്പെടുന്നത്. അത് പ്രചാരണത്തിൻ്റെ കാര്യത്തിൽ BJPയെ കണ്ടുപഠിക്കണം നമ്മുടെ ഈ നേതാക്കൾ, മറ്റു പാർട്ടികളുടെ നേതാക്കൾ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ചില സംസ്ഥാനങ്ങളിൽ ആ തന്ത്രം പരാജയപ്പെട്ടിട്ടുണ്ടാകാം. പക്ഷേ എങ്കിൽ പോലും BJPയുടെ ഇപ്പോഴത്തെ വളർച്ചയിൽ ഒരു വലിയ കാര്യമായ സംഭാവന ചെയ്യുന്നത് ഈ നവമാധ്യമങ്ങളുടെ ഉപയോഗം, അത് BJPയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമൊക്കെ ഫലപ്രദമായി ഉപയോഗിക്കുന്നു എന്നതാണ്. നേരത്തെ നരേന്ദ്രമോദി 2014 മത്സരിക്കുമ്പോൾ നമുക്കറിയാവുന്ന ചായ് പേ ചർച്ച എന്ന് പറഞ്ഞായിരുന്നു, അതായത് ചായക്കൊപ്പം ചർച്ച എന്ന നിലയിൽ വിവിധ കൂട്ടായ്മകൾ രൂപീകരിച്ച് അവിടെ ഈ രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുക, നരേന്ദ്രമോദിയും BJPയും മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ വിശ്വാസത്തെക്കുറിച്ച് അവരുടെ നയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുക. ആ നിലയിൽ ഉണ്ടായ ചായ് പേ ചർച്ചയും ആദ്യം പരിഹസിച്ചവരും അതിനെ അവഗണിച്ചവരുമാണ് ഈ മറ്റ് പ്രതിപക്ഷത്തുള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെ, അന്നത്തെ ഭരണപക്ഷമായിരുന്ന പാർട്ടികൾ. അത് പിന്നീട് എങ്ങനെ മാറി എന്നുള്ളത് 2009 നരേന്ദ്രമോദി 2014 മോദി അധികാരത്തിലെത്തുന്നു. അതിനു മുമ്പുള്ള ആ ഭരണപക്ഷവും അതോടൊപ്പം മറ്റു പാർട്ടികളുമൊക്കെ അതിനെ തീർത്തും അവഗണിച്ചിരുന്നു. ഈ മിസ്ഡ് കോൾ മെമ്പർഷിപ്പ് എന്നുള്ള BJPയുടെ അതിനെയും എത്രയോ പുച്ഛത്തോടു കൂടിയാണ് പല രാഷ്ട്രീയ പാർട്ടികളും കണ്ടിട്ടുള്ളത്. കാരണം കേഡർ സംവിധാനത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ, CPIMൽ പ്രവർത്തിക്കണമെങ്കിൽ ആദ്യം അയാൾ ഒരു പ്രവർത്തകനായിരിക്കണം, പിന്നീട് അയാൾ ഗ്രൂപ്പ് മെമ്പർ ആവണം, പിന്നെ അയാൾ ഇത് പാർട്ടിയിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് അതിൻ്റെ കഴിവ് തെളിയിച്ച് കാൻഡിഡേറ്റ് മെമ്പർ ആകണം. കാൻഡിഡേറ്റ് മെമ്പർ ആയതിനു ശേഷമാണ് ഒരു CPIMൻ്റെ മെമ്പറാവുക ഒരാളെ സംബന്ധിച്ച്. അപ്പോൾ ഈ കടമ്പകളൊക്കെ കടന്നു വരണം. പക്ഷേ BJPയിൽ നോക്കൂ, ഒരു മിസ് കോൾ അടിച്ചാൽ അപ്പോൾ തന്നെ നിങ്ങളുടെ അംഗത്വം, നിങ്ങൾ BJPയിൽ അംഗമായിരിക്കുന്നു എന്ന കാർഡ് എത്തുകയാണ്. അതുപോലെയാണ് ഇന്നിപ്പോൾ പ്രധാനമന്ത്രി, അതെ, പരീക്ഷാ പേ ചർച്ച, അത് പ്രധാനമന്ത്രി തന്നെ നടത്തുന്നതാണ്, ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതിന് ഇന്നിപ്പോൾ പ്രധാനമന്ത്രി തന്നെ നടത്തിയതാണ്. ഇത് തന്നെ ഇങ്ങനെ ഒരു ചർച്ച 4.5 ലക്ഷത്തോളം പേരിൽ കേരളത്തിൽ എത്തിയെന്നാണ് BJP നേതൃത്വം അവകാശപ്പെടുന്നത്. അതിൻ്റെ കണക്കോ അല്ലെങ്കിൽ അവരുടെ അവകാശവാദം ശരിയോ തെറ്റോ എന്ന് പരിശോധിക്കുകയല്ല, പക്ഷേ അത്രയധികം ആളിലേക്ക് അത് കുറേ പേരിലെങ്കിലും എത്തിയിട്ടുണ്ട്. കുറച്ചധികം ആൾക്കാർ ഇതിൽ ചോദ്യം ചോദിക്കാനും ഉണ്ടായിരുന്നു. SKN അവരോട് നേരത്തെ അവർ പറഞ്ഞതാണോ അതോ അവർ അപ്പോൾ തന്നെ ലൈവായി ചോദിച്ചതാണോ അല്ല, അറിയില്ല. പക്ഷേ ചോദ്യം ചോദിക്കാനുണ്ടായിരുന്നു. പലരും ഹിന്ദിയിൽ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അതിന് പ്രധാനമന്ത്രി മറുപടി പറയുന്നുണ്ടായിരുന്നു. ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയടക്കമുള്ള വിഷയങ്ങൾ, കേരളത്തിലെ വിഷയങ്ങളെല്ലാം ഈ ചോദ്യങ്ങൾക്കൊക്കെ പല സ്ഥലങ്ങളിലും BJPയുടെ പ്രവർത്തകരാണ്, അവരുടെ വീട്ടുകാരൊക്കെ ഞാൻ അതിനിടയ്ക്ക് യാദൃച്ഛികമാവുന്ന ഇതൊന്ന് അല്പസമയം കേട്ടു. അപ്പോൾ കൊണ്ടോട്ടിയിൽ നിന്ന് എൻ്റെ പേരുള്ള ഒരു BJP പ്രവർത്തകനാണ് ദിലീപ് കുമാർ എന്ന BJP പ്രവർത്തകൻ. അദ്ദേഹം അതെ, കൊണ്ടോട്ടിയിൽ. അപ്പോൾ അദ്ദേഹം പറയുന്നു, ഞാനിവിടെ അച്ഛനും അമ്മയ്ക്കും ഒപ്പം ഇരുന്നാണ് ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ ഗംഭീരമാണ്, സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ആ പ്രധാനമന്ത്രി ആദ്യം തന്നെ ദിലീപ് ജി അച്ഛനും അമ്മയ്ക്കും ഒരു പ്രണാമം എന്നുള്ള നിലയിലാണ്. അപ്പോഴേ തന്നെ വീട്ടുകാരെ ഫ്ലാറ്റ് ആക്കി. അതെ, ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു ആ നിലയിലുള്ള ഒരു പ്രചാരണ തന്ത്രമാണ്. അത് പ്രധാനമന്ത്രി ഡൽഹിയിൽ ഇരുത്താൽ മതി, സാധാരണ ആളുകളിലേക്ക് എത്തി എന്നുള്ളതാണ്. ഈ പുതിയ സാങ്കേതിക സൗകര്യങ്ങൾ, ഓഡിയോ ബ്രിഡ്ജ്, പുതിയ സാങ്കേതിക സൗകര്യങ്ങൾ, അതായത് നവമാധ്യമങ്ങൾ ഉപയോഗിച്ച് BJP എന്ന പാർട്ടി ഈ രാജ്യത്ത് വേരോട്ടം ഉണ്ടാക്കിയതിനെ കുറിച്ച് ദിലീപ് കുമാർ പറഞ്ഞു. അതിന്റെ നല്ല വശങ്ങളെ കുറിച്ച് ദിലീപ് പറഞ്ഞു. പക്ഷേ കേരളത്തിലെ ഈ രാജ്യത്തിന്റെ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് അതിന്റെ ആ ഭൂമികയിൽ വലിയൊരു ഡിവൈഡ് ഉണ്ടാക്കിക്കൊണ്ട് ഒരു വലിയ തന്ത്രം, ഒരു സ്ട്രാറ്റജി പയറ്റുകയായിരുന്നു BJP ഇതിലൂടെ എന്നതാണ് എൻ്റെ നിരീക്ഷണം. കാരണം BJP അവരുടെ വോട്ടർമാരായി കണ്ടിരുന്നത്, അല്ലെങ്കിൽ അവരുടെ വോട്ട് ബേസ് ഉണ്ടാക്കാൻ ശ്രമിച്ചത് നഗര കേന്ദ്രീകൃതമായി ടെക്കികൾ അടക്കമുള്ള ആ വരേണ്യ വിഭാഗത്തെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ വിഭാഗത്തെ കൂടുതലായി തങ്ങളിലേക്ക് അടുപ്പിക്കുക എന്ന ഒരു തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള തന്ത്രമായിരുന്നു BJP പയറ്റിയത്. അതിന്റെ ഭാഗമായി വലിയ അന്തരം, ഗ്രാമ നഗര അന്തരം ഉണ്ടാവുകയും BJPക്ക് നഗര കേന്ദ്രീകൃതമായ വോട്ടുകൾ കൂടുതലായി BJPയിലേക്ക് വരികയും അത് ഒരു പരമ്പരാഗത യാഥാസ്ഥിതിക രാഷ്ട്രീയക്കാരനേക്കാൾ കൂടുതൽ ഒരു ടെക്നോക്രാറ്റ് സ്വഭാവത്തിൽ, ഇപ്പം നരേന്ദ്രമോദിയെ തന്നെ അങ്ങനെ ഒരു വലിയ വികസനം കൊണ്ടുവന്ന ഒരു പ്രധാനമന്ത്രിയായിട്ടും അതേ ഒരു ടെക്നോക്രാറ്റ് ആയിട്ടുമൊക്കെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലേക്ക് എടുത്തപ്പോൾ ജയശങ്കറിനൊക്കെ അദ്ദേഹം നൽകിയിട്ടുള്ള യോഗ്യത തന്നെ ആ തരത്തിലാണ് പരിഗണിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ആ തരത്തിലൊരു ഡിവൈഡ് ഈ വോട്ടർമാർക്കിടയിൽ ഉണ്ടാക്കും. BJP വളരെ തന്ത്രപരമായി അവരുടെ ഇലക്ഷൻ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടാണ്. നമ്മൾ ഒരു കാര്യം മറക്കാതെ പോരുത്, അതായത് ഇപ്പോൾ നമ്മുടെ ഫോൺ പേ അല്ലെങ്കിൽ നമ്മുടെ ഗൂഗിൾ പേ, അപ്പോൾ ഇങ്ങനെയുള്ള സംഭവമൊക്കെ ലോക്സഭയിലൊക്കെ അവതരിപ്പിച്ചപ്പോൾ, പാർലമെന്റിലൊക്കെ വന്നപ്പോൾ ചിദംബരം ഉൾപ്പെടെ ഇരുന്ന ആൾക്കാർ ചിരിച്ചു. നാട്ടിൻപുറത്തെ സാധാരണ മീൻ കച്ചവടക്കാരനും മത്സ്യത്തൊഴിലാളിയും ഒക്കെ ഇത് ഉപയോഗിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ പിൽക്കാലത്ത് അതൊന്നുമല്ല, സത്യം തെളിഞ്ഞു.
അപ്പൊ ഇതൊരു വരണ്യവർഗത്തെ മാത്രമാണ് അഡ്രസ് ചെയ്യുന്നത് എന്ന് പറയാൻ പറ്റും. അല്ല എസ് കെ, ഞാൻ പറഞ്ഞത് മിസ് കോൾ അടിച്ച് മെമ്പർഷിപ്പ് എടുക്കുന്ന കാര്യം ഉൾപ്പെടെയാണ് ദിലീപ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അത് അഡ്രസ് ചെയ്തിരുന്നത് എവിടെയെങ്കിലും ഉണ്ടോ എന്നാണ് ദിലീപ് കുമാർ അത്ഭുതപ്പെട്ടത്. അതെ, അല്ല ഞാൻ പറഞ്ഞത് അത് മാത്രമല്ല, ഈ വരേണ്യവർഗം മാത്രമല്ല, ഈ സാധാരണക്കാരെ, ഉത്തരേന്ത്യയിലുള്ള ഗ്രാമങ്ങളിലുള്ള സാധാരണക്കാർക്കൊക്കെ ലക്ഷ്യമിട്ട് അവരിലേക്ക് ഈ സന്ദേശം എത്തിക്കുന്നതിനും അങ്ങനെയുള്ള ഈ ഗ്രാമീണരായിട്ടുള്ള ഗ്രാമതലങ്ങളിലുള്ള പ്രഗത്ഭരെ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവരുടെ വിജയഗാഥകളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്ത് എന്നുള്ള പരിപാടി, അതിന് ഈ എന്തൊക്കെ പറഞ്ഞാലും അത് കേൾക്കുന്നതിന് വേണ്ടി ഒരു സമൂഹത്തെ, അത് ഒരുപക്ഷെ അവരുടെ RSSന്റെ കേരളത്തിൽ അല്ല, അതുണ്ട് ഞാൻ പറഞ്ഞ ദേശീയ സംസ്ഥാനമാണ് കേരളം. എനിക്ക് തോന്നുന്നത് ഗോപി അത് ഒരു അമേരിക്കൻ ഒരു കൾച്ചറാണ്. അവിടെ ഇങ്ങനെ പ്രതിവാരം അവിടുത്തെ അമേരിക്കൻ പ്രസിഡന്റ് റേഡിയോയിൽ സംസാരിക്കാറുണ്ട്. അപ്പൊ അത് കണ്ടായിരിക്കും ഒരു പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രിയും ആ വഴി തിരിഞ്ഞെന്ന് തോന്നുന്നു. അശ്വതിക്ക് എന്താ പറയാനുള്ളത്? ഇതിന്റെ ബാക്കി കൂടി ഒറ്റ ഓഡിയോ ബ്രിഡ്ജ് എന്നതിലൂടെ അദ്ദേഹം ഏത് സംവിധാനം ഉപയോഗിച്ച് പറഞ്ഞു എന്നതിനേക്കാൾ കൂടുതൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇവിടുത്തെ വോട്ടർമാർക്കിടയിൽ പാലമായി മാറ്റാൻ BJPക്ക് കഴിയുമോ എന്നുള്ളതാണല്ലോ നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നം. അദ്ദേഹം ദിലീപ് നേരത്തെ സൂചിപ്പിച്ച, ഹാഷ്മി നേരത്തെ പറഞ്ഞതുപോലെയും ഈ പ്രധാനമന്ത്രി ഇവിടെ വന്ന് നടത്തിയപ്പോൾ ഉള്ള പ്രസംഗത്തിൽ പറഞ്ഞതിനേക്കാൾ കൂടുതൽ രൂക്ഷമായി ഈ തെരഞ്ഞെടുപ്പ് ശബരിമല അടക്കമുള്ള കാര്യങ്ങൾ പരാമർശിച്ചിരിക്കുന്നു. മാത്രമല്ല FCR വലിയൊരു പ്രശ്നമായി ഇവിടുത്തെ BJPക്ക് തിരിച്ചടി ഉണ്ടാക്കുന്ന തരത്തിലേക്ക് ചർച്ചയാകുന്ന ഘട്ടത്തിൽ അദ്ദേഹം കൃത്യമായ ചില ഭാഗങ്ങൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ഓരോ കാര്യകർത്താക്കളും ഓരോ മോദിമാരായി മാറിക്കൊണ്ട് 24 hours പ്രവർത്തന രംഗത്തുണ്ടാകണം. പക്ഷെ ഉന്നയിക്കേണ്ട വിഷയങ്ങൾ ഇതൊക്കെയാണ് എന്ന് പ്രധാനമന്ത്രി പറയുന്നത് ഇപ്പോഴാണ്, ഈ ഓഡിയോ ബ്രിഡ്ജിലൂടെയാണ് എന്നത് ശ്രദ്ധിക്കേണ്ട. ഇതിപ്പോൾ BJPയുടെ NDAയുടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഏതെങ്കിലും ഒരു പാർട്ടി എന്നത് മാത്രം കണ്ടാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. SKN ഇപ്പോൾ ഇതിൽ തന്നെ ചോദ്യങ്ങൾ ചോദിക്കാൻ അവസരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അതുപോലും സെലക്ടഡ് ആളുകളായിരുന്നു, മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു തിരക്കഥ നരേന്ദ്രമോദിയും മറ്റുള്ളവരും അത് ആ പടി തുടർന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതിൽ ഏറ്റവും പ്രധാനമായി നരേന്ദ്രമോദി ഇന്ന് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാചകം, 5 വർഷത്തെ പദ്ധതികൾക്കായുള്ള രൂപരേഖ തയ്യാറാക്കിക്കോളൂ എന്ന് പ്രവർത്തകരോട് പറയുകയാണ് പ്രധാനമന്ത്രി. അതായത് അവർ ഭരണത്തിൽ വരാൻ പോകുന്നു എന്ന് വലിയ ആത്മവിശ്വാസമുണ്ട്. ഇതിനു മുൻപ് നമ്മൾ ഇതുപോലൊരു രൂപരേഖയെ കുറിച്ച് കേട്ടിരുന്നു, തിരുവനന്തപുരത്ത് ഒരു ബ്ലൂ പ്രിന്റ്. ഇന്നും അത് തിരക്കി നടക്കുകയാണ്. നമ്മൾ തിരുവനന്തപുരത്തെ ബ്ലൂ പ്രിന്റ് തിരക്കി നടക്കുന്ന ആളുകളോടാണ് 5 വർഷത്തെ കേരളത്തിലേക്കുള്ള രൂപരേഖ തയ്യാറാക്കിക്കൊള്ളാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത്. അപ്പോൾ ഇവരെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ എന്താകും എന്നുള്ളത് തിരുവനന്തപുരം നമ്മുടെ മുന്നിലുണ്ട്, തൃശ്ശൂരിൽ ഒരു ജനപ്രതിനിധിയുണ്ട്, അത് നമ്മുടെ മുന്നിലുണ്ട്. മാത്രമല്ല SKN, ഞാൻ ആലോചിക്കുന്നത് മാറാത്തത് മാറും എന്നുള്ളതാണ് BJPയുടെ ഈ തെരഞ്ഞെടുപ്പിന്റെ ടാഗ് ലൈൻ എന്നുള്ളത്. എന്ത് മാറും എന്നുള്ളതാണ് ഇവർ കേരളത്തോട് പറയുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാത്തത്. ഇപ്പോൾ വർഗീയ കലാപമില്ലാത്ത കേരളം എന്നതിനെ മാറ്റും എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അതോ ചേരികൾ കെട്ടിമറക്കേണ്ടി വരാത്ത കേരളം എന്നതിനെ മാറ്റും എന്നാണോ ഇവർ പറയുന്നത്? മനുഷ്യനെ മതത്തിന്റെ പേരിൽ തമ്മിലടിപ്പിക്കാത്ത നാട് എന്നതിനെ മാറ്റും എന്നാണ് ഇവർ പറയുന്നത് എന്നുള്ളത് മനസ്സിലാകുന്നില്ല. സാധാരണ നിലയിൽ BJPയുടെ ഒരു ഐഡിയോളജി പരമായി ഇതൊക്കെയാണല്ലോ ഇവർ നടത്തിക്കൊണ്ടുവരുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതിനെയൊക്കെ മാറ്റും എന്നുള്ളതാണോ BJP പറയുന്നത് എന്നത് മനസ്സിലാകുന്നില്ല. പിന്നെ തിരുവനന്തപുരത്തെ ബ്ലൂ പ്രിന്റ് തിരിയുന്ന ആളുകളോടാണ് കേരളത്തിന്റെ ബ്ലൂ പ്രിന്റ് തയ്യാറാക്കിക്കൊള്ളാൻ ഇവർ പറയുന്നത്. നേരത്തെ ദിലീപ് പറഞ്ഞു ഇവിടെ BJP ഡിജിറ്റൽ ഇതിനെപ്പറ്റി പറഞ്ഞായിരുന്നല്ലോ. അതുപോലെ തന്നെയാണ് കഴിഞ്ഞ 10-15 വർഷം രാജ്യത്ത് പ്രവഹിച്ച വ്യാജ വാർത്തകളുടെ എണ്ണം കൂടെ എടുത്തു നോക്കി നമ്മൾ ഞെട്ടിപ്പോകുന്ന വ്യാജ വാർത്തകൾ. ഒരു ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. 2017 UP തെരഞ്ഞെടുപ്പ് സമയത്ത് അമിത്ഷാ അവിടെ ഈ പറഞ്ഞ BJP പ്രവർത്തകരോട് സംസാരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, നമ്മൾ UP ഇലക്ഷൻ സമയത്ത് 2 വലിയ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. ഒന്നിൽ 15 ലക്ഷം ആളുകൾ, ഒന്നിൽ 16 ലക്ഷം ആളുകൾ. അങ്ങനെ ഏത് വാർത്ത നമുക്ക് താഴേക്ക് എത്തിക്കാൻ കഴിയും. അതിൽ ഒരാൾ ഒരു ദിവസം വിട്ടു എന്ന് പറഞ്ഞാൽ തമാശ പറയുന്നതാണ്, ഒരാൾ ഒരു ദിവസം വിട്ടു, അഖിലേഷ് യാദവ് മുലായം സിംഗ് യാദവിനെ അടിച്ചു എന്നിട്ട് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. സംഭവം നമുക്ക് 2 600 കിലോമീറ്റർ അകലെയാണ്. പക്ഷേ ആ വാർത്ത താഴെ തൊട്ട് ഭയങ്കരമായിട്ട് എത്തി, അത് വൈറലായി. അതൊന്നും ചെയ്യരുത് കേട്ടോ എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടിയും ഏത് രീതിയിൽ ഈ പറയുന്ന ഡിജിറ്റൽ സംവിധാനത്തെ വ്യാജങ്ങൾക്കായി ആരൊക്കെ ഉപയോഗിച്ചു എന്നതിന്റെ കൂടി ചരിത്ര പുസ്തകമാണ് കഴിഞ്ഞ 15 വർഷം. അതോടെ പറയാൻ പറ്റുമോ? ഇതിലൂടെ പറയാൻ പറ്റുമോ? അത്തരം കാര്യങ്ങളെല്ലാം കേരളത്തിലടക്കം വ്യാജ വാർത്തകൾ ധാരാളമായി വരാറുണ്ട്. ഈ ഡിജിറ്റൽ കാലത്ത് വ്യാജ വാർത്തകൾ അത് ചെക്ക് ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങളൊക്കെ നോക്കാറുണ്ട്. പക്ഷെ വ്യാജ വാർത്തകൾ ഇപ്പോഴും ധാരാളമായി. അസിത പറഞ്ഞിരുന്നു BJP അവരുടെ ഐഡിയോളജിക്കൽ, അതായത് ഈ വർഗീയ കലാപമാണോ? ഞാൻ ഏതായാലും എനിക്ക് അവരുടെ നേതാക്കളുടെ പ്രസംഗങ്ങളിൽ നിന്ന് മനസ്സിലായ ചില കാര്യങ്ങളാണ്. അത് രാജീവ് ചന്ദ്രശേഖർ അടക്കം ആവർത്തിക്കുന്ന ഒരു കാര്യമാണ്. BJP എന്നത് വികസന അജണ്ട ആണ്. അവർ ഈ മാറാത്തത് മാറും എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ആശുപത്രികളുടെ ശോച്യാവസ്ഥ അത് മാറും എന്നതാണ്. കേരളത്തിലെ അഴിമതി അത് അത്തരം കാര്യങ്ങൾ മാറ്റും എന്നതാണ്. PSC പരീക്ഷയിലെ സുതാര്യത അത്തരം കാര്യങ്ങൾ മാറ്റം കൊണ്ടുവരുമെന്നാണ്. അങ്ങനെ BJP പറയുന്നത് ഒരു വികസന നയമാണ്. കഴിഞ്ഞ ദിവസവും ഈ കാര്യത്തിലൊക്കെ ഒരു വലിയ ചർച്ച നടന്നതാണ് BJPക്ക് എന്നാണ് ഞാനത് അപ്പോഴും പറഞ്ഞതാണ്. കാരണം BJP എത്രയോ കാലമായിട്ട് വികസനമാണ് അവർ ഈ രാമക്ഷേത്രം എന്നുള്ള അജണ്ടയൊക്കെ അതൊക്കെ എത്രയോ നേരത്തെ അവർ ഒരു
അധികാരത്തിലേക്ക് എത്തും എന്ന് തോന്നിയപ്പോൾ തന്നെ ആ അജണ്ട മാറ്റിവെച്ചിട്ട് 2004 SKN ഓർമ്മയുണ്ടല്ലോ, അന്നത്തെ BJPയുടെ മുദ്രാവാക്യം തന്നെ അവർ പരാജയപ്പെടാനിടയായ മുദ്രാവാക്യമാണ്. രാമക്ഷേത്ര നിർമ്മാണം മാറ്റിവെച്ചിട്ട് തെരഞ്ഞെടുപ്പിൽ അന്ന് വാജ്പേയിയുടെ നേതൃത്വത്തിൽ 2004 മത്സരിക്കുമ്പോൾ പ്രമോദ് മഹാജൻ എന്ന BJPയുടെ നേതൃനിരയിലുണ്ട്. ഇന്ത്യ തിളങ്ങുന്നു, ഇന്ത്യ ഷൈനിങ് എന്ന ആ ക്യാമ്പയിൻ അന്ന് അവരുടെ മുദ്രാവാക്യം അതായിരുന്നു. അവരുടെ പരാജയത്തിനും കാരണമായി പിന്നീട് ചൂണ്ടിക്കാട്ടിയത് അതാണ്. ഓക്കെ, അപ്പോൾ നമ്മളിനി അടുത്ത പശ്ചിമേഷ്യയിൽ എന്ത് സംഭവിക്കുന്നു എന്ന് നമ്മൾ വിലയിരുത്തുന്നത് അറിയാൻ ഒരുപാട് പ്രേക്ഷകർ കാത്തിരിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. ഇവിടെ മാത്രമല്ല, വിദേശ നാടുകളിൽ നമ്മുടെ പ്രവാസികളൊക്കെ തന്നെ ഇതിൽ നമ്മുടെ നിലപാടുകൾ എന്താണ് എന്നറിയാനും അവർ ആഗ്രഹിക്കുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അമേരിക്കയ്ക്ക് ഇന്ന് മുന്നറിയിപ്പുമായി ഇറാൻ വന്നു. കരയുദ്ധത്തിന് വന്നാൽ ശത്രു സേനയിൽ ആരും ബാക്കി ഉണ്ടാകില്ല എന്നാണ് ഇറാന്റെ കരസേനാ മേധാവി അമീർ ഖത്താമി എന്ന് പറഞ്ഞത്. ഇറാൻ ദേശീയ മാധ്യമമായ IRIB-യോടാണ് അദ്ദേഹം അങ്ങനെ പ്രതികരിച്ചത്. പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ വിജയപ്രഖ്യാപനവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വന്നതും ഇന്ന് പ്രധാനപ്പെട്ട കാര്യമായി. ഇന്ന് രാവിലെ 6:30 മണിക്ക് ഇന്ത്യൻ സമയം അദ്ദേഹം നടത്തിയ പ്രക്ഷേപണത്തിലാണ് അദ്ദേഹം ഈ കാര്യം പറഞ്ഞത്. ഇറാനെ തിരികെ ശിലായുഗത്തിലേക്ക് പറഞ്ഞയക്കും എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മുന്നറിയിപ്പ്. എന്നാൽ സൈനിക നടപടി എന്ന് അവസാനിക്കുമെന്നതിൽ അവ്യക്തത തുടരുകയാണ്. അമേരിക്കൻ മധു കൊട്ടാരക്കര ചേരുന്നു. മധു കൊട്ടാരക്കര, ഗുഡ് ഈവനിങ്. മധു, ഈ അദ്ദേഹം പറഞ്ഞത് ശിലായുഗത്തിലേക്ക് ഇറാനെ അയച്ചു എന്നല്ലേ, പാസൻസിലല്ലേ അദ്ദേഹം പറഞ്ഞത്? അത് രണ്ട് രീതിയിലുമുള്ള വ്യാഖ്യാനം വരുന്നുണ്ട്. അതായത് ശിലായുഗത്തിലേക്ക് അയക്കുവാൻ അമേരിക്കയ്ക്ക് പ്രാപ്തിയുണ്ടെന്നും എന്നുള്ള രീതിയിലാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു പോസ്റ്റ് വന്നത്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ കരയുദ്ധം എന്ന് പറയുന്നത് ആദ്യം മുതൽക്ക് തന്നെ പെന്റഗണും അതുപോലെ തന്നെ മാർക്കോ റൂബിയോ ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ ആഴ്ച പൂർണ്ണമായിട്ട് തള്ളിക്കളഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. അമേരിക്കയ്ക്ക് ഒരു ദീർഘനാൾ ഒരു കരയുദ്ധം പശ്ചിമേഷ്യ പോലുള്ള ഒരു ഭൂപ്രകൃതിയിൽ ചെയ്യാൻ സാധിക്കത്തില്ല. ബൂട്ട്സ് ഓൺ ഗ്രൗണ്ട്, അതായത് പാരാമിലിറ്ററി ട്രൂപ്പുകൾ ഏതെങ്കിലും ഒരു പ്രത്യേക മിലിറ്ററി റെയ്ഡിന്റെ ഭാഗമായിട്ട് കരയിൽ ഇറങ്ങുമെന്നുള്ളതിൽ യാതൊരു സംശയം വേണ്ട. അതിലേക്കാണ് അമേരിക്കൻ സൈന്യം പോകുന്നതെന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. പക്ഷേ ഇന്നലത്തെ ഡൊണാൾഡ് ട്രംപിന്റെ പ്രസംഗം അമേരിക്കൻ ജനത പ്രതീക്ഷിച്ചൊന്നല്ല. സാധാരണ രീതിയിൽ US പ്രസിഡന്റുമാർ അമേരിക്കൻ ജനതയെ അഭിസംബോധന ചെയ്യുമ്പോൾ നിങ്ങൾ എന്തിന് ഈ യുദ്ധത്തിന് പോയി, അല്ലെങ്കിൽ എന്ത് നേടി, ഇനി എന്ത്, ഈ 3 ചോദ്യങ്ങൾക്കും വ്യക്തമായ ഒരു ഉത്തരം ഡൊണാൾഡ് ട്രംപ് നൽകിയിട്ടില്ല. കാരണം ഈ കഴിഞ്ഞ 30 ദിവസമായിട്ട് ഡൊണാൾഡ് ട്രംപ് സംസാരിച്ചുകൊണ്ടിരുന്നതിന്റെ ഒരു സംക്ഷിപ്ത രൂപം മാത്രമായിരുന്നു. എന്നാൽ പകൽ വന്നിരുന്ന ചില സൂചനകൾ, ഈ പ്രസംഗത്തിന്റെ ചില കരട് രൂപങ്ങൾ റോയിട്ടേഴ്സുമായിട്ട് സംസാരിച്ചതിന്റെ ഒക്കെ വെളിച്ചത്തിൽ ഈ 3 ചോദ്യങ്ങൾക്കും ഉത്തരം അമേരിക്കൻ ജനതയോട് ഡൊണാൾഡ് ട്രംപ് പറയുമെന്നായിരുന്നു. ബൈൻഡിങ് അപ്പ് എന്നുള്ളതിന്റെ കൃത്യമായ ഡേറ്റ് പറയുമെന്നായിരുന്നു. എന്നാൽ ഇതൊന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടില്ല. എന്നിരുന്നാൽ തന്നെയും ഒരു ഈ അവസാനിക്കുന്നതിന് മുന്നേ ഉള്ള ഒരു ആളിക്കത്തൽ എന്നുള്ള രീതിയിലുള്ള 2 ആഴ്ച കൊണ്ടുള്ള മിലിറ്ററി റെയ്ഡുകളോടുകൂടി ഇത് ഉപേക്ഷിക്കാനുള്ള സാധ്യതയാണ് കാണുന്നതെന്നാണ് വിലയിരുത്തലുകൾ വരുന്നത്. പക്ഷേ യുദ്ധം ഡൊണാൾഡ് ട്രംപോ അല്ലെങ്കിൽ ഇറാനോ ഇവരാരുമല്ല തീരുമാനിക്കുന്നത്. ഈ അദൃശ്യ ശക്തികളും അതുപോലെ തന്നെ ആയുധ ലോബിയുമാണ്. പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ സംഭവിച്ചിരിക്കുന്നത് ഇൻസൈഡ് ട്രേഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള വാർത്തകളാണ് വരുന്നത്. ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ട്രംപ് അഡ്മിനിസ്ട്രേഷനുമായി ബന്ധമുള്ള പല ആൾക്കാരും ഇൻസൈഡ് ട്രേഡിംഗ് നടത്തി അതിലൂടെ വലിയ കൊള്ളലാഭം ഉണ്ടാക്കി എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ ഡിഫൻസ് സെക്രട്ടറി പീറ്റ് ഹെഗ്സത്ത് സെനറ്റ് കമ്മിറ്റിയുടെ മുമ്പിലേക്ക് ഈ ആഴ്ച ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വരുമെന്നുള്ള റിപ്പോർട്ടും വരുന്നുണ്ട്. അവിടെ ശരിക്കും ഓരോ ചോദ്യത്തിനും ഉത്തരം പറയേണ്ടി വരും. മറ്റുള്ള രാജ്യങ്ങളിലെ പോലല്ല, നമുക്ക് തന്നെ ഇത് യൂട്യൂബിൽ കാണാൻ പറ്റും. ശരിക്കും ഒരു റോസ്റ്റിംഗ് ആയിരിക്കും. പ്രത്യേകിച്ച് മിനാബിലെ കുട്ടികളുടെ മരണത്തിന് പീറ്റ് ഹെഗ്സത്ത് അവിടെ മറുപടി പറയേണ്ടി വരും. അതുപോലെ തന്നെ ഇന്നലെ നമ്മളെല്ലാം പ്രതീക്ഷിച്ചതും റിപ്പോർട്ട് ചെയ്തതുമാണ് നേറ്റോയിൽ നിന്ന് അമേരിക്ക പിൻവാങ്ങും എന്നുള്ളൊരു പ്രസ്താവന, അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള ചില സൂചനകൾ ഡൊണാൾഡ് ട്രംപ് നൽകുമെന്ന്. അത് സംബന്ധിച്ച് ഒരു വാക്ക് പോലും ഡൊണാൾഡ് ട്രംപ് ഇന്നലത്തെ പ്രസംഗത്തിൽ പറഞ്ഞില്ല. കാരണം ഒരുപക്ഷെ ജോ ബൈഡൻ ഇറങ്ങും മുമ്പ് നേറ്റോയിൽ നിന്ന് അമേരിക്ക പിൻവാങ്ങണമെങ്കിൽ US കോൺഗ്രസിന്റെ അനുമതി വേണമെന്ന് ഒരു അമെന്റ്മെന്റ് എഴുതി ചേർത്തിരുന്നു. ഒരുപക്ഷെ അതായിരിക്കാം. തന്നെയുമല്ല, നേറ്റോ ജനറൽ സെക്രട്ടറി മാർക്കോ റൂട്ടോയുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ വ്യക്തിബന്ധം, അദ്ദേഹം അടുത്തയാഴ്ച മാർക്കോ റൂട്ടോ അമേരിക്ക സന്ദർശിക്കുന്നുണ്ട്. അതുകൊണ്ട് അവസാന നിമിഷം നടന്ന ചില ഇടപെടലുകളായിരിക്കാം. പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇന്നലെ സെക്യൂരിറ്റി കൗൺസിലിന്റെ UN സെക്യൂരിറ്റി കൗൺസിലിന്റെ ബഹ്റൈൻ കൊണ്ടുവന്ന ഒരു പ്രമേയം, അതായത് ഹോർമൂസ് കടലെടുക്കിന്റെ അധികാരം സംബന്ധിച്ച് അധികാരം പിടിച്ചെടുക്കുവാനായിട്ട് സായുധ സേനയെ ഉപയോഗിക്കാനായിട്ടുള്ള ഒരു പ്രമേയം കൊണ്ടുവന്നു. റഷ്യയും ചൈനയും കരട് രൂപത്തെ എതിർത്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് അത് പാസ്സാവുകയാണെങ്കിൽ ഹോർമൂസ് കടലെടുക്ക് സംബന്ധിച്ച് ഒരു വലിയ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, താങ്ക് യു. മധു കൊട്ടാരക്കരയാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ നമുക്കൊരു ഗോപികൃഷ്ണൻ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് അദ്ദേഹം ഒരു 2 ആഴ്ച കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി കലാശക്കൊട്ട് എല്ലാം കൂടെ നമ്മുടെ ഈ നമ്മൾ ചില അമ്പലങ്ങളിലെ കമ്പം നടത്തില്ലേ, ലാസ്റ്റ് വരുന്ന സാധനം വാരിയിട്ട് കത്തിക്കുന്നു.
അപ്പോൾ ഈ വാരിയിട്ട് കത്തിക്കാനുള്ള പരിപാടി പോലെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം പറയുന്ന പോലൊന്നും നടക്കില്ല എന്ന് നമുക്കറിയാം. മാത്രമല്ല ഇറാൻ പറഞ്ഞു അങ്ങനെയൊന്നും യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഐഡിയ ഒന്നുമില്ല എന്ന് പറഞ്ഞു. മാത്രമല്ല വെടിനിർത്തലൊന്നും ചർച്ച ചെയ്യുന്നുമില്ല എന്ന് പറഞ്ഞു. അവരിന്ന് കുറച്ചുകൂടെ ടഫായി രംഗത്ത് വന്നു. മാത്രമല്ല പറഞ്ഞ ഒരു ഡയലോഗ് എന്ന് പറഞ്ഞാൽ ഇറാന്റെ മണ്ണിലേക്ക് കരസേന വന്നാൽ ഒറ്റ ഒരെണ്ണത്തിനെ തിരിച്ചയക്കത്തില്ലെന്നാണ് പറഞ്ഞത്. അല്ല എസ് കെ, ഈ അങ്ങേയറ്റം നിരാശയാണ് യഥാർത്ഥത്തിൽ 20 മിനിറ്റ് നീണ്ട ഡൊണാൾഡ് ട്രംപിന്റെ പ്രസംഗം സാധാരണ കാഴ്ചക്കാർക്ക് സമ്മാനിച്ചത്. കാരണം ഒറ്റ കാര്യമായിരുന്നു എല്ലാവരും കാത്തിരുന്നത്, യുദ്ധം അവസാനിക്കുമോ, എങ്കിൽ എപ്പോൾ. അതിനൊരു വ്യക്തത വരുത്താൻ ഡൊണാൾഡ് ട്രംപിന് കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരുന്ന കാര്യങ്ങൾ വീണ്ടും ആവർത്തിച്ചു. മാത്രമല്ല ഇനി അങ്ങോട്ടും തുടർന്നും ശക്തമായ ഒരു ആക്രമണം ഉണ്ടാകുമെന്നുള്ള സൂചന കടക്കുന്നുണ്ട്. ഇറാനെ ശിലായുഗത്തിലേക്ക് അയക്കും എന്നതാണ് ഇനി വരുന്ന 2 ആഴ്ചയ്ക്കുള്ളിൽ. എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ കനത്ത ആക്രമണത്തിന് ട്രംപ് തയ്യാറെടുക്കുന്നു എന്നൊരു വ്യാഖ്യാനമാകാം. പക്ഷേ അമേരിക്കൻ ജനതയ്ക്കും ലോക ജനതയ്ക്കും അറിയേണ്ടിയിരുന്നത് എന്താണ് ഇനി അമേരിക്കയുടെ അടുത്ത നീക്കം, സമാധാനത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു നീക്കത്തിലേക്ക് ഡൊണാൾഡ് ട്രംപ് കടക്കുമോ എന്നാണ്. അങ്ങനെ കാത്തിരുന്നവരെ അങ്ങേയറ്റം നിരാശപ്പെടുത്തി ഡൊണാൾഡ് ട്രംപിന്റെ 20 മിനിറ്റ് നീണ്ട പ്രസംഗം. താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇറാൻ വളരെ ശക്തമായ ഭാഷയിലാണ് ഇറാന്റെ സൈനിക വക്താവ് ഈ കാര്യത്തോട് പ്രതികരിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ രാഷ്ട്രത്തിനെതിരെ നിങ്ങൾ തുടങ്ങിയ ആക്രമണത്തിന് നിങ്ങൾ വില നൽകണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നിങ്ങൾക്ക് സ്ഥിരമായ അപമാനം, ഖേദം, കീഴടങ്ങൾ എന്നിവ നേരിടുന്നവരെ യുദ്ധം തുടരും. അതായത് ഇറാൻ ഒരു അല്പം പോലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്ന് സൂചന നൽകിക്കൊണ്ടുള്ള പ്രതികരണമാണ്. പക്ഷേ തിരിച്ചു വരട്ടുകയും ചെയ്തു. തിരിച്ചു വരട്ടെ. കാരണം ഈ അമേരിക്കയിൽ നിന്ന് പോകുന്ന മിലിറ്ററി മുഴുവൻ ആൾനാശം കൊണ്ട് ഇല്ലാതാവുകയാണെങ്കിൽ വലിയ അപകടമല്ലേ അവർക്ക്. മാത്രമല്ല കരയുദ്ധത്തിനാണ് ഒരുങ്ങുന്നതെങ്കിൽ കനത്ത പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരുമെന്ന് അമേരിക്കയ്ക്ക് മുന്നറിയിപ്പും ഇറാൻ നൽകിയിട്ടുണ്ട്. അതാണ് യുദ്ധം പെട്ടെന്ന് അവസാനിക്കുന്നില്ല എന്ന് തോന്നുന്ന തരത്തിലാണ്. അല്ല അദ്ദേഹത്തിന് എന്തെങ്കിലും അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാകും. ആഷ്മി ഒരു പഴഞ്ചൊല്ലി കിട്ടുന്നില്ല, കമന്ന് വീണ കാൽപ്പണം എങ്ങനെയാണ് വീണ കാപ്പണം, കാപ്പണം മലന്ന് വീണ മുക്കാപ്പണം, അങ്ങനെയല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ധന എങ്ങനെ പണം ഉണ്ടാക്കുന്നതിനെ പറ്റി പറഞ്ഞു. നേരത്തെ മധുചൂടൻ പറയുന്നുണ്ട്. അതായത് ഈ പറയുന്ന പരിപാടിക്കിടയിലൂടെ അതിനകത്ത് ട്രംപുമായി ബന്ധമുള്ളവർ ഷെയറിലൊക്കെ പണം ഇട്ട് കോടികൾ വാരി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അടിമുടി കച്ചവടക്കാരനാണ് ട്രംപ്. അതുകൊണ്ട് ട്രംപ് യുദ്ധം നിർത്തും എന്നൊക്കെ പറയുന്നത് പ്യുവർ കച്ചവടത്തിന് വേണ്ടി മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ ഇപ്പോഴും ദൗർഭാഗ്യവശാൽ സമാധാനത്തിന്റെ വെള്ളപ്പതാക എവിടെയും കാണുന്നില്ലെന്ന് മാത്രമല്ല കൂടുതൽ സംഘർഷാവസ്ഥ സങ്കീർണതയിലേക്ക് പോകുന്നു. ജനുവരി 13 ട്രംപ് അവിടെ ആക്രമണം നടത്തുമ്പോൾ ട്രംപ് പറയുന്നത് പ്രിയപ്പെട്ട ഇറാനികളെ നിങ്ങൾ തെരുവിലേക്ക് ഇറങ്ങൂ, ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ പിടിച്ചെടുക്കൂ എന്ന് പറയുന്നു. ഇന്ന് പറയുന്നത് എന്താണ്, നിങ്ങളെ മൊത്തം ബോംബ് ചെയ്ത് പഴയ ശിലായുഗത്തിലേക്ക് അയക്കാൻ പോകുമെന്ന് പറയുന്നു. ട്രംപ് എന്തൊക്കെയോ പറയുകയാണ്. അങ്ങേയറ്റം വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ പ്രതികരണങ്ങളാണ്. അതേസമയം വൈരുദ്ധ്യങ്ങളില്ലാത്ത പ്രതികരണം നടന്ന് ഇറാൻ മാത്രം തുടക്കം മുതൽ തന്നെ ഏതെങ്കിലും തരത്തിൽ തങ്ങളുടെ രാജ്യത്തേക്ക് സ്ഥിരമായി ശാശ്വതമായി ആക്രമണം ഉണ്ടാവില്ല എന്നുറപ്പിക്കാതെ യുദ്ധം തീരില്ല എന്ന് ആവർത്തിക്കുന്നത് സ്ഥിരതയോടെ പറഞ്ഞ് ഇറാൻ മാത്രമാണ്. ഏറ്റവും ഒടുവിൽ അവരുടെ ഈ കത്തമുലംബിയ ബ്രിഗേഡിന്റെ വക്താവ് പറയുന്നത് നിങ്ങൾ ഈ പറയുന്ന മിസൈൽ ഇട്ടു എന്ന് പറയുന്ന സ്ഥലത്തൊന്നും യഥാർത്ഥ സ്ഥലങ്ങളല്ല, ഞങ്ങളുടെ മിസൈൽ ശക്തിക്ക് യാതൊരു കോട്ടവും സംഭവിച്ചിട്ടില്ലെന്ന് എന്ന് പറയുന്നു. എസ്കേൻ ശിലായുഗത്തിലേക്ക് ആക്കിയെന്നും പറയുന്ന അതിന് തൊട്ട് മുമ്പ് ഇസ്രായേലിലേക്ക് വലിയ ഒരു മിസൈലിന്റെ ബറാഷ് ഇസ്രായേൽ അയച്ചു. ഇസ്രായേൽ വലിയ നഷ്ടമുണ്ടായി. അതിനുശേഷം ഇറാന്റെ മിസൈൽ ശക്തി മൊത്തം പോയി, ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഏതാണ്ട് അടുത്ത മണിക്കൂറിൽ തന്നെ വീണ്ടും ഇസ്രായേലിലേക്ക് മിസൈലുകൾ അയക്കുന്നു. മിസൈൽ എന്ന് പറഞ്ഞാൽ ഇതുവരെ കാണാത്ത മിസൈലുകൾ, പുതിയ സംവിധാനങ്ങൾ, പുതിയ സന്നാഹങ്ങൾ. അവർ കരയുദ്ധത്തിന് ബാക്കി ആൾക്കാർ എന്ന് പറഞ്ഞാൽ അവർ നിലവിലുള്ള 6 ലക്ഷം ആർമി അംഗങ്ങൾ കൂടാതെ കൂടുതൽ 10 ലക്ഷത്തോളം പേരെ മൊബിലൈസ് ചെയ്ത് അമേരിക്കൻ ആർമി അങ്ങോട്ടേ കാലുകുത്താൻ കാത്തിരിക്കുന്നു. ഹോർമുസ് കടലെടുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ശാന്തതയ്ക്കോ സമാധാനത്തിനോ ഏതെങ്കിലും ചർച്ച നടക്കുന്നില്ല. ഹോർമുസ് ആണ് പൂർണ്ണമായിട്ട് ഇറാന്റെ കൈപ്പിടിയിൽ ഒതുക്കുന്നു. ഏതാണ്ട് കളം പൂർണ്ണമായി ഇറാന്റെ കയ്യിലാണ്. അമേരിക്കയ്ക്ക് എങ്ങനെയെങ്കിലും ഊരിപ്പോയാൽ മതി എന്നുള്ളതാണ്. പക്ഷേ അതിന്റെ വഴി എക്സിറ്റ് റൂട്ട് തെളിയുന്നേ ഇല്ല. ദിലീപ് കുമാർ, ഇറാനെ ശിലായുഗത്തിലേക്ക് അയക്കും എന്നാണ്, ഇറാനെ ശിലായുഗത്തിലാക്കുമെന്നാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിൻ്റെ ഒടുവിൽ വന്ന പ്രസ്താവന. പക്ഷേ ആ പ്രസ്താവനയ്ക്ക് ഇപ്പോൾ ഡൽഹിയിലുള്ള ഇന്ത്യയിലെ ഇറാൻ എംബസി ഒരു മറുപടി പ്രസ്താവന നൽകിയിട്ടുണ്ട്. ഇറാനെ ശിലായുഗ കാലത്തേക്ക് തിരികെ എത്തിക്കുന്നത് അവർ തന്നെയാണ് എന്ന കാര്യമാണ് പറയുന്നത്. 7000 വർഷത്തെ സംസ്കാരമുള്ള രാജ്യമാണ് ഞങ്ങളുടേത്. ചരിത്രത്തിന് ഇറാനെ നന്നായി അറിയാം. അതിൽ വ്യക്തമായിട്ടുള്ളത് ശിലായുഗം മുതൽ ആധുനിക കാലം വരെ കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കിയതും മാനവരാശിക്കെതിരായ കുറ്റങ്ങൾ ചെയ്തു കൂട്ടിയതും നിങ്ങളാണ് എന്നതാണ് ഇറാൻ എംബസി പറയുന്നത്. US തൻ്റെ സൈനികരെ കല്ലറകളിലേക്കാണ് അയക്കുന്നതെന്നും ഈ എംബസി പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ഏതായാലും ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും ഒടുവിലായി വരുന്ന വാർത്തകളിലൊന്ന് വാഷിങ്ടൺ പോസ്റ്റിൽ വന്ന ഒരു വാർത്തയാണ്. അതിൽ പറയുന്നത്, അത് അമേരിക്കയിലെ ഉന്നത സൈനിക കേന്ദ്രങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടാണ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അവർ പറയുന്നത് ഇറാൻ്റെ പക്കൽ ഇപ്പോഴും സമ്പുഷ്ടീകരിച്ച യുറേനിയമുണ്ട്. 400 ടണ്ണോളം ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉണ്ടെന്നാണ് പറയുന്നത്. ആ സമ്പുഷ്ടീകരിച്ച യുറേനിയം അവിടെ നിന്ന് കടത്തുക എന്നതാണ് ഇപ്പോൾ അമേരിക്കയുടെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നു. അതിന് പക്ഷേ കരമാർഗമേ കഴിയുകയുള്ളൂ. അത് അങ്ങേയറ്റം അപകടകരമായ ഒരു പ്രക്രിയയാണ്. അത് ഈ ഇഫാൻസിലും അതോടൊപ്പം തന്നെ നഥാൻസിലും അവരുടെ പ്രധാനപ്പെട്ട ഈ
ആണവ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിന്നാണ് ഇത് കടത്തേണ്ടത്. അതിൻ്റെ ബാഹ്യഭാഗം തകർന്നു കിടക്കുകയാണ് ഈ മിസൈൽ ആക്രമണത്തിൽ അമേരിക്കയുടെ. അതെ, ഭൂഗർഭ അറകളിലാണ് ഇതിപ്പോൾ ഉള്ളത്. അവിടെ പോയി ഇത് കൊണ്ടുവരിക എന്നത് വളരെ ദുഷ്കരമായ ഒരു പ്രവൃത്തിയാണ്. അതിനുവേണ്ടി പ്രത്യേക സായുധ വിഭാഗങ്ങളെ വിന്യസിച്ചേക്കും. അത് ഏത് നിലയിൽ എന്നിപ്പോൾ പറയാനാവില്ലെന്നാണ് വാഷിങ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങേയറ്റം അപകടകരമായ ഒരു കാര്യമായിരിക്കുമെന്നതിൽ സംശയമില്ല. അതുകൊണ്ട് യുദ്ധം അതിൻ്റെ ലക്ഷ്യം അമേരിക്ക പറയുന്നത് ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം കൊണ്ടുവന്നാൽ മാത്രമേ അവരുടെ ലക്ഷ്യം പൂർത്തിയാക്കൂ. ഇതിൽ ഏറ്റവും പ്രധാനം ഇറാന്റെ പ്രതികരണം തന്നെയാണ്. ട്രംപ് ഓരോ തവണയും പ്രസ്താവന നടത്തുമ്പോൾ ഇറാൻ അതിനെ ഏത് ഭാഷയിൽ ഏത് നിലയിൽ പ്രതികരിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. ഇപ്പോൾ ഇന്നും ഇറാൻ പറയുന്നത് എന്താണ്? ഈ ലോകത്തിലെ ഏറ്റവും വലിയ പല അവകാശവാദങ്ങളും ഉന്നയിക്കുന്ന രാഷ്ട്രങ്ങളാണല്ലോ അമേരിക്കയും ഇസ്രായേലും. അത് പ്രത്യേകിച്ചും ഇവരുടെ രഹസ്യാന്വേഷണ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട്. പക്ഷേ ആ രഹസ്യാന്വേഷണ സംവിധാനങ്ങളെ പൂർണ്ണമായും കളിയാക്കുന്ന നിലയിൽ ഒരു പ്രതികരണം ഇന്ന് ഇറാന്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതായത് ഇവരുടെ ഈ സൈനിക ശേഷിയും മറ്റ് സൗകര്യങ്ങളും ഒക്കെ നശിപ്പിച്ചു എന്നുള്ള അവകാശവാദങ്ങൾ തള്ളുന്നതിനോടൊപ്പം തന്നെ ഈ അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിവരങ്ങൾ അപൂർണമാണ് എന്നതുകൂടി പറയുകയാണ് ഇറാൻ. അതായത് നശിപ്പിച്ചു എന്ന് അമേരിക്ക അവകാശപ്പെടുന്ന ഒന്നും നശിപ്പിക്കാൻ ഇതുവരെ അമേരിക്കയ്ക്ക് ആയിട്ടില്ല എന്ന് മാത്രമല്ല, ഞങ്ങൾ ഇതൊക്കെ എവിടെയാണ് നിർമ്മിക്കുന്നത്, എവിടേക്കാണ് സൂക്ഷിക്കുന്നത് എന്നതിലേക്ക് എത്താൻ പോലും ഇത്ര വലിയ രഹസ്യാന്വേഷണ സംവിധാനങ്ങളുള്ള ഈ രാഷ്ട്രങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നതുകൂടി ഇറാൻ പറയുന്നുണ്ട്. അപ്പോൾ ട്രംപ് ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ ഇതിൽ നിന്നും ഒഴിയാനുള്ള നിലയാണ് നോക്കുന്നതെങ്കിൽ ഇറാൻ ആദ്യം എവിടെ നിന്നോ അവിടെ തന്നെ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എന്തായാലും ഈ അടുത്ത ദിവസങ്ങളിലൊന്നും ഈ യുദ്ധം അവസാനിക്കും എന്ന് നമുക്ക് കരുതാൻ കഴിയുന്ന സാഹചര്യം പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്നില്ല. മാത്രമല്ല ഒരു കരയുദ്ധത്തിനൊന്നും ഇറങ്ങി പുറപ്പെട്ട് പുലിവാലി പിടിക്കാൻ ഇനി ട്രംപ് തയ്യാറാകും എന്ന് കരുതാനും ആകില്ല. ഇനി നമുക്ക് നമ്മുടെ ദമ്പതികൾ യാത്ര ചെയ്യുകയാണ്. മിസ്സിസ് ആൻഡ് മിസ്റ്റർ സവാരി ഗിരിഗിരി. CPM ജനറൽ സെക്രട്ടറി MA ബേബി ഇത്തവണ കുടുംബസമേതമാണ് പ്രചാരണത്തിന് ഇറങ്ങിയിരിക്കുന്നത്. അമിത ആത്മവിശ്വാസം വേണ്ടെന്നും ചിട്ടയായ പ്രവർത്തനമാണ് വേണ്ടതെന്നും 24നോട് MA ബേബി പറഞ്ഞു. മിസ്സിസ് ആൻഡ് മിസ്റ്റർ സവാരിഗിരിയുടെ യാത്രയിൽ കുടുംബസമേതം ചേരുന്നു CPIM ജനറൽ സെക്രട്ടറി MA ബേബിയും അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നിയും. അപ്പോൾ സവാരി ഗിരിഗിരി കൊച്ചിയിൽ പ്രൊഫസർ KV തോമസ് മാഷിനെ കാണാനായി എത്തിയതാണ്. അപ്പോൾ നമുക്ക് ആകസ്മികമായി ഒരു അതിഥി കൂടി അദ്ദേഹത്തിന് ഉണ്ട്. CPIM ജനറൽ സെക്രട്ടറി MA ബേബിയും അദ്ദേഹത്തിന്റെ പത്നി ബെറ്റി ബേബിയാണ്. അവരെ കൂടി നമുക്കൊന്ന് കാണാം. അതെ, എല്ലായിടത്തും ഈ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ ആളുകളുടെ ഒരു റിയാക്ഷൻ എങ്ങനെയുണ്ട്? വലിയൊരു സപ്പോർട്ട് തന്നെയല്ലേ? ആളുകളുടെ ഭാഗത്ത് നിന്ന് വളരെ വലിയ ഒരു അനുകൂല മനോഭാവമാണ് കാണുന്നത്. ആവശ്യത്തോടു കൂടിയിട്ട് ആളുകൾ നിൽക്കുകയാണ്. വലിയ ആത്മവിശ്വാസത്തിലേക്കായി. വലിയ ആത്മവിശ്വാസം എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പക്ഷെ പ്രവർത്തകർക്ക് ഈ വലിയ ആത്മവിശ്വാസം ഉണ്ടായാൽ അത് ഒരു അമിത വിശ്വാസത്തിലേക്കും അലംഭാവത്തിലേക്കും നീങ്ങാം. പിന്നെ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഞങ്ങൾക്കുണ്ടായ ഒരു അനുഭവം, നട്ടാൽ കുരുക്കാത്ത നുണകൾ. ഉദാഹരണത്തിന് ഈ SIR ന്യൂനപക്ഷത്തിൽപ്പെട്ടവർക്കും പാവപ്പെട്ടവർക്കും ഒക്കെ വലിയ അസ്വസ്ഥതയും തങ്ങളുടെ വോട്ടവകാശം നിൽക്കുമോ എന്നുള്ള ഉത്കണ്ഠയൊക്കെ ഉണ്ടാക്കിയ ഒരു പരിപാടിയാണല്ലോ. ആ SIR പിണറായി വിജയനാണ് കൊണ്ടുവന്നതെന്ന് പറഞ്ഞിട്ട് കുറേ ശുദ്ധേധികാർക്കിടെ പ്രചരിപ്പിച്ചിട്ടുണ്ട്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ ന്യൂനതകൾ ആ സമയത്ത് നടത്തിയ UDFന്റെ പ്രചരണം എല്ലാറ്റിനെയും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ മറികടക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് കരുതുന്നത്. ഇപ്പം അതിനുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ വളരെ വളരെ സൂക്ഷ്മതയോടുകൂടി കേരളത്തിലുടനീളം ഏറ്റെടുത്ത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ തെരഞ്ഞെടുപ്പിലും ഇങ്ങനെ ഒന്നിച്ചാണോ പ്രചരണത്തിന് എത്താറുള്ളത്? ഇല്ല, സാധാരണ ഒരുമിച്ച് പോവാറുണ്ട്, അല്ലാണ്ട് സ്വന്തം മറ്റു സഹാക്കളുടെ കൂടെയും പോവാറുണ്ട്. ഇപ്രാവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേബി വീട്ടിലധികം ഉണ്ടാവാറില്ലല്ലോ. അപ്പോൾ കേരളത്തിലാവുമ്പോൾ ഒരുമിച്ച് യാത്ര ചെയ്യുക. അപ്പം അത്രയും ദിവസം 10-12 ദിവസം ഒരുമിച്ച് ഉണ്ടാവാൻ പറ്റുന്നുണ്ട്. എങ്ങനെയാ, വലിയ ആവേശം കാണാൻ പറ്റുന്നുണ്ടോ മലബാർ മേഖലയിലൊക്കെ? മലബാർ മാത്രമല്ല, മൊത്തത്തിൽ കേരളത്തിൽ നല്ല ആവേശം തന്നെയാണ്. പക്ഷെ എല്ലാവരും മാഷിനെ കാണാനല്ലോ കൊച്ചിയിലേക്ക് എത്തിയിരിക്കുന്നത്. നമ്മളിവിടെ കാണുന്നത് എവിടെ ഉണ്ടെങ്കിലും കാണും. നമ്മൾ അടുത്ത സുഹൃത്തുക്കൾ കൂടിയാണ്. മാഷ് പ്രചരണത്തിനൊന്നും ഇറങ്ങുന്നില്ലെങ്കിലും സജീവമായി മാഷിന് എപ്പോഴും അതിഥികളുണ്ട്. അതുണ്ട്. എനിക്ക് എന്റേതായ ഒരു സ്റ്റൈലുണ്ട്. ആ സ്റ്റൈലിലെ കാര്യങ്ങൾ പോവാം. പണ്ട് കേരളത്തിലുടനീളം പര്യടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പരസ്യമായിട്ടല്ല, രഹസ്യമായിട്ടുമല്ല. കാണേണ്ട ആളുകളെ പോയി കാണുന്നുണ്ട്, ആളോട് സംസാരിക്കുന്നുണ്ട്,
എന്താണ് വിവിധ മേഖലയിൽപ്പെട്ടവരുടെ പ്രതികരണങ്ങൾ എന്നുള്ളത് സൂക്ഷ്മമായിട്ട് ഞങ്ങൾക്ക് അറിയിപ്പ് തരുന്നുണ്ട്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവൃത്തിയാണ് തോമസ് മാഷ്. അദ്ദേഹത്തിന് വളരെ ദീർഘമായ പൊതുപ്രവർത്തന പരിചയമുണ്ട്, അനുഭവമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മൈക്ക് കിട്ടിയ ഒരു പ്രചരണം ഇല്ലാന്നേ ഉള്ളൂ. മാഷ് കൃത്യമായി മാഷിൻ്റെതായ രീതിയിലുള്ള കടമകൾ ചെയ്യുന്നു. സഖാവ് കഴിഞ്ഞോണ്ട് വന്നപ്പോൾ പത്രക്കാർ ചോദിച്ചു തോമസ് മാഷ് മത്സരിക്കുന്നുണ്ടോന്ന്. സഖാവ് ഞങ്ങൾ രണ്ടുപേരും സ്ഥാനാർത്ഥികളാണ്. അതാണ് ഞങ്ങൾ 40 മണ്ഡലങ്ങളിൽ LDF-ന്റെ സ്ഥാനാർത്ഥികൾ ആരാണോ ഞങ്ങളും ആ കൂട്ടത്തിലുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ കാണുന്നത്. ഓക്കെ, എന്തായാലും കൊച്ചിയിലെത്തിയപ്പോൾ നമുക്ക് അപ്രതീക്ഷിതമായ അതിഥികൾ, അത് വലിയ അതിഥികളെ തന്നെ നമുക്ക് കാണാൻ പറ്റിയിരിക്കുകയാണ്. എന്തായാലും സവാരി ഗിരിഗിരിയുടെ യാത്ര തുടരുകയാണ്. മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി നിർണയത്തിലെ അതൃപ്തിക്ക് പിന്നാലെ വനിതാ ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ച നൂർബിന റഷീദ് തെരഞ്ഞെടുപ്പിൽ വനിതാ ലീഗിനെ അവഗണിച്ചെന്നും നേതൃത്വത്തെ വിമർശിച്ചവർക്കാണ് സീറ്റ് നൽകിയതെന്നും നൂർബിന റഷീദ് ആരോപിച്ചു. എന്നാൽ പാർട്ടി വിടില്ലെന്ന് നൂർബിന റഷീദ് വ്യക്തമാക്കി. പേരാമ്പ്രയിലെ UDF സ്ഥാനാർത്ഥി ഫാത്തിമ തെഹ്ലിക്കെതിരെയും നൂർബിന റഷീദ് വിമർശനം ഉന്നയിച്ചു. അത് നമുക്ക് ആദ്യം ആ വിമർശനം ഒന്ന് കാണാം. ഇത്രയും കാലം ഈ 2026 ഞാൻ വനിതാ ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനം ഇന്ന് ഇവിടെ വെച്ച് വിത്ത് എഫക്റ്റീവ് ഒഴിയുകയാണ്. എന്നിൽ അർപ്പിച്ച എല്ലാ ദൗത്യങ്ങളും അതിമനോഹരമായി നിർവഹിച്ചു. ഇല്ലല്ല, പാർട്ടി ഇവിടെ ഇല്ലല്ലോ, പാർട്ടി എനിക്കല്ലേ, എനിക്ക് ഏത് പാർട്ടിയിലും പിന്നെ നൂർബിന റഷീദ് സാധാരണ രാഷ്ട്രീയക്കാരിയല്ല. വനിതാ ലീഗിൻ്റെ ദേശീയ സെക്രട്ടറി സ്ഥാനം ഞാനിത് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ നേതൃത്വത്തിന് മെയിൽ ചെയ്യുന്നത്. നൂർബിന റഷീദിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയെന്ന് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം പറഞ്ഞു. അച്ചടക്കരാഹിത്യം ഒരു കാരണവശാലും വെച്ചു പൊറുപ്പിക്കില്ലെന്നും PMA സലാം പറയുന്നു. പാർട്ടി നിലപാടുകളെ പരസ്യമായി തള്ളിപ്പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഷോക്കോസ് കൊടുത്തിട്ടുണ്ട്. വിശദീകരണം കാണിക്കണം എന്ന് പറഞ്ഞ് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് പാർട്ടി. അതിൻ്റെ വിശദീകരണം കിട്ടിയതിന് ശേഷം മറ്റു നടപടിയിലേക്ക് പാർട്ടി കടക്കും. കോഴിക്കോട് നിന്നായി വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ ദീപക് തർമ്മണം തത്സമയം ചേരുകയാണ്. ദീപക്, എന്തൊക്കെയാണ് പ്രത്യേകിച്ച് ഈ അവിടെ വെച്ച് രാജ് ഇമെയിലായിട്ട് വാർത്താലേഖയുടെ മുന്നിൽ വെച്ച് അയച്ചതൊന്നും PMA സലാമിനെ പോലുള്ള നേതാക്കന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലായി. SKN ഇത് അക്ഷരാർത്ഥത്തിൽ ലീഗിൽ ഒരു ചെറിയ പ്രതിസന്ധി ഉണ്ടാക്കുക തന്നെയാണ്. കാരണം വനിതാ ലീഗുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ കുറച്ച് നാളായി പ്രശ്നങ്ങളുണ്ട്. പക്ഷേ എന്നാൽ ഇത് വലിയ രീതിയിലുള്ള പ്രശ്നമായി മാറിയത് കഴിഞ്ഞ ദിവസം ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നപ്പോഴാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്ന് ചേർന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധം നേതാക്കളെ അറിയിക്കാൻ തീരുമാനിക്കുന്നു. അത് കഴിഞ്ഞ് തൽക്കാലത്തേക്ക് പ്രശ്നങ്ങളൊന്നും വേണ്ട എന്നാണ് തീരുമാനിച്ചത്. പക്ഷേ എന്നാൽ പിന്നീട് നൂർബിന റഷീദിനെതിരെ സമൂഹ മാധ്യമത്തിൽ വലിയ രീതിയിൽ ആക്രമണം നടക്കുന്നു. അതിലവർ മനം നൊന്തു എന്നുള്ളതാണ് തീർച്ച. ഇന്ന് വാർത്താ സമ്മേളനത്തിലും അവർ അതിലുള്ള ചില പോസ്റ്റുകൾ ഉൾപ്പെടെ വായിക്കുകയും ചെയ്തിരുന്നു SKN. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഈ രാജിയിലേക്ക് എത്തിയത്. പക്ഷേ അവർ രാജി സമയത്ത് കടന്നാക്രമിച്ചത് ഒന്ന് ഫാത്തിമ തഹ്ലിയെ തന്നെയാണ്. കാരണം തങ്ങൾ കുടുംബത്തിനെതിരെ വലിയ രീതിയിൽ ആക്രമണം നടത്തിയ ആളാണ് ഫാത്തിമ തഹ്ലിയ എന്ന് പറയുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം SKN ലൈംഗിക അതിക്രമ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉന്നയിച്ചു. പക്ഷേ എന്നാൽ കേസുമായി ഫാത്തിമ തഹ്ലിയ മുന്നോട്ട് പോയില്ല. കാരണം അത് പച്ചക്കള്ളമായിരുന്നു ആരോപണം എന്നൊക്കെ വളരെ വ്യക്തിപരമായി കടന്നാക്രമിക്കുകയായിരുന്നു ഫാത്തിമ തഹ്ലിയ എന്നുള്ളതാണ്. ഫാത്തിമ തഹ്ലിയ മാധ്യമങ്ങളെ 24-നോട് അല്പം മുൻപ് സംസാരിച്ചു. പേരാമ്പ്രയിൽ വെച്ച് നമ്മുടെ പ്രതിനിധി വർഷയാണ് സംസാരിച്ചത്. അവരോട് പറഞ്ഞത് എല്ലാം പാർട്ടി ആണ് തീരുമാനിക്കേണ്ടത് എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ എന്നാൽ ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കടുത്ത നിലപാടിലാണ് PMA സലാം SKN പറഞ്ഞതുപോലെ പ്രതികരിച്ചത്. പാർട്ടി അച്ചടക്ക നടപടിയിലേക്ക് കടക്കുന്നു, ഷോക്കോസ് നൽകി എന്നുള്ളതാണ്. പക്ഷേ എന്നാൽ തങ്ങൾ ഇതിൽ കുറച്ചുകൂടി മൃദുഭാവത്തിലാണ് തങ്ങൾ ഇടപെട്ടത്. തങ്ങളുടെ പ്രതികരണം തങ്ങൾ കൊയിലാണ്ടിയിൽ വെച്ചാണ് മാധ്യമങ്ങളെ കണ്ടത്. അതിൽ അദ്ദേഹം പറഞ്ഞത് പുരുഷന്മാരെല്ലാം പുരുഷ ലീഗിലും മുസ്ലിം ലീഗിലും വനിതകളെല്ലാം വനിതാ ലീഗിലുമാണ്. അതുകൊണ്ട് സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടതില്ല. അതായത് ഒരു രമ്യമായി പരിഹരിക്കുക, തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് 9-ാം തീയതി വരെ പ്രശ്നങ്ങളില്ലാതെ കൊണ്ടുപോകാനാണ് തങ്ങൾ ശ്രമിക്കുന്നത്. പക്ഷേ എന്നാൽ കടുത്ത നിലപാടിലാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. ഏതായാലും ലീഗിനകത്ത് പ്രത്യേകിച്ചും പേരാമ്പ്രയിലാണ് ഫാത്തിമ തഹ്ലിയ മത്സരിക്കുന്നത്. പൊതുവിൽ വനിതാ ലീഗിനിടയിൽ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വലിയ പ്രശ്നമായി എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ അത് ലീഗ് കൈകാര്യം ചെയ്യുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു ദീപക് തർമ്മടം. അസിത സഹീർ, ഈ നൂർബിനയുടെ രാജിയെ അസിത എങ്ങനെയാണ് കാണുന്നത്? ലീഗിൽ ഇതൊരു
വലിയ പ്രശ്നമായി വരാൻ സാധ്യതയുണ്ടോ? എസ്കെൻ, ഇതിലിപ്പോൾ ഞാനിതിനെ കാണുന്നത് നൂർബിന സീറ്റ് കിട്ടാത്തത് കൊണ്ട് പ്രതിഷേധിച്ച് രാജിവെച്ചു എന്നുള്ള നിലയിലല്ല. സ്ത്രീപക്ഷം എന്ന പൊള്ളയായ മുസ്ലിം ലീഗിന്റെ നിലപാടിനെ കൂടി തുറന്നു കാട്ടുന്നുണ്ട് നൂർബിന റഷീദ് എന്നുള്ളതാണ് അവരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്. ഇവിടെ ഇപ്പോൾ തങ്ങൾ കുടുംബത്തെ വിമർശിച്ചു എന്നുള്ളതൊന്നും അല്ലല്ലോ കാതലായ പ്രശ്നം. ഫാത്തിമ തെഹ്ലിക്കെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ തങ്ങൾ കുടുംബത്തെ വിമർശിച്ചു എന്നത് കാതലായ പ്രശ്നമേ അല്ല. മറിച്ച് എസ്കെൻ, കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഉയർന്നു കേട്ട സമാനതകളില്ലാത്ത പരാതികളൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാകുമല്ലോ. അപ്പോൾ അതിൽ ആരോപണം ഉന്നയിച്ചവരും ആരോപണ വിധേയരും ഇന്ന് എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. MSF സംസ്ഥാന പ്രസിഡന്റിനെതിരെ ലൈംഗിക പരാതികൾ ഉൾപ്പെടെ അന്നത്തെ ഈ ഹരിത നേതാക്കൾ ഉന്നയിക്കുന്നു. അവർ വലിയ പ്രതിഷേധം ഉയർത്തുന്നു, വാർത്താ സമ്മേളനം നടത്തുന്നു. പക്ഷെ പിന്നീട് ആ ഹരിത നേതാക്കളുടെ ശബ്ദം നേർത്തില്ലാതാകുന്നതാണ് നമ്മൾ കാണുന്നത്. അതെങ്ങനെയാണ് സംഭവിച്ചത്? അത് ഈ ആരോപണം ഉയർന്നതിന് പിന്നാലെ അവർ കേസിലേക്ക് തന്നെ പോകുന്നു എന്നുള്ള ഘട്ടത്തിലാണ് ലീഗ് നേതാക്കളൊക്കെ ഇടപെട്ട് ആ പരാതി ഒതുക്കി തീർക്കുന്നത് എന്നുള്ളത് പോയ കാല ചരിത്രമായി നമുക്ക് മുന്നിലുണ്ട്. ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആ പരാതി ഒതുക്കി തീർക്കുന്നതിന് പിന്നാലെ പിന്നീട് പ്രധാനപ്പെട്ട വേദികളിലൊക്കെ ഇവർക്ക് വലിയ വിസിബിലിറ്റി ഉണ്ടാകുന്നുണ്ട് ഹരിത നേതാക്കൾക്ക്. അതിന് പിന്നാലെയാണ് ഈ സീറ്റ് നൽകുന്നതിലേക്ക് വരികയും ചെയ്യുന്നത്. അപ്പോൾ നൂർബിന ഉന്നയിക്കുന്ന പ്രശ്നത്തിലെ കാതൽ, മെറിറ്റ് അവിടെയാണ് എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. ഈ പരാതിയിൽ നിന്നും അവർ പിന്നോട്ട് പോയതിനെ കുറിച്ച് വരെ നൂർബിന വിമർശനം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ കൊടുത്തത് ഏത് സീറ്റാണെന്നുള്ളത് മറ്റൊരു പ്രശ്നം, അതവിടെ നിൽക്കട്ടെ. എസ്കെൻ, ഇവിടെ ഇപ്പോൾ മുസ്ലിം ലീഗ് അന്നവർ ആ ഹരിത നേതാക്കളെ പരാതി ഉന്നയിച്ച സാഹചര്യത്തിൽ ഇരകളെ ചേർത്ത് നിർത്തി എന്നുള്ളത് നമുക്ക് തോന്നുന്ന ഒരു നെറേറ്റീവ് മാത്രമാണ്. ആ ഇരകളെ മുസ്ലിം ലീഗ് നേതാക്കൾ ചേർത്ത് നിർത്തുമ്പോൾ നമ്മളത് സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെങ്കിൽ അതൊരു ആലിംഗനമല്ല, അതിനപ്പുറത്തേക്ക് അവരുടെ വായ പൊത്തിപ്പിടിക്കലായിരുന്നു എന്നുള്ളത് കൃത്യമായി നമുക്ക് മനസ്സിലാകും. അതേസമയം ആരോപണ വിധേയരെ ഏത് നിലയിൽ സംരക്ഷിച്ചു എന്നതുകൂടിയുണ്ട്. ഇന്ന് ആരോപണ വിധേയർക്ക് വേണ്ടി അവർ തെരഞ്ഞെടുപ്പിൽ അടക്കം സജീവമായി നിൽക്കേണ്ട സാഹചര്യം കൂടി ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് നൂർബിന റഷീദ് ഉന്നയിച്ച നൂർബിന ഇത്രമാത്രം പ്രതിഷേധിക്കേണ്ടത് ഈ സീറ്റ് കിട്ടാത്ത അല്ലെങ്കിൽ പിന്നെ എന്തിനാണ്? എസ്കെൻ, ഞാൻ അതാണ് പറഞ്ഞത്. നൂർബിന റഷീദ് വിമർശനം ഉന്നയിക്കുന്നതിന്റെ പശ്ചാത്തലത്തെ കൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് വേണം നമ്മൾ ഇതിനെ കാണാൻ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത്, തങ്ങൾ കുടുംബത്തിനെതിരെ തങ്ങൾമാർക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നു എന്നുള്ളതല്ല അതിലെ കാതലായ പ്രശ്നം. അതെ അതെ. അപ്പോൾ പാണക്കാട് കുടുംബത്തെ കുറിച്ച് വിമർശിക്കുന്ന ആൾക്കാർ ലീഗിൽ ഉണ്ടാകില്ല സാധാരണ. അപ്പോൾ അവിടെ അത് എന്നിട്ടും ഇവരെന്തുകൊണ്ട് എന്നുള്ളത് അത് അവരുടെ പാർട്ടിക്കകത്തെ പ്രശ്നമാണ്. പക്ഷെ പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അതല്ല പ്രശ്നം. മറിച്ച് ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളാണ് പ്രശ്നം. മറ്റൊരു കാര്യം കൂടിയുണ്ട്. നൂർബിന റഷീദിനെ പോലൊരു സ്ത്രീ ഇതാ പരസ്യമായി വന്ന് മുസ്ലിം ലീഗിലെ ആണധികാരത്തെ ചോദ്യം ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു വിപ്ലവകരമായ മാറ്റം കൂടി ഇതിന്റെ പിന്നിലുണ്ട് എന്നത് വേണം നമ്മൾ കാണാനെന്ന്. നൂർബിന റഷീദ് ഇപ്പോൾ ഈ രംഗത്ത് വന്നിട്ടുള്ളത്, പരസ്യമായി രംഗത്ത് വന്നിട്ടുള്ളത് ലീഗ് നേതൃത്വത്തിനെതിരെ എന്നത് പ്രസക്തമാകുന്നത് സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടാണല്ലോ. തന്നെ സ്ഥാനാർത്ഥിയാക്കിയില്ല. കഴിഞ്ഞ തവണ സ്ഥാനാർത്ഥിയായിരുന്നു നൂർബിന റഷീദ്, കോഴിക്കോട് സൗത്തിൽ പരാജയപ്പെട്ടു. അതിന് ന്യായീകരണം MK മുനീർ ആ മണ്ഡലത്തിൽ നിന്ന് ഒളിച്ചോടിയതാണ് എന്ന നിലയിലാണ്. അങ്ങനെ വേണ്ടാതിരുന്ന ലീഗ് നേതാക്കൾക്ക് വേണ്ടാതിരുന്ന ഒരു മണ്ഡലത്തിലാണ് തന്നെ സ്ഥാനാർത്ഥിയാക്കിയതെന്നാണ്. ഇപ്പോഴും സിറ്റിംഗ് സീറ്റായിരുന്നു സൗത്ത് 2021. അതെ, അല്ല, കഴിഞ്ഞ തവണ അവിടെ മത്സരിക്കാതെ മുനീർ മാറിയല്ലോ, മണ്ഡലം മാറി. താല്പര്യം പ്രകടിപ്പിച്ചത് നൂർബിന റഷീദിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇത്തവണ സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ചിരുന്നു എന്നതാണ്. അതിന് വനിതാ ലീഗിനെ കൂടി കൂട്ടുപിടിക്കുന്നു എന്നാണ് എനിക്ക് ഈ വാർത്താ സമ്മേളനം മൊത്തം കണ്ടപ്പോൾ തോന്നിയിട്ടുള്ളത്. നേരത്തെ തന്നെ കേരളത്തിൽ വനിതാ ലീഗ് എന്ന് പറഞ്ഞാൽ പൊതുവെ പുറത്തൊക്കെ അറിയപ്പെടുന്നത് അത് നൂർബിന റഷീദ്, ഖമറുന്നീസ അൻവർ, ഈ രണ്ട് നേതാക്കളായിരുന്നു പ്രധാനമായി ഉണ്ടായിരുന്നത്. രണ്ടുപേരും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുമുണ്ട്. ഇത്തവണ മുസ്ലിം ലീഗ് നേതൃത്വം ഒരു വലിയ സുപ്രധാനമായൊരു തീരുമാനമെടുത്തു. അത് മുൻകാലങ്ങളിലൊന്നും ലീഗ് നേതൃത്വം ചെയ്യാതിരുന്ന ഒരു പരീക്ഷണത്തിന് ഇത്തവണ ലീഗ് നേതൃത്വം തയ്യാറായി. അത് രണ്ട് വനിതകളെ മത്സരിപ്പിക്കുന്നു എന്നത് മാത്രമല്ല, അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടുതൽ യുവാക്കൾക്ക് അവരുടെ ലീഗ് സ്ഥാനാർത്ഥി പട്ടികയിൽ പ്രാതിനിധ്യം നൽകുകയും ചെയ്തു. അങ്ങനെയുള്ള ഒരു പരീക്ഷണത്തിനാണ് ഇത്തവണ മുസ്ലിം ലീഗ് നേതൃത്വം മുതിർന്നത്. അപ്പോഴാണ് ഈ ഫാത്തിമ തെഹ്ലിയെയും ജയന്തി രാജനും വനിതാ ലീഗിൻ്റെ പ്രതിനിധികളല്ല എന്ന് പറഞ്ഞുകൊണ്ട് നൂർബിന റഷീദ് ആദ്യം രംഗത്ത് വന്നിരുന്നു. പിന്നീട് ചില ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ടാവാം. പക്ഷേ ഇപ്പോൾ വീണ്ടും പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ ആ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചതിന് ശേഷവും ആ അതൃപ്തി പുകയുന്നുണ്ട്. എപ്പോഴും ഇങ്ങനെ മത്സരിക്കണം എന്ന ആഗ്രഹം യഥാർത്ഥത്തിൽ വനിതാ ലീഗ് നേതാക്കൾ അവർ നടത്തിയിട്ടുള്ള ആ വനിതാ ലീഗ് എന്ന സംഘടനയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ വനിതാ ലീഗ് എന്ന സംഘടന സ്ഥാപിക്കുന്നതിനും അത് രൂപീകരിക്കുന്നതിനും ആ സംഘടനയെ വളർത്തുന്നതിനും ഈ നേതാക്കൾ വഹിച്ചിട്ടുള്ള പങ്ക് വിസ്മരിച്ചുകൊണ്ടല്ല ഞാൻ ഈ കാര്യം പറയുന്നത്. പക്ഷേ പുതിയ ആളുകൾ വരട്ടെ, പുതിയ സ്ഥാനാർത്ഥികൾ വരട്ടെ, പുതുമുഖങ്ങൾ വരട്ടെ എന്നത് ആ നിലയിൽ മാറിക്കൊടുക്കേണ്ടതാണ് ഈ
പഴയ നേതൃത്വം എന്നതാണ് ചെയ്യേണ്ടത്. മുസ്ലിം ലീഗ് ആ നിലയിലുള്ള ഒരു പരീക്ഷണത്തിന് ഇത്തവണ തയ്യാറായിട്ടുണ്ട്. നോക്കൂ SKN, ഈ ഫാത്തിമ തഹ്ലിയെ മാത്രമല്ല, ഈ ഹരിത വിവാദവുമായി ബന്ധപ്പെട്ട ആ നേതാക്കളെ എല്ലാം മുസ്ലിം ലീഗ് ചേർത്ത് പിടിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഫാത്തിമ തഹ്ലിയെ കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് മത്സരിപ്പിച്ചു, കുറ്റിച്ചിറ വാർഡിൽ നിന്ന് അവിടെ വിജയിച്ചു. അതുപോലെ തന്നെ നജ്മ തബ്ഷീറ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് വിജയിച്ചു. മൊഫീദ തെസ്നി വയനാട് ജില്ലാ പഞ്ചായത്തിലേക്ക് വിജയിച്ചു. അങ്ങനെ ഈ ഹരിത വിവാദവുമായി ബന്ധപ്പെട്ട നേതാക്കൾ അവരെ എല്ലാവരെയും ചേർത്ത് നിർത്തിയെന്നാണ് നമുക്ക് ഈ സ്ഥാനാർത്ഥി പട്ടിക നോക്കുമ്പോൾ വ്യക്തമാകുന്നത്. അതിലിപ്പോൾ 2 വനിതാ സ്ഥാനാർത്ഥികൾ ഫാത്തിമ തഹ്ലിയ പേരാമ്പ്രയിലും കൂത്തുപറമ്പിൽ ജയന്തി രാജനും മത്സരിക്കുന്നു. പക്ഷേ ചില കാര്യങ്ങൾ കാണാതിരുന്നുകൂടെ. അത് എനിക്ക് തോന്നുന്നത് അടുത്ത ഘട്ടത്തിൽ ഈ സമസ്ത നേതാക്കളുടെ യഥാർത്ഥത്തിലേക്ക് തോന്നുന്നത് അത് വനിതാ ലീഗിന്റെ മൊത്തം പ്രശ്നമായിട്ട് തോന്നിയില്ല. എനിക്ക് തോന്നുന്നത് അത് നൂർബിന റഷീദിന്റെ മാത്രം പ്രശ്നമാണ്. വനിതാ ലീഗിന്റെ മൊത്തം പ്രശ്നമാണെങ്കിൽ ഇന്ന് ആ വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളൊക്കെ ഉണ്ടാവണം, അല്ലെങ്കിൽ ചുരുങ്ങിയത് 2-3 ഭാരവാഹികളും ഉണ്ടാവണം. അത് പോട്ടെ, ഇനി അല്ലെങ്കിൽ അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ നൂർബിന റഷീദിന് പിന്തുണയുമായി ഏതെങ്കിലും ഭാരവാഹി രംഗത്തെത്തിയില്ലെന്ന് മാത്രമല്ല ഞാൻ മനസ്സിലാക്കുന്നത് ഏതോ ഒരു ഭാരവാഹിയും നൂർബിന റഷീദിനെ തള്ളിപ്പറഞ്ഞു എന്നുള്ളതാണ്. SKN, ഇവിടെ നൂർബിന ഉന്നയിക്കുന്ന പ്രശ്നം എന്താണ്? ഒരു വനിതയ്ക്ക് സ്ഥാനാർത്ഥിത്വം കിട്ടിയില്ല എന്നുള്ളതല്ല, ഒരു വനിതയ്ക്ക് സ്ഥാനാർത്ഥിത്വം കൊടുത്തു എന്നുള്ളതാണ്. ആരാണ് പ്രശ്നം? ഫാത്തിമ തഹ്ലിയ. അങ്ങേയറ്റം പേഴ്സണൽ അറ്റാക്ക് അടക്കം അങ്ങേയറ്റം രൂക്ഷമായ പ്രതികരണങ്ങളുമായി ഫാത്തിമ തഹ്ലിയോട് അങ്ങേയറ്റം പക വെച്ച് പുലർത്തുന്ന ഒരു മുതിർന്ന നേതാവിന്റെ പ്രതികരണമാണ് ഇന്ന് നൂർബിനയുടെ ഇതിൽ കാണാൻ കഴിഞ്ഞത്. SKN, നമുക്ക് നേരത്തെ ദിലീപേട്ടൻ പറഞ്ഞ പോലെ ലീഗിന്റെ തുടക്കകാലം മുതൽ ലീഗിന്റെ വനിതാമുഖങ്ങൾ ഈ പറഞ്ഞ നൂർബിന റഷീദും ഖമറുന്നീസ അൻവറുമാണ്. ഏതൊക്കെ കാലത്ത് UDF അധികാരത്തിൽ വന്നു അന്നൊക്കെ ഈ പറയുന്ന നൂർബിന റഷീദിന് അവസരങ്ങൾ, പദവികളുണ്ട്. അത് ഈ പറയുന്ന വനിതാ കമ്മീഷൻ അടക്കം. ഏറ്റവും ഒടുവിൽ MK മുന്നിൽ അവിടെ നിന്ന് പോകുമ്പോൾ കോഴിക്കോട് സൗത്തിൽ അവരുടെ സിറ്റിംഗ് സീറ്റിൽ, ശക്തമായ സീറ്റിൽ ഫീൽഡ് ചെയ്താരെയാണ് അത് ഈ പറഞ്ഞ നൂർബിന റഷീദിനെയാണ്. അത് സിറ്റിംഗ് സീറ്റാണ്, അവർ ശക്തമായ സീറ്റാണ്. അവിടെ MK മുന്നിൽ സിറ്റിംഗ് സീറ്റായിരുന്നു. അവിടെ SK അഹമ്മദ് ദേവർകോവിൽ ഇപ്പോഴാണല്ലോ വലിയ മന്ത്രിയൊക്കെ. അന്ന് താരതമ്യേന ദുർബലനായ സ്ഥാനാർത്ഥി എന്ന് വിലയിരുത്തപ്പെട്ട അഹമ്മദ് ദേവർകോവിനോട് തോക്കാനായിരുന്നു അവരുടെ വിധി. അതുകൊണ്ട് നൂർബിന റഷീദിനെ പരിഗണിച്ചിട്ടില്ല എന്ന് പറയുന്നത് അസാധ്യമാണ്. SK നോക്കൂ, ഇവിടെ ഫാത്തിമ തഹ്ലി ഇന്നലെ ഷാഫി പറമ്പിലിനൊപ്പമുള്ള ഒരു ചിത്രം ഫേസ്ബുക്കിലിട്ടു. SK അതിന് താഴെ വരുന്ന കമന്റ് ഒന്ന് വായിച്ചു നോക്കണം. താങ്ങാൻ കഴിയാത്ത രീതിയിലുള്ള അങ്ങേയറ്റത്തെ അശ്ലീലം, മര്യാദകളുടെ വൃത്തികെട്ട കമന്റുകൾ കൊണ്ട് നിറയുകയാണ്. അത് മാത്രമല്ല, ഫാത്തിമ തഹ്ലിക്കെതിരായ അവിടെ ആ മണ്ഡലത്തിൽ LDFന്റെ ഒരു പ്രചരണ വാഹനത്തിൽ പറഞ്ഞ വർഗീയ നമ്മൾ ഇന്നലെ കേട്ടു. അത് ഞങ്ങളുടെ അല്ല എന്ന് TP രാമകൃഷ്ണൻ പറയുന്നുണ്ടെങ്കിൽ കൂടിയും കാഫർ സ്ക്രീൻഷോട്ട് മാതൃകയിൽ വളരെ മോശമായ വർഗീയ പ്രചരണം നടത്തി അവിടെ ഫാത്തിമയെ തോപ്പിക്കാൻ ശ്രമം നടക്കുന്നു എന്നുള്ള ആരോപണം അവിടുത്തെ ലീഗിനും കോൺഗ്രസിനും ഒക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഫാത്തിമ തഹ്ലി അവിടെ ഇളക്കം ഉണ്ടാക്കുന്നു എന്നൊരു സൂചനയുണ്ട്. ആ ഇളക്കത്തിന് അള്ളുവെക്കലാണ് നൂർബിന റഷീദിന്റെ ആദ്യം വാർത്താ സമ്മേളനം ലക്ഷ്യം നോക്കി. മാത്രമല്ല എന്റെ സംശയം ഇത് സീറ്റ് കിട്ടാത്തതിന്റെ ഒരു അമർഷം തന്നെയാണ്. ഒരു തർക്കമില്ല SKN, ഇവിടെ അത് മാത്രമേ നൂർബിനയ്ക്ക് അവിടുത്തെ പ്രശ്നം അത് മാത്രമേ ഉള്ളൂ. അല്ല അങ്ങനെയാണെങ്കിൽ വനിതാ ലീഗിന്റെ ഒരു കൂട്ടായ്മ അവർക്ക് വരണം. പോട്ടെ, SKN ഇവിടെ അത് മാത്രമല്ല, ആ വാർത്താ സമ്മേളനത്തിൽ ഇപ്പൊ ആണധികാരത്തിനെതിരെ എന്നൊക്കെ പറഞ്ഞില്ല. വാർത്താ സമ്മേളനത്തിൽ ഈ സമസ്തയോട് അതെ അപ്പൊ ഈ നൂർബിന പറയുകയാണ് അവിടെ ഫാത്തിമ തഹ്ലിയെ മത്സരിക്കുന്നതിൽ സമത് പൂക്കോട്ടൊന്നും പറയാനില്ലേ, സമസ്തയ്ക്കൊന്നും പറയാം. എന്നാൽ സമസ്തയെ പ്രൊവോക്ക് ചെയ്താണ്. ഏത് സമസ്തയെ? ഈ പറഞ്ഞ സ്ത്രീകൾ മത്സരിക്കുന്നത് എതിരുള്ള സമസ്ത അവിടെ ഫാത്തിമ മത്സരിക്കും എന്തെങ്കിലും പറയൂ എന്ന് പ്രൊവോക്ക് ചെയ്യാണ്. അത് മാത്രമല്ല, ഈ പറയുന്ന അവിടെ ജയന്തി രാജ മത്സരിക്കുന്നുണ്ട്. അമുസ്ലിങ്ങളെ സ്ഥാനാർത്ഥിയാക്കുന്ന എന്തോ അവിടെ മതേതരത്വം എന്നൊക്കെ പറയാണ്. SKN ലീഗിനകത്ത് ജയന്തി രാജൻ ഒരു കേവലം അമുസ്ലിം എന്ന് മാത്രമല്ല അവരുടെ അഡ്രസ്സ്. അവരുടെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗവും ദേശീയ കൗൺസിൽ അംഗവും ലീഗിന്റെ ആദ്യമുള്ള നേതാവാണ്. അതെങ്ങനെയാണ് ജയന്തി രാജൻ സ്ഥാനാർത്ഥിയാക്കിയത് അമുസ്ലിമിനെ സ്ഥാനാർത്ഥിയാക്കി എന്തോ കപട മതേതരത്വം കാണിക്കാൻ പോകുന്ന ലീഗ് എന്നൊക്കെ പറയാണ്. എന്തിനാണ് അങ്ങനെ പറയേണ്ട കാര്യം എന്താണ്? അങ്ങനെ പറയേണ്ട കാര്യം എന്താണ്? ഇത് നെഗറ്റീവ് വാർത്തക്കെതിരെ സാദിഖലി തങ്ങൾ, പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ കാരണം അച്ചടക്ക നടപടി സ്വീകരിച്ചു. അതല്ല കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചു എന്ന രീതിയിലുള്ള വാർത്തകൾ കൂടി ഇപ്പോൾ വരുമ്പോൾ ഗോപികൃഷ്ണൻ, ഈ നൂർബിനയ്ക്ക് ഈ MLA ആകുക എന്നുള്ള ലക്ഷ്യം മാത്രമാണോ ഇതിന്റെ പിന്നിൽ? അവരുടെ അമർഷാദാണോ? അല്ല, SKN ഈ അഡ്വക്കേറ്റ് നൂർബിന റഷീദിന്റെ പ്രതിഷേധ രാജിയെയും ഇപ്പോൾ ലീഗിന്റെ വനിതാ സ്ഥാനാർത്ഥി ഫാത്തിമ തഹ്ലിക്കെതിരെ ഉണ്ടാകുന്ന ലൈംഗിക അധിക്ഷേപ ആക്രമണമുണ്ടല്ലോ, അതിനെ രണ്ടിനെയും രണ്ടായി കാണണമെന്നാണ് എൻ്റെ അഭിപ്രായം. അത് പറയാൻ കാരണം അത് ഫാത്തിമ തഹ്ലിക്ക് മാത്രമല്ല, വനിതാ സ്ഥാനാർത്ഥികൾ ഒന്നടങ്കം നേരിടുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് നേരിടുന്ന ഒരു പൊതു പ്രശ്നം എന്ന നിലയിൽ കേരള സമൂഹം ചർച്ച ചെയ്യേണ്ടതാണ് എന്നതാണ് ആ വിഷയത്തിൽ എൻ്റെ അഭിപ്രായം. ഇനി എന്താണ് അഡ്വക്കേറ്റ് നൂർബിന റഷീദ് ഉന്നയിച്ച ആരോപണം അല്ലെങ്കിൽ അവരുടെ പ്രശ്നം?
അവർ നേരിട്ട പ്രതിസന്ധി എന്താണ്? ലീഗില് ഈ വനിതകളെ സ്ഥാനാർത്ഥിയാക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. കാരണം മുസ്ലിം ലീഗിനകത്ത് വനിതകൾക്ക് മുന്നോട്ട് വരാൻ, പൊതുരംഗത്ത് സജീവമായി തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് മുന്നോട്ട് വരാനുള്ള പ്രതിസന്ധികളുണ്ട് എന്നത് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. കാരണം ലീഗ് ആദ്യമായിട്ട് ഒരു വനിതാ സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് 1996 അന്ന് ഖമറുന്നീസ അൻവർ ആയിരുന്നു. കോഴിക്കോട് 2 എന്ന മണ്ഡലത്തിൽ, അതായത് ഇപ്പോഴത്തെ കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിലാണ് ഖമറുന്നീസ അൻവർ അന്ന് മത്സരരംഗത്തുണ്ട്. അതിനുശേഷം പിന്നീട് 1/4 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട്, അതായത് 25 വർഷം കഴിഞ്ഞിട്ടാണ് 2021 അതേ മണ്ഡലത്തിൽ, കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിൽ നൂർബീന റഷീദിനെ ലീഗ് സ്ഥാനാർത്ഥിയാക്കി നിർത്തുന്നത്. അതായത് ആ 25 വർഷക്കാലം ഒരു വനിതാ സ്ഥാനാർത്ഥിയെ പോലും നിർത്താൻ മുസ്ലിം ലീഗിന് കഴിഞ്ഞിട്ടില്ല എന്ന ചരിത്ര വസ്തുതയെ മറന്നുകൊണ്ടാകരുത് നൂർബീന റഷീദ് സീറ്റിന് വേണ്ടിയുള്ള ആഗ്രഹം കൊണ്ടാണ് ഈ തീരുമാനമെടുത്തത് എന്ന് നമ്മൾ പ്രസ്താവിക്കാൻ എന്ന അഭിപ്രായമാണ് എനിക്ക്. ഇനി നൂർബീന റഷീദിനെ മത്സരിപ്പിക്കുമ്പോൾ അത് സിറ്റിംഗ് സീറ്റായിരുന്നു മുസ്ലിം ലീഗിന്റെ. അവിടെ MK മുന്നീർ 2016 2011 2016 ലീഗ് മത്സരിച്ച് ജയിച്ച മണ്ഡലമായിരുന്നു കോഴിക്കോട് സൗത്ത്. ആ മണ്ഡലം സിറ്റിംഗ് ലീഗ് MLA ഉള്ള മണ്ഡലമാണ് അവിടെ നൂർബീനയ്ക്ക് കൊടുത്തത്. ഇനി നൂർബീന വളരെ പ്രധാനപ്പെട്ട പല തസ്തികകളും വഹിച്ചിട്ടുണ്ട്, പല പദവികളും വഹിച്ചിട്ടുണ്ട്. പക്ഷെ നൂർബീന ഇപ്പോൾ ഉന്നയിക്കുന്ന പ്രശ്നം അതല്ല. എന്തുകൊണ്ടാണ് ഫാത്തിമ തെഹലിയെ സ്ഥാനാർത്ഥിയാക്കാൻ ലീഗ് നേതൃത്വം തീരുമാനമെടുത്തത്? അവർ തന്നെ വാർത്താ സമ്മേളനത്തിൽ പറയുന്നു, ഞാൻ കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് ചോദിച്ചു ഫാത്തിമ തെഹലിയെ സ്ഥാനാർത്ഥിയാകുമോ? അദ്ദേഹം പറഞ്ഞത് ആകില്ല. ഈ ഒരു വനിതാ സ്ഥാനാർത്ഥിയെ ലീഗ് നിശ്ചയിക്കുമ്പോൾ എന്താണ് വനിതാ ലീഗിന്റെ ദേശീയ സെക്രട്ടറിയുമായി ഒരു കൂടിയാലോചന നടത്തുന്ന ഒരു അവസരം ഞങ്ങൾക്ക് കിട്ടാത്തത്? എന്തുകൊണ്ടാണ് പാണക്കാട് തങ്ങളും ലീഗിന്റെ സമുന്നത നേതാക്കളും ഇരുന്ന് കൂടിയാലോചന നടത്തുന്ന സ്ഥലത്ത് വനിതാ ലീഗിന്റെ ഒരു പ്രാതിനിധ്യം അവിടെ ഉറപ്പുവരുത്താൻ ഇക്കാലം അത്രയും ജോലിയെടുത്ത ഞങ്ങൾക്ക് കഴിയാതിരുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യമാണ് ചോദിക്കുന്നത്. അവർ പറഞ്ഞു 35 വർഷക്കാലം ഈ പാർട്ടിക്ക് വേണ്ടി വെള്ളം കോരി വിറക് വെട്ടിയിട്ട് ഏറ്റവും അവസാനം കപ്പടിക്കാൻ പുറത്തുനിന്ന് ഒരാൾ വരുന്നതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് നൂർബീന റഷീദ് അവരുടെ രാജിപ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് കേവലമായി സീറ്റ് താല്പര്യം മാത്രം മുൻനിർത്തി നൂർബീന റഷീദ് എടുത്ത തീരുമാനമാണെന്ന് ഞാൻ കരുതുന്നില്ല. ലീഗ് നേതൃത്വം ആലോചിക്കേണ്ടതും ഇത്തരത്തിലുള്ള കൂടിയാലോചനകളിൽ വനിതാ പ്രാതിനിധ്യം ഉറപ്പുവരുത്തേണ്ട കാര്യവുമുണ്ട്. മാത്രമല്ല സ്ത്രീകളിൽ ഈ മുസ്ലിം സ്ത്രീകൾക്ക് കേരളത്തിന്റെ പൊതുരംഗത്ത് വരാനോ രാഷ്ട്രീയ പ്രവർത്തനം നടത്താനോ ഒരു തടസ്സവുമില്ല SKN. കാരണം കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ 1ാം കേരള നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കർ മുസ്ലിം വനിതയായിരുന്നു. KO ആയിഷാബായ്. അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധിയായിരുന്നു. കായംകുളത്താണ് അവർ ജയിച്ച് ഡെപ്യൂട്ടി സ്പീക്കറായത്. അതേപോലെ നഫീസത്ത് ബി ആലപ്പുഴയിൽ നിന്ന് TV തോമസിനെ തോൽപ്പിച്ച് പൊതുരംഗത്ത് വന്നതും അവിടെ ഡെപ്യൂട്ടി സ്പീക്കറും പിന്നീട് സ്പീക്കറുമായ വനിതയാണ്. അങ്ങനെ ധാരാളം ആളുകളെ നമുക്ക് എണ്ണി പറയാനുണ്ട്. അപ്പോൾ ലീഗിനകത്ത് വനിതകൾക്ക് മുന്നോട്ട് വരാൻ തടസ്സമുണ്ട്. ആ തടസ്സം ഒരു ആണധികാരമാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ലീഗിനകത്ത് അങ്ങനെ ഒരു പ്രതിസന്ധിയുണ്ട്. ആ പ്രതിസന്ധിയെ ഒരു രാഷ്ട്രീയ പ്രശ്നമായി അവതരിപ്പിക്കുകയാണ് അഡ്വക്കേറ്റ് നൂർബീന റഷീദ്. ആ കേരളത്തിന്റെ പൊതുസമൂഹം ചർച്ച ചെയ്യണം എന്നാണ് എന്റെ അഭിപ്രായം. ഇപ്പൊ ഗോചരൻ തന്നെ പറഞ്ഞു, അവർ കുഞ്ഞാലിക്കുട്ടി വിളിച്ചു ചോദിക്കുന്നു മറ്റേ ഫാത്തിമയെ സ്ഥാനാർത്ഥിയാക്കോ? ഇല്ല എന്ന് പറയുന്നു. അപ്പോൾ ആരോ ഒരു ചിത്രം അയച്ചു കൊടുക്കുന്നു, ഫാത്തിമ അവിടെ പാണക്കാട് വന്ന് ചിത്രം അയച്ചു കൊടുക്കുന്നു. അപ്പോൾ എന്തോ നീക്കം നടത്തുമെന്ന് പറയുന്നു. അപ്പോഴൊക്കെ അവരുടെ പ്രശ്നം എന്താണ്? അവരുടെ പ്രശ്നം ഫാത്തിമയെ സ്ഥാനാർത്ഥിയാക്കുന്നതില്ല, അല്ലാതെ സ്ത്രീകൾക്ക് സ്ഥാനം കൊടുക്കാത്തതല്ല. അതെന്നാ ഉന്നയിച്ചേ? 2021 പറയേണ്ട കാര്യം. 26 പ്രശ്നം. 26 പ്രശ്നം. നൂർബീനയുടെ പ്രശ്നം എന്താണ്? നൂർബീനയുടെ പ്രശ്നം ഫാത്തിമ തഹലി മാത്രമേ ഉള്ളൂ. അല്ല ഹാഷ്മി, ഈ അങ്ങനെ ഒരു വിഷയം ഉന്നയിക്കാനും ഹരിത നേതാക്കൾക്ക് അത്തരം വിഷയം ഉന്നയിക്കാനും ആ വിഷയം ചർച്ച ചെയ്യപ്പെടാനും അത് അന്വേഷിക്കാനും ഒക്കെ ഒരു സ്വാതന്ത്ര്യം മുസ്ലിം ലീഗിനുണ്ട് എന്ന നിലയിൽ കൂടി നമ്മൾ കാണേണ്ടേ. പിന്നീട് അതെ, അത് കഴിഞ്ഞതിന് രണ്ടാമത്തെ കാര്യം ഒരു പാർട്ടി സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുമ്പോൾ അതിന്റെ പോഷക സംഘടനകളുമായിട്ടൊക്കെ ചർച്ച ചെയ്യാറുണ്ടോ? ജനാധിപത്യ മഹിളാ അസോസിയേഷനുമായി സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നത് മഹിളാ കോൺഗ്രസിന്റെ നേതാക്കളുമായി ഇത്തവണ മഹിളാ കോൺഗ്രസിന് വലിയൊരു പരാതി ഉണ്ടായിരുന്നു. മഹിളാ കോൺഗ്രസിന് വലിയൊരു പരാതി സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്ന പല ഘടകങ്ങൾ പരിഗണിച്ചാണ്. അതിലേതായാലും ഇപ്പൊ വനിതയ്ക്ക് കൊടുത്തില്ലെങ്കിൽ അത് ശരിയാണ് ആരോപണം. മുസ്ലിം ലീഗ് ഒരു വനിതാ സ്ഥാനാർത്ഥിയെ പോലും നിർത്തിയില്ല. ലീഗിൽ ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട നേതാവാണ്, യുവ നേതാവാണ്. അവരുടെ വനിതാ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല എന്ന വിമർശനം നിങ്ങൾ ഉന്നയിക്കുന്നത്. പ്രകടന പത്രിക പുറത്തിറക്കിയപ്പോൾ വനിതാ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല എന്ന ആരോപണം നിങ്ങൾ ഉന്നയിക്കരുത്. എന്തുകൊണ്ടാണ് ഉന്നയിക്കുന്നത്?
ആ വിഷയം ഉന്നയിക്കുന്നത് ഇതിൽ കൂടുതൽ സ്ത്രീ ശാക്തീകരണത്തിനായി കൂടുതൽ പദ്ധതികളൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ പാർലമെന്റ് ഒരേ ഒരു കാര്യം 1996 ഒരു സ്ഥാനാർത്ഥിയെ കൊടുത്ത ശേഷം പിന്നെ 2021 ഒരു സ്ഥാനാർത്ഥി 25 കൊല്ലക്കാലത്തിന് ശേഷമാണ് മുസ്ലിം ലീഗ് സംഘടനയിൽ നിന്ന് ഒരു വനിതാ സ്ഥാനാർത്ഥി ഉണ്ടാകുന്നത്. കൊടുത്തതാണോ കൊടുക്കാത്തതാണോ പ്രശ്നം? അല്ല, നൂർബീനയുടെ പ്രശ്നം ഫാത്തിമയുടെ പ്രശ്നം അല്ല, ദേശീയ മുസ്ലിം ലീഗ് കമ്മിറ്റി റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ ഒരു വനിതാ ലീഗിൽ നിന്ന് ഒരു അംഗം പോലും ഉണ്ടായില്ല എന്ന് അവർ ഉന്നയിക്കുന്ന ആക്ഷേപം എങ്ങനെയാ ലളിതമായി പോകുന്നത്? സ്ഥാനാർത്ഥിയാക്കിയതില്ല പ്രശ്നം. അപ്പൊ അവര് പറയുന്നുണ്ട് വേറെ ആരും ഉണ്ടായിരുന്നല്ലോ, എന്താ ബഹബാനോ ആരോ ഉണ്ടായിരുന്നല്ലോ, ഫാത്തിമത്തെ സ്ഥാനാർത്ഥി മാത്രമേ പ്രശ്നമുള്ളൂ. അതിൽ ഫാത്തിമ സ്ഥാനാർത്ഥി മാത്രമേ പ്രശ്നമുള്ളൂ. ശരി, അതിപ്പോൾ കുഞ്ഞികൃഷ്ണന് മധുസൂദനനെ സ്ഥാനാർത്ഥിയാക്കിയത് മാത്രമേ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുന്ന പോലെയാണ്. ഇതൊക്കെ അവരുടെ ഉള്ളിൽ പല ആളുകൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അത് അവർ പറയുന്നു. ഇവിടെ ഫാത്തിമ തൈലിയാണ്. പക്ഷേ എനിക്കിതിൽ നിങ്ങളുടെ ചർച്ചയിൽ ഏറ്റവും കൗതുകരമായി തോന്നിയത് സ്ത്രീകൾക്ക് പുറത്ത് വന്ന് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം മുസ്ലിം ലീഗിന് ഈ സോ കോൾഡ് സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ടെന്നാണോ നിങ്ങളൊക്കെ കരുതുന്നത്? അവരുടെ ഐഡിയോളജി തന്നെ എന്താണ്? അതാണ് ഇപ്പോൾ ഗോപി പറഞ്ഞ ഇത്ര വർഷത്തെ ഗ്യാപ്പ് എങ്ങനെയാണ് അവിടെ ഉണ്ടാകുന്നത്? ആ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത്, സ്ത്രീകൾ എന്ന് പറയുന്നത് ഇതിനുള്ളിൽ മാത്രം ഇപ്പോഴും പലയിടങ്ങളിലും ഇവരുടെയൊക്കെ പല യോഗങ്ങളിലും മറ്റേ കർത്തൻ കെട്ടി പുരുഷനെയും സ്ത്രീയും അപ്പുറത്തിപ്പുറത്തിരുത്തുന്ന സംഘടനയാണ്. എന്നിട്ടാണ് സ്ത്രീകളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും സ്ത്രീകൾക്ക് പരിഗണന കൊടുക്കുന്നതിനെ കുറിച്ചൊക്കെ മുസ്ലിം ലീഗ് പറയുന്നത്. നല്ല തമാശയാണത് കേൾക്കാൻ ഈ കാലത്തും. അത്തരമൊരു അവസ്ഥയിൽ നിന്നാണ് ഇത്തരം ചില യുവ നേതാക്കളെ മുസ്ലിം ലീഗ് കൊണ്ടുവരുന്നതെന്ന് നമ്മൾ കാണാതിരുന്നുകൂടാ. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, അല്ല ഒരു മിനിറ്റ്, അല്ല ഗോപിച്ചൻ രണ്ട് വിഷയം പറഞ്ഞു. ഞാൻ പറയാൻ കാരണം എന്താ അറിയോ, ഫാത്തിമ തഹ്ലിയ അതിഭീകരമായ അധിക്ഷേപം അവിടെ നേരിടുന്നുണ്ട്. അതിഭീകരമായ എന്താ വർഗീയ പ്രചരണം തോപ്പിക്കാൻ നടക്കുന്ന ആരോപണം ലീഗിനും കോൺഗ്രസിനും ഉണ്ട്. ആ സമയത്ത് ഉന്തിന്റെ ഒരു തള്ള് എന്ന് പറയുന്ന പോലാണ്. ഞാൻ പറയാൻ കാരണം എന്താ, അല്ല ഞാൻ പറയാൻ കാരണം എന്താണ്, അങ്ങനെ ആ മണ്ഡലത്തിൽ ഫാത്തിമ ഒരു പ്രതിസന്ധി നേരിടുമ്പോൾ ഉന്തിന്റെ കൂടെ ഒരു തള്ള എന്ന മട്ടിൽ നൂർബിന എന്ന് പറയുകയാണ്, സമസ്തക്കാരെ ദോ മത്സരിക്കുന്നു, നിങ്ങൾക്കൊന്ന് പറയാനും ചോദിക്കുകയാണ്. ഞാൻ അങ്ങനെ നടത്തിയത് അതല്ലാതെ 4 ദിവസം മുമ്പാണ് പറഞ്ഞത് ഈ സംവരണ സീറ്റിലാണ് വനിതകളെ നിർത്താൻ ഞങ്ങൾ അനുമതി കൊടുത്തത്, ജനറൽ സീറ്റിലല്ല എന്ന് പറഞ്ഞത് സമസ്തയുടെ മുഷാവറ അംഗം ഉമർ ഫൈസി മുക്കമാണ്. പിന്നീട് ജിഫ്രി തങ്ങൾക്കൊക്കെ തള്ളി പറയേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അല്ല, അതിനെ പിന്തുണയ്ക്കാതാണല്ലോ ഇപ്പം ജനറൽ സീറ്റിൽ തന്നെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയെ നിർത്തിയേക്കുന്നത് രണ്ടുപേരെയും സംവരണ വാർഡൊന്നും പരിഗണിക്കാതെയാണ്. അതെന്താ അവിടുത്തെ ലീഗ് വിരുദ്ധനായ ഒരാളായി അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുന്നത്? ഞാൻ പറഞ്ഞ നിങ്ങൾ പുരോഗമന പാർട്ടി CPM മുക്കത്ത് തള്ളി പറഞ്ഞോ? അല്ല, ഞാൻ പറഞ്ഞത് എന്താ, അല്ല അതില്ല, അത് വേറെ രാഷ്ട്രീയം. ഞാൻ പറഞ്ഞ പോയിന്റ് എന്താ, മുക്കത്തിനെയാണ് നിങ്ങൾ ഉദ്ധരിക്കുന്നതെങ്കിൽ ഞാൻ പറയുന്നത് അയാൾ സമസ്തയ്ക്കകത്തെ ലീഗ് വിരുദ്ധനാണ്. എതിരഭിപ്രായമുണ്ടോ നിങ്ങൾക്ക്? സീറ്റിൽ മത്സരിക്കുന്നതിനാണ് വനിതകൾക്ക് ഞങ്ങൾ അനുമതി കൊടുത്തത്. സമസ്തയുടെ നേതൃത്വം കേട്ടില്ല. ഇല്ല, സ്ഥാനാർത്ഥി നേരത്തെ മുക്കം പറഞ്ഞു, സ്ഥാനാർത്ഥിയല്ലോ. ആളാണ് മുക്കം LDF ചേർന്ന് നിൽക്കുന്ന ആളാണ്. അയാൾ പറഞ്ഞ അങ്ങേറ്റ സ്ത്രീ വിരുദ്ധത്തിൽ ആദ്യം എനിക്ക് ഈ വിഷയത്തിൽ മുസ്ലിം ലീഗിന്റെ വനിതാ സ്വാതന്ത്ര്യത്തെ അവർ കാണുന്നതിനെ കുറിച്ച് എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നും ഈ പറയുന്ന ഈ ഹരിത നേതാക്കളടക്കം ഇതിനെ ന്യായീകരിച്ച് രംഗത്ത് വരുന്നവരാണ്. ഈ കോളേജുകളിൽ പോലും ആൺകുട്ടികളും പെൺകുട്ടികളും ഒരു യോഗം നടക്കുമ്പോൾ കർത്തൻ കെട്ടി രണ്ട് സൈഡിൽ ഇരുത്തിയതിനു ശേഷം അതിനെ ന്യായീകരിക്കുന്ന ആളുകളാണ് ഈ സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും സ്ത്രീകൾ പൊതുവിൽ സമൂഹത്തിലിറങ്ങി ഈ പ്രവർത്തനം നടത്തുന്നതിനെ കുറിച്ചും ഒക്കെ പറയുന്നത്. അതാണ് ഇതിലെ വൈരുദ്ധ്യം. മുസ്ലിം ലീഗ് അന്നും ഇന്നും ഈ സ്ത്രീകൾ പൊതുമധ്യത്തിൽ ഇറങ്ങി പ്രവർത്തനം നടത്തുന്നതിനെ ഒരു നിലയിലും അവർ അംഗീകരിക്കാൻ അവർ തയ്യാറുള്ളവരാണെന്ന് ഞാൻ കരുതുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഇനി മുസ്ലിം ലീഗിന് 2 സ്ത്രീകളെ നിർത്തിയില്ല എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഉറപ്പുള്ള 2 സീറ്റുകളിൽ നിർത്തി അവർ നിയമസഭയിൽ എത്തിക്കാൻ പാടില്ലായിരുന്നോ? അതെ, ഒരിടത്തെങ്കിലും പേരാമ്പ്രയിലാണ് നിർത്തിയിരിക്കുന്നത്. പേരാമ്പ്രയിൽ അവിടെ ഫാത്തിമ തൈലിയ എന്തോളം ഉണ്ടാക്കുന്നു അറിയില്ല. ഫാത്തിമ തൈലിക്ക് പോലും CPIMന്റെ സ്ഥാനാർത്ഥികളെ കുറിച്ചൊക്കെ ഞാൻ ചോദിക്കട്ടെ, ശൈലജയ്ക്ക് പേരാവൂർ മണ്ഡലം കൊടുക്കുന്നതിന് ആധാരമായിട്ടുള്ള കാര്യം എന്തായിരുന്നു? പേരാമ്പ്ര പിടിച്ചെടുക്കണം എന്ന് LDF ആഗ്രഹിക്കുന്നുണ്ട്. LDFനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും സ്റ്റാർ കാൻഡിഡേറ്റ് അവർ വിലയിരുത്തുന്ന സ്ത്രീ
കുട്ടിയാണ് കെ ശൈലജ. അവരിതാ പേരാവൂരിൽ മത്സരിപ്പിക്കുന്നു. അങ്ങനെ കാണാൻ കഴിയാത്തതാണ് പ്രശ്നം. അതേസമയം ഞാൻ ചോദിക്കുന്നത് ദിലീപേട്ട, നിയമസഭയിൽ ഒരു സ്ത്രീയെ എത്തിക്കണമെന്ന നിശ്ചയദാർഢ്യം മുസ്ലിം ലീഗ് ഉണ്ടെങ്കിൽ 2 സീറ്റിൽ 1 ഷുവർ സീറ്റിൽ കൊടുക്കാമായിരുന്നു മുസ്ലിം ലീഗിന്. സീറ്റുകളിൽ നല്ല മത്സരം കാഴ്ചവെക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥികളെയാണ് അവർ നിർത്തിയിരിക്കുന്നത്. അവർ അക്കാര്യം നേതൃത്വം സ്ഥാനാർത്ഥിത്വത്തിന്റെ കാര്യത്തിൽ എങ്ങനെ പറയാൻ പറ്റും അവിടെ എങ്ങനെ വിജയിക്കില്ല? പേരാമ്പ്ര സീറ്റൊന്നും മുസ്ലിം ലീഗിന്റെ നിയമസഭയിൽ ഒരു വനിതാ പ്രതിനിധിയുടെ പേര് പറയും. നമ്മൾ ഇത്രയും ചർച്ച ചെയ്തല്ലോ. ഒരു വനിതാ പ്രതിനിധി ലീഗിന്റെ അങ്ങനെയാണ് ഗോപികൃഷ്ണൻ പറഞ്ഞ ഉറച്ച സീറ്റല്ലേ കഴിഞ്ഞ തവണ കൊടുത്തത്. കഴിഞ്ഞ തവണ നൂർബിന റഷീദിന് കൊടുത്ത മുസ്ലിം ലീഗിന്റെ നേരത്തെ 2 അതൊരു ഉറച്ച സീറ്റല്ലേ? ഗോപികൃഷ്ണൻ അങ്ങനെ ചോദിച്ചതുകൊണ്ട് ഏറ്റവും ഉറപ്പുള്ള മുസ്ലിം ലീഗിന് ഉറപ്പുണ്ട് എന്ന് കരുതുന്ന സീറ്റുകളിലൊന്നാണല്ലോ കഴിഞ്ഞ തവണ കൊടുത്തത്. അവിടെ എം കെ മുനീർ മത്സരിച്ച് അവിടെ ആരെയും വില കുറച്ച് കാണരുത്. തളിപ്പറമ്പിൽ ശക്തമായ പോരാട്ടമുണ്ട്. ഈ പറയുന്ന എന്താണ് വിമതമാർ 2 സ്ഥലങ്ങളിലും ശക്തമായ പോരാട്ടമാണ്. പുറത്തു വരുന്ന പല സർവേകളിൽ പേരാമ്പ്രയും കട്ടയ്ക്ക് മത്സരം നടക്കുന്നുണ്ട്. അതുകൊണ്ട് ആരും ഇക്കാലത്ത് വില കുറച്ച് കാണണ്ട. എന്ത് സംഭവിക്കാം? അതായത് ജയിക്കുമെന്ന് ഉറപ്പില്ലാത്ത ഒരു സീറ്റ്, ആ സീറ്റിലെ മത്സരിക്കാൻ എനിക്ക് അവസരം കിട്ടിയില്ല എന്ന് പറഞ്ഞ് വനിതാ ലീഗിന്റെ ദേശീയ സെക്രട്ടറി ഡോക്ടർ നൂർബിന റഷീദ് രാജിവെക്കുന്നു. യുക്തിസഹമല്ല, അങ്ങനെ സ്വീകരിക്കാൻ നമുക്ക് പ്രയാസമുണ്ട്. അതേ ഉള്ളൂ ലളിതമായ ഉത്തരം. അതായത് മത്സരിക്കുമെന്ന് ഉറപ്പ്, ജയിക്കുമെന്ന് ഉറപ്പുള്ള ഒരു സീറ്റ് അവർക്ക് കിട്ടിയില്ല. അതുകൊണ്ട് അവർ രാജിവെച്ചു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കും. ഒരു ഉറപ്പില്ലാത്ത ഫാത്തിമയ്ക്കെതിരെ എന്തൊക്കെയാണ് പറയുന്നത്? അവരുടെ നൂർബിന റഷീദിന് സ്ത്രീകൾ മുന്നോട്ട് വരണം എന്നാണ് ആഗ്രഹമെങ്കിൽ എന്തിനാണ് ഫാത്തിമ സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു ആലോചനയും വനിതാ ലീഗുമായി നടത്തിയില്ല എന്നാണ്. ഒരു ഉത്തരവാദപ്പെട്ട പാർട്ടി പ്രവർത്തകയാണെങ്കിൽ ഈ കാര്യം എവിടെ ചർച്ച ചെയ്യണം? അവര് ലീഗിൽ ചർച്ച ചെയ്യണം. അത് ശരിയാണ്. അത് മാത്രമല്ല, കുഞ്ഞാലിക്കുട്ടിയോട് ചോദിക്കുന്നുണ്ട് സ്ഥാനാർത്ഥിയാവോ? ചോദിക്കുന്നുണ്ട്. എന്തിനാ ചോദിക്കുന്നത്? സ്ഥാനാർത്ഥി ആവലെന്ന് ഉറപ്പിക്കാൻ. അപ്പൊ നേരത്തെ മുതലേ ഫാത്തിമ സ്ഥാനാർത്ഥി ആവാതെ ചരട് വലിക്കുന്ന നൂർബിന സ്ഥാനാർത്ഥി കുരുപൊട്ടി രാജിവെച്ചു. അത്രേ ഉള്ളൂ. സിമ്പിൾ. അല്ല, അങ്ങനെയാണെങ്കിൽ മറുപടി പറയാമല്ലോ. സ്ഥാനാർത്ഥിയാകുന്നു. എന്തിനാ സ്ഥാനാർത്ഥി ആകില്ല എന്ന് പറഞ്ഞത്? അത് കുഞ്ഞാലിക്കുട്ടി ഇഷ്ടം. അതെങ്ങനെ ഒരുപാട് ഇഷ്ടമാണ്. അല്ല, അപ്പൊ അവസാനത്തെ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളല്ലേ അതിന് മറുപടി പറയേണ്ടത്? അല്ല ദിലീപ്, ചിലപ്പോഴേ പി കെ കുഞ്ഞാലിക്കുട്ടി അത് പറയുന്ന ആ സമയത്ത് ചിലപ്പോൾ അവർ സ്ഥാനാർത്ഥി അല്ലാതായിരിക്കും. പിന്നീട് ഒരു സംശയത്തിന് ആനുകൂല്യം അദ്ദേഹത്തിന് കൊടുക്കാം. വ്യക്തിപരമായി പോയി. വനിതാ ലീഗിലെ ആളുകൾക്ക് സീറ്റുകൾ കിട്ടുന്നില്ല എന്ന് പറയുന്ന പരാതിക്ക് കഴമ്പുണ്ട്. ലീഗിൽ സ്ത്രീകൾ മുന്നോട്ട് വരുന്നില്ല എന്ന് പറയുന്നതിനും കഴമ്പുണ്ട്. എന്നാൽ ഒരു സ്ഥാനാർത്ഥി വന്നതാണ് എന്റെ പ്രശ്നം എന്ന് വരുന്നത് തീർച്ചയായിട്ടും ദേശീയ വർക്ക് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നൂർബിന റഷീദിന്റെ വാർത്താ സമ്മേളനം കണ്ടാലും അത് പറയാം. എന്തുകൊണ്ട് അവർ ഫാത്തിമ തൈലയുടെ പേര് പറയുന്നു? അതിനൊരു പശ്ചാത്തലമുണ്ട്. MSFുമായി ബന്ധപ്പെട്ട് വന്ന വിവാദങ്ങളിലടക്കം പിന്നീട് അതിൽ കോംപ്രമൈസുകൾ ഉണ്ടായതടക്കം. 26 പറയുന്നത് അത് കോർപ്പറേഷൻ നമുക്ക് എന്തായാലും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഈ കാര്യത്തിൽ ഒരു നിലപാട് പറയും എന്നാണ് നമ്മുടെ വിശ്വാസം. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ നേതാക്കൾ പലതും ചർച്ച ചെയ്ത് നമ്മൾ കേട്ടു. എന്നാൽ പൊതുജനം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് എന്താണ്? എന്തിനാണ് വോട്ട് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് ഞങ്ങൾ വോട്ട് ചെയ്യണം? കാസർഗോഡ്, വയനാട് ജില്ലകളിലെ ജനങ്ങൾ സംസാരിക്കുന്നു. എന്തിന് വോട്ട് ചെയ്യണം? ജനശബ്ദം. ആരാണോ ഗുണം ചെയ്യുന്നത് നാടിന്, അത് നമുക്ക് അറിയാമല്ലോ. ഓരോരുത്തരും മനസ്സിലുണ്ടാവുമല്ലോ. നിങ്ങളെ മനസ്സ് എനിക്കും കാണാൻ പറ്റില്ല, എൻ്റെ നിങ്ങൾക്കും കാണാൻ പറ്റില്ല. അപ്പോൾ അതിനനുസരിച്ചിട്ട് അങ്ങോട്ട് ചെയ്യും. വികസനം നടത്തുന്ന അവർ കൂടെ നമ്മളുണ്ടാവും. അതാണ്, അല്ല പ്രത്യേക പാർട്ടി ഇല്ല. സമാധാനത്തിന് വേണ്ടിയിട്ട്, വികസനത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടിയിട്ട് എല്ലാ മേഖലയിലും, സമസ്ത മേഖലയിലും എന്ന് പറയുമ്പോൾ യുവാക്കൾക്ക് പരിഗണന ഉണ്ടാകണം, തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം ഉണ്ടാകണം. നമ്മുടെ കേരളത്തിൽ നിന്ന് വിദ്യാഭ്യാസം ഉണ്ടായിട്ടും തൊഴിലിന് വേണ്ടിയിട്ട് അന്യ സംസ്ഥാനങ്ങളെയും
വിദേശ രാജ്യങ്ങളിൽ ആശ്രയിക്കുന്ന യുവാക്കൾക്ക് ഇവിടെ ജോലി ചെയ്ത് ഈ നാട്ടിന് ഒരു വരുമാനമുണ്ടാകുന്ന ഒരു നല്ല ഭരണത്തിൻ്റെ അല്ലെങ്കിൽ ഭരണ സാരഥികൾ അതിന് വേണ്ടുന്ന നയങ്ങൾ രൂപീകരിച്ച് നടപ്പിലാക്കണം. നാടിൻ്റെ വികസനത്തിന് ആവശ്യം ആണ്. ഇപ്പം നല്ല വികസനമുണ്ട്. തുടരണം. ആവറേജ് തൊട്ട് അതിന് താഴെയുള്ള ആളുകൾക്ക് പണമായിട്ടും ജോലിയായിട്ടും അവർക്ക് വേണ്ട എല്ലാ കിട്ടുന്ന രീതിയിലുള്ള വികസനം, അടിസ്ഥാന വികസനം. ഭരിക്കുന്ന ആൾക്കാർ അവർക്ക് നമ്മൾ വോട്ട് ചെയ്യുന്നു. നല്ല ഭരണം. ഇനി അങ്ങോട്ട് ഈ ഭരണത്തെ തുടർന്നു പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വോട്ട് നമ്മുടെ അവകാശമാണ്, അതുകൊണ്ട് വോട്ട് ചെയ്യും. പക്ഷേ അത് നമ്മളേത് പാർട്ടിയിലല്ല, നമ്മൾ ഏത് പാർട്ടി വന്നാലും നല്ലൊരു വികസനം വേണം. വോട്ട് ചെയ്യേണ്ടത് പൊതുജനങ്ങളുടെ ഉത്തരവാദിത്വമാണ്. പ്രായപൂർത്തിയായിട്ടുള്ള ആൾക്കാർ അവരവരുടെ സുസ്ഥിരമായിട്ടുള്ള ഭരണത്തിന് വേണ്ടിയിട്ട് ജനാധിപത്യത്തിൻ്റെ ഭാഗമായിട്ട് വോട്ട് ചെയ്യണം. അതാണ് എൻ്റെ നിലപാട്. വികസനം ആര് കൊണ്ടുവരുന്ന അവർക്ക് ഒപ്പം ആണ്. ഏത് പാർട്ടിക്കായാലും വികസനം ആര് കൊണ്ടുവരുന്നു ഒപ്പം നമ്മളുണ്ടാകും. നമുക്ക് വോട്ടുണ്ട്, അത് വിട്ടു കൊടുക്കല്. ഭരിക്കാൻ ഭരിച്ചോട്ടെ, ഭരിക്കാൻ നടക്കട്ടെ എന്നതിന് അങ്ങനെ ആര് ഭരിച്ചാലും തിരക്കില്ല. നമ്മുടെ ആവശ്യം അനുസരിച്ച് അവർ ഓരോരോ ഇത് പദ്ധതി ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലവരാണെങ്കിൽ വോട്ട്. മുമ്പ് വോട്ട് ചില ആൾക്കാർ അതിനൊരു സില്ലിയാക്കിയിട്ടാണ് വിടാറ്. ഇപ്പം പക്ഷേ അങ്ങനെയല്ല. ഇപ്പോൾ വോട്ട് നമ്മൾ ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ അതിന് 4-5 വർഷം കഴിയുമ്പോൾ നമ്മൾ ഇന്ത്യയിൽ നിന്ന് തന്നെ പുറത്തു പോകാൻ സാധ്യതയുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇപ്പോഴത്തെ നിയമം അങ്ങനെയാണ്. നാടിന് നല്ല വികസനങ്ങൾ ഉണ്ടാകാനും നമ്മുടെ വരും തലമുറയ്ക്ക് ജീവിക്കാനുമുള്ളൊരു ഇതിനു വേണ്ടിയാണ് ചെയ്യുന്നത്. അരൂർ മണ്ഡലത്തിലാണ് മണ്ഡലം ചുറ്റി മകളകൾ എന്ന് എത്തുന്നത്. സാമൂഹ്യ സുരക്ഷാ പദ്ധതികളുടെ പോലും ഭാഗമല്ലാത്ത ഒരു വിഭാഗം വനിതാ തൊഴിലാളികളെ അരൂരിൽ 24 കണ്ടുമുട്ടി. കൂലി വർധന, ചികിത്സാ സഹായങ്ങൾ തുടങ്ങിയവയാണ് ഇവർ ജനപ്രതിനിധിയിൽ നിന്നും സർക്കാരിൽ നിന്നും ഒക്കെ പ്രതീക്ഷിക്കുന്നത്. പ്രയോജനലക്ഷ്മിയും കൃഷ്ണ ചെറിയാനും അരൂരിൽ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട്. മൈജി ഫ്യൂച്ചർ മണ്ഡലം ചുറ്റും മഹിളകൾ സമർപ്പിക്കുന്നത് മൈജിയാണ് ഫ്യൂച്ചർ. കോ സ്പോൺസർഡ് ബൈ ആഘോഷങ്ങൾ നടക്കട്ടെ. വോക്കരു പ്ലസ്, കല്യാൺ ഹോംസ്. ഒന്നായി ജീവിക്കാം, നന്നായി ജീവിക്കാം. നമസ്കാരം. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് അരൂർ മണ്ഡലത്തിലെ പാണാവള്ളി എന്നുള്ള സ്ഥലത്താണ്. ഇവിടെ നമ്മൾ ഇങ്ങനെ വന്നപ്പോഴാണ് ഒരു ചെമ്മീൻ പീലിംഗ് ഫാക്ടറി കണ്ടത്. അപ്പോൾ ഈ ചെമ്മീൻ പീലിംഗ് ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന ഒരുപാട് ചേച്ചിമാരുണ്ട്. തെരഞ്ഞെടുപ്പിനെയും രാഷ്ട്രീയത്തെയും ഒക്കെ ഈ ചേച്ചിമാർ എങ്ങനെയാണ് കാണുന്നത്, ഇവരുടെ ജീവിതത്തിലൊക്കെ എന്ത് മാറ്റം കൊണ്ടുവരാൻ ഇപ്പോഴത്തെ സർക്കാരിന് സാധിച്ചു, ഇനി ഒരു മാറ്റം ആവശ്യമാണ്, അവരോട് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. നമസ്കാരം ചേച്ചി. എത്രയുണ്ട് ചേച്ചി ഇപ്പൊ കൂലി? 29 ദിവസം. ഒരു പാത്രം ചെമ്മീൻ കിളിയാ. ഒരു പാത്രം ചെമ്മീൻ. അപ്പൊ ഒരു ദിവസം എത്ര പാത്രം ചെമ്മീൻ കിള്ളും? അത് ചില ആളുകൾ 20 ടോക്കത്തിന് 10 തൂക്കം കിള്ളും, 15 തൂക്കം കിള്ളും, അങ്ങനെ കിള്ളും പോലെ കിട്ടും. ഇപ്പൊ ഇവിടുത്തെ ജോലി, നിങ്ങളുടെ ജീവിതം ഇതിലൊക്കെ സന്തോഷമാണോ? സന്തോഷം എന്ന് പറഞ്ഞാൽ ഇതിന് ഇത്രക്കേ കൂലി കിട്ടില്ല. ബാക്കി എല്ലാത്തിനും കൂലി, അരിക്കും കപ്പക്കും എല്ലാത്തിനും കൂലി കിട്ടി, ഇതിന് മാത്രം കൂലി കിട്ടിയിട്ടില്ല. ഒരു സൈഡ് വില നല്ലപോലെ കൂടുന്നുണ്ട്, പക്ഷെ കൂലി കൂടുന്നില്ല അല്ലേ? നമുക്കൊരു ഭരണമാറ്റമൊക്കെ വരുമോ? ആ മാറ്റം വരുവാന്ന് നല്ലത് പ്രവർത്തനങ്ങളിലേ മാറ്റം വരുള്ളൂ. ചെമ്മീൻ കിള്ളിയാൽ ഞങ്ങളുടെ ജീവിതം നല്ലോണം പോകും. ചെമ്മീൻ ഉണ്ടാകണമെങ്കിലേ ഞങ്ങൾക്ക് പണിയെടുക്കാൻ പറ്റുള്ളൂ. ഞങ്ങളുടെ ജീവിതം ഇതുകൊണ്ട് കഴിയുന്ന ആൾക്കാരാണ് ഞങ്ങൾ. ഇവിടെ പണിയില്ലെങ്കിൽ ഞങ്ങൾ പട്ടിണി തന്നെ. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്ത് സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്? ഇപ്പൊ ഒന്നും വന്നിട്ടില്ല. പിന്നെ പെൻഷൻ കിട്ടുന്നുണ്ട്. ഞാൻ വിധവയാണ്, അതുകൊണ്ട് എനിക്ക് പെൻഷൻ കിട്ടുന്നുണ്ട്. അത് കിട്ടുന്ന ഈ പണിയെടുത്തു പോകാൻ ജീവിക്കുന്ന ഞങ്ങൾ. 2 വനിതാ സ്ഥാനാർത്ഥികളുണ്ട്. എന്താ അഭിപ്രായം? അതൊന്നും ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ഇല്ല. എല്ലാവരും വേണം. എല്ലാവരെയും വേണം. രാഷ്ട്രീയമില്ല. നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ രാഷ്ട്രീയമാണോ നോക്കുന്നത്, അതോ ആളുകളെയാണോ നോക്കുന്നത്? അത് രാഷ്ട്രീയം നോക്കി ചെയ്യുള്ളൂ. ഓക്കെ. ചേച്ചിക്ക് പാർട്ടി ഉണ്ട്. ചേച്ചി എന്തുണ്ട് തെരഞ്ഞെടുപ്പ് വിശേഷമൊക്കെ? നല്ല വിശേഷം. എല്ലാവർക്കും എല്ലാ പാർട്ടിയും വേണം. പ്രത്യേകിച്ച് ഇഷ്ടമുള്ള ഏത് പാർട്ടിയാന്ന് വെച്ചാൽ അവർക്ക് വോട്ട് ചെയ്യാം. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ PF ES അങ്ങനെയുള്ള ഒരു ആനുകൂല്യം ഇല്ല. ഞങ്ങൾ ജോലി ചെയ്താൽ ജീവിക്കാം. നമുക്കൊരാപത്ത് വന്നാൽ ഇവിടുന്ന് അധികം സഹായങ്ങളൊന്നുമില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾക്ക്. എന്തെങ്കിലും ഇപ്പൊ പെട്ടെന്ന് ഒരു അസുഖമോ ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നേ? തീരെ നിവൃത്തിയില്ലെങ്കിൽ ഞങ്ങളെ ഓട്ടോയിൽ കൊണ്ടുപോകും. പിന്നെ ഇവിടുത്തെ സൂപ്പർവൈസറിന് എന്തെങ്കിലും തരാൻ സന്മനസ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് തരും. അത്രയല്ല, അതിൽ കഴിഞ്ഞ് ഒന്നുമില്ല. ഈ മണ്ഡലത്തിൽ മറ്റെന്തെങ്കിലും മാറ്റം വരണം എന്ന് ആഗ്രഹിക്കും? മാറ്റം വരണം. എന്ത് മാറ്റം എന്ന് പറഞ്ഞാൽ തൊഴിലാളികൾക്ക് നമ്മൾ കഷ്ടപ്പെട്ടാലേ നമുക്ക് ഉള്ളു. ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾക്ക് ദാരിദ്ര്യമാണ്.
അപ്പൊ നല്ല ഭരണം വന്നാൽ നമുക്ക് നല്ലത്. നല്ല ഭരണം എന്ന് ചേച്ചി ഉദ്ദേശിക്കുന്നത് എന്താ? എന്തൊക്കെ കാര്യങ്ങൾ വരണം? ലോകത്ത് സമാധാനം ഉണ്ടാകണം. അതുപോലെ ഞങ്ങൾ പീലിങ്ങാർക്ക് ഒരു ഇതുമില്ല. പീലിംഗങ്ങൾ ചെയ്യൽ മാത്രം രോഗികളായ വീട്ടിൽ കിടക്കും, അത്രയേ ഉള്ളൂ. ഇപ്പോഴത്തെ MLA ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള ഏതെങ്കിലും പരാതികൾക്ക് ഒരു പരിഹാരം ഉണ്ടായിട്ടുണ്ടോ? അത് എല്ലാ വർഷവും വരും, ഓരോ പരിപാടി പറഞ്ഞിട്ട് അവരങ്ങ് പോകും. ഞങ്ങൾ അപ്പോഴും പണ്ടത്തെ പോലെ തന്നെ ഇപ്പോഴും. അല്ല, MLA കണ്ട് സംസാരിച്ചിട്ടുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ? പല കാര്യങ്ങളും ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കൊരു ഇതുമില്ല. ഇനി ചില നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് ഒരു യാത്രയാണ്. സ്ഥാനാർത്ഥികളുടെ ജയ പരാജയ സാധ്യതകൾ എന്തൊക്കെയാണെന്നാണ് ഈ പരിപാടിയിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത്. ആദ്യം നമ്മൾ പോകുന്നത് തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിലേക്കാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ എങ്ങനെയാണ് തൃശ്ശൂരിലെ ജനങ്ങൾ വിധി എഴുതിയതെന്ന് ആദ്യം പരിശോധിക്കാം. ഗോപികൃഷ്ണൻ, എങ്ങനെയായിരുന്നു അതിന്റെ അവസ്ഥ? തൃശ്ശൂർ മണ്ഡലത്തിൽ 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം എങ്ങനെയാണെന്ന് നോക്കാം. തെറമ്പിൽ രാമകൃഷ്ണനായിരുന്നു അന്ന് UDF സ്ഥാനാർത്ഥി, പി ബാലേന്ദ്രൻ LDF സ്ഥാനാർത്ഥി, അതോടൊപ്പം രവികുമാർ ഉപ്പത്ത് NDA സ്ഥാനാർത്ഥി. അവർക്ക് കിട്ടിയിട്ടുള്ള വോട്ട് എത്രയാണ് നമുക്ക് നോക്കാം. തെറമ്പിൽ രാമകൃഷ്ണൻ കിട്ടിയത് 59,991, പി ബാലേന്ദ്രന് 43,822, രവികുമാർ ഉപ്പത്തിന് 6,697. അങ്ങനെ ഭൂരിപക്ഷം 16,169 തെറമ്പിൽ അവിടെ വിജയിക്കുന്നു. 2016 VS സുനിൽകുമാർ ആയിരുന്നു ഇടതുമുന്നണി സ്ഥാനാർത്ഥി. 53,664 വോട്ട് സുനിൽകുമാർ നേടി. പത്മജ വേണുഗോപാൽ UDF സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് 46,677, ബി ഗോപാലകൃഷ്ണൻ നേടിയത് 24,748. അന്ന് സുനിൽകുമാറിന്റെ ഭൂരിപക്ഷം 6,987 വോട്ടിന്റേതായിരുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി എത്തിയത് പി ബാലചന്ദ്രൻ. 44,263 വോട്ട് പി ബാലചന്ദ്രൻ നേടി. പത്മജ വേണുഗോപാൽ ആയിരുന്നു രണ്ടാം വട്ടം UDF സ്ഥാനാർത്ഥി എത്തിയത്. 43,317 വോട്ടാണ് പത്മജയ്ക്ക് കിട്ടിയത്. അന്ന് സുരേഷ് ഗോപിയുടെ രംഗപ്രവേശനം അവിടെ പത്മജയ്ക്ക് തിരിച്ചടിയായി. 40,457 വോട്ട് സുരേഷ് ഗോപി നേടി. അങ്ങനെ ഭൂരിപക്ഷം 946 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ബാലേന്ദ്രൻ അവിടെ വിജയിച്ചു കയറുന്നത്. ഇനി നമുക്ക് വോട്ട് ഷെയർ കൂടി നോക്കാം. 2011 UDFന്റെ വോട്ട് ഷെയർ, വോട്ട് വിഹിതം 53.19 ആയിരുന്നു. ഇടതുമുന്നണി തൊട്ടുപുറകെ 38.85, NDAക്ക് 5.94. ഇതായിരുന്നു 2011 തൃശ്ശൂരിലെ വോട്ട് വിഹിതം. 2016 അവിടെ LDFന് 42.19, UDFന് 36.7, NDAക്ക് 19.46. 2021 കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന് 34.25, UDFന് 33.52, NDA 31.30. ഇത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് നമ്മൾ കടക്കുന്നത്. ആഷ്മി, അവിടെ LDF സ്ഥാനാർത്ഥിയായി ആലങ്കോട് ലീലാകൃഷ്ണനുണ്ട്, UDFന്റെ സ്ഥാനാർത്ഥി രാജൻ ജെ പല്ലനാണ്, അതുപോലെ NDA സ്ഥാനാർത്ഥിയായിട്ട് പത്മജ വേണുഗോപാലുമുണ്ട്. എന്താണ് തൃശ്ശൂർ മണ്ഡലത്തിലെ ഇപ്പോഴത്തെ അവസ്ഥ? പത്മജ വേണുഗോപാൽ അവിടെ ഇറങ്ങുമ്പോൾ ഒരു ജയസാധ്യത കൽപ്പിച്ചവരുണ്ട്. പക്ഷേ രാജൻ പല്ലൻ ഈ പ്രചരണത്തിൽ കുറച്ചധികം ലീഡ് നേടിയെന്നുള്ളതാണ് ഗ്രൗണ്ടിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല പല സർവേകളും രാജൻ പല്ലൻ അനുകൂലമായിട്ടുള്ള സർവേകൾ വലിയ ആനക്കാര്യമല്ലെന്ന് പറയുമ്പോൾ പോലും രാജൻ പല്ലൻ അനുകൂലമായിട്ടുള്ള ചില ഫലം അവിടെ പ്രചരിക്കുന്നുണ്ട്. ഈ രാജൻ പല്ലൻ അവിടെ ഒരു ജനകീയനാണ്. തൃശ്ശൂർ റൗണ്ടിലൊക്കെ അല്ലെങ്കിൽ പൂരം നടത്തിയുമായി ബന്ധപ്പെട്ട് മുൻ മേയർ കൂടിയല്ലേ, അല്ലേ? മുൻ മേയറാണ്. ആ പാത്രത്തിലുള്ള വലിയ ബന്ധങ്ങൾ അവിടെയുണ്ട്. അത് മാത്രമല്ല ഈ കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിൽ വലിയ നേട്ടം, വലിയ വിജയം ഉണ്ടാക്കാൻ UDF അവിടെ കഴിയുന്നുണ്ട്. ഈ കരുണാകരൻ കുടുംബത്തിന് തൃശ്ശൂരുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു രാശിപ്രശ്നം, എന്തോ ഒരു പ്രശ്നമുണ്ട്. അവിടെ കരുണാകരൻ തോറ്റിട്ടുണ്ട്, വടക്കാഞ്ചേരിയിലും തൃശ്ശൂരും കെ മുരളീധരൻ തോറ്റിട്ടുണ്ട്. മുകുന്ദപുരത്ത് നേരത്തെ പത്മജ വേണുഗോപാൽ തോറ്റിട്ടുണ്ട്. മുകുന്ദപുരം എന്നൊക്കെ പറഞ്ഞാൽ അന്ന് ഈ പറയുന്ന വയനാട്, ഇടുക്കി എന്നൊക്കെ ഇന്ന് പറയുന്ന പോലെ അത്രയും കടുത്ത UDFന്റെ കോട്ടയായിരുന്നു, അവിടെ തോറ്റു. ഇതൊക്കെ പറയുമ്പോൾ പത്മജ വേണുഗോപാൽ അവിടെ BJPക്ക് നല്ലൊരു കാൻഡിഡേറ്റ് പിക്കാണെന്ന് പറയുമ്പോൾ പോലും BJPക്ക് ജയിക്കാൻ ആവശ്യമായ ഒരു അടിസ്ഥാന വോട്ട് ഇപ്പോൾ അവിടെ ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. 40,000 വോട്ടൊക്കെയാണ് സുരേഷ് ഗോപി പോലും അവിടെ പിടിച്ചത്. മാത്രമല്ല LDFന് ഒരു 42,000 വോട്ടിന്റെ ബേസ് വോട്ട് അവിടെ ഉണ്ട്. പി ബാലചന്ദ്രൻ അവിടെ ജയിക്കുന്ന SKന്റെ ശിഷ്യനാണ്. പക്ഷേ പോലും കരുതിയിരുന്നു ഇല്ല. കരുതിയിട്ടില്ലെങ്കിൽ കൂടിയും CPI കരുതിയിട്ടില്ല. ഏതെങ്കിലും സർവേയിൽ പി ബാലചന്ദ്രൻ ജയിക്കുമെന്ന് അന്ന് ആരും പറഞ്ഞു കേട്ടിട്ടില്ല. അപ്പോൾ പി ബാലചന്ദ്രൻ ഒരു ഞെട്ടിക്കൽ വിജയമായിരുന്നു എന്ന് പറയുന്നത് പോലെ തൃശ്ശൂരിൽ ഒരു ഞെട്ടിക്കൽ വിജയം ഉണ്ടാകുമെന്ന് കാത്തിരുന്ന് കാണാം. പക്ഷേ അസ് ഓഫ് നൗ പല്ലന് ഒരു എഡ്ജുണ്ട് അവിടെ. ദിലീപ്, നമ്മുടെ കവിയും സാംസ്കാരിക പ്രവർത്തകനും LDF സ്ഥാനാർത്ഥിയുമായ ആലങ്കോട് ലീലാകൃഷ്ണന്റെ അവസ്ഥ എന്താണ് അവിടെ? CPI പലതവണ വിജയിച്ചിട്ടുള്ള മണ്ഡലം. VS സുനിൽകുമാർ 2 തവണ വിജയിച്ച് ആ മണ്ഡലം തേറമ്പിൽ രാമകൃഷ്ണനിൽ നിന്ന് പിടിച്ചെടുത്ത മണ്ഡലമാണ്. 2021 ബാലേന്ദ്രനിലൂടെ നിലനിർത്തുകയും ചെയ്തു. ആ മണ്ഡലത്തിൽ പക്ഷേ ഇത്തവണ ശക്തമായ പോരാട്ടമാണ്. ചില സർവേകളൊക്കെ പറയുന്നത് CPI സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്തേക്ക് പോയാലും അത്ഭുതമില്ല എന്നാണ്. കഴിഞ്ഞ തവണ നേരത്തെ ഹാഷ്മി പറഞ്ഞതുപോലെ അത്ഭുതമാണ് അവസാന നിമിഷം CPI സ്ഥാനാർത്ഥി പി ബാലചന്ദ്രൻ മുന്നിലെത്തി എന്നത്. അത് ഇത്തവണ കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് രാജൻ ജെ പല്ലൻ്റെ ജനകീയതയാണ് ഏറ്റവും പ്രധാനമായി പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം നേരത്തെ
തൃശ്ശൂർ കോർപ്പറേഷൻ്റെ മേയറായിരുന്നു. അദ്ദേഹത്തിന് വലിയ വിപുലമായ സൗഹൃദ ബന്ധം ആ മണ്ഡലത്തിലുണ്ട്. മാത്രമല്ല കൗൺസിലർ എന്ന നിലയിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെ വളരെയധികം ശ്ലാഘിക്കുന്ന ആളുകൾ ആ മണ്ഡലത്തിൽ തന്നെയുണ്ട്. അതൊരു പ്രധാന ഘടകമാണ്. മറ്റൊന്ന്, ഈ FCRA ഭേദഗതിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ തവണ സുരേഷ് ഗോപിക്ക് തൃശ്ശൂർ ലോക്സഭാ സീറ്റിൽ വിജയിക്കുന്നതിൽ ഒരു നിർണായക പങ്ക് വഹിച്ചത് ക്രിസ്ത്യൻ വോട്ടുകൾ, കുറേ വോട്ടുകൾ സുരേഷ് ഗോപിക്ക് പോയി എന്നതായിരുന്നു. പക്ഷേ ഇത്തവണ ഈ FCRA ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ക്രിസ്ത്യൻ വോട്ടുകൾ UDFിലേക്ക് പോകുന്ന ഒരു പ്രവണത കാണിക്കുന്നുണ്ട്, ഒരു ട്രെൻഡ് കാണുന്നുണ്ട്. അതൊരു പക്ഷേ രാജൻ ജെ പല്ലന് കൂടുതൽ അനുഗ്രഹമായേക്കാം. അതേസമയം പത്മജ വേണുഗോപാലാകട്ടെ നേരത്തെ 2 തവണ അവിടെ UDF സ്ഥാനാർത്ഥിയായിരുന്നു, വിജയിക്കാൻ കഴിഞ്ഞില്ല. ആദ്യം VS സുനിൽകുമാറിനോട് തോറ്റു, കഴിഞ്ഞ തവണ P ബാലേന്ദ്രനോടും പരാജയപ്പെട്ടു. ഇത്തവണ ഈ 40,000 BJPയുടെ ബേസ് വോട്ട് അത് നമ്മൾ നേരത്തെ കണ്ടതാണ്. ഒരു സുഖമുള്ളത് അന്ന് എതിർത്ത രണ്ടുപേരും തമ്മിൽ ഇപ്പോൾ ഒന്നിച്ചായി, സുരേഷ് ഗോപിയും പത്മജയും. അത് നമ്മൾ നേരത്തെ കണ്ടതാണ്. 2011 6,000-ൽ പരം വോട്ട് എന്നത് അത് പിന്നീട് 24 ആക്കി. അടുത്ത 2016 തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ അത് 40,000 കടന്നിരിക്കുകയാണ്. അപ്പോൾ ആ ബേസ് വോട്ടും അതോടൊപ്പം തന്നെ പത്മജ വേണുഗോപാലിന് ലീഡറുടെ മകൾ എന്ന നിലയിൽ അവിടെ കിട്ടാവുന്ന ചില പരമ്പരാഗത കോൺഗ്രസ്സുകാരുടെ വോട്ടും കിട്ടിയാൽ വിജയിക്കാം എന്നാണ് BJP കണക്കുകൂട്ടുന്നത്. നമ്മുടെ സാർ നേരത്തെ SKN ചോദിച്ചതുപോലെ ഈ സാംസ്കാരിക മുഖമായിട്ടുള്ള ആലങ്കോട് ലീലാകൃഷ്ണൻ, അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ മണ്ഡലത്തിൽ പറയുന്ന ഒരു കാര്യം അദ്ദേഹം മണ്ഡലത്തിന് പുറത്തുള്ള ആളാണ് എന്നുള്ളതാണ്, പൊന്നാനിക്കാരനാണ് എന്നൊക്കെയുള്ള പ്രചാരണം നടത്തുന്നുണ്ട്. പക്ഷേ CPI ആകട്ടെ സാംസ്കാരിക തലസ്ഥാനമാണ് തൃശ്ശൂർ. അവിടെ ഒരു കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിന് ഒരു സാംസ്കാരിക നായകൻ വരട്ടെ എന്നാണ് CPI കണക്കുകൂട്ടുന്നത്. ഇവിടെ ഇപ്പോൾ ദിലീപേട്ടൻ അവസാനം പറഞ്ഞതുപോലെ പത്മജ വേണുഗോപാലിന് ഈ കരുണാകരൻ ലെഗസിയുമായി ബന്ധപ്പെട്ട് കുറച്ച് വോട്ടുകൾ കിട്ടും, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നേയില്ല കേട്ടോ. ഇനി അല്ല, അത് ഉണ്ടാകില്ല, അത് ഉറപ്പല്ലേ, അത് ഉണ്ടാകില്ല. എന്താണ് പത്മജ വേണുഗോപാലിന് കരുണാകരൻ ലെഗസിയിൽ ഒരു കുറെ വോട്ടുകൾ അവിടെ കിട്ടുമെന്നൊക്കെ ഈ ഒരു അതെ പ്രതീക്ഷയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. പ്രതീക്ഷ BJPയുടെ പ്രതീക്ഷ ഓക്കെ ഇല്ലേ? അപ്പോൾ BJPയുടെ ആ പ്രതീക്ഷ പ്രത്യേകിച്ച് ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ അങ്ങനെ ഒരു ലെഗസിയിൽ കുറെ വോട്ടുകൾ വരും എന്നൊന്നും കരുതുന്നില്ല. പിന്നെ ഇപ്പോൾ മുരളീധരൻ ഉള്ളതുപോലെ ആ നിലയിൽ കോൺഗ്രസുകാർക്ക് ഒരു വലിയ അങ്ങനെ ഒരു മനോഭാവം പത്മജയോട് ഉണ്ട് എന്നും കരുതുന്നില്ല. പത്മജ തന്നെ പറഞ്ഞിട്ടുണ്ട്, മുൻപ് അവർ മത്സരിച്ച തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസുകാർ തന്നെ അവരെ തോൽപ്പിച്ചിട്ടുണ്ട് എന്ന് പത്മജ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പരിഗണന കോൺഗ്രസുകാർക്ക് പത്മജയോട് ഉണ്ടെന്ന് തോന്നുന്നില്ല. അത് അവർക്കും ബോധ്യമുള്ള കാര്യമാണ്. ഇപ്പോൾ എല്ലാവരും ഈ മണ്ഡലത്തിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിശദീകരിച്ചു കഴിഞ്ഞാൽ SKN, എനിക്കിപ്പോൾ മണ്ഡലത്തിന്റെ എല്ലാ കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ UDFനാണ് അവിടെ എഡ്ജ് എന്നാണ് തോന്നുന്നത്. ഈ തൃശ്ശൂരിലെ ജയപരാജയങ്ങൾ പിന്നെ പ്രവചിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ആയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ അതിലെ ചില രാഷ്ട്രീയ അന്തർധാരകൾ എന്തൊക്കെയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പരിശോധിക്കാവുന്നതാണ്. അതിൽ ഒരു പ്രധാനപ്പെട്ട ഘടകം ലീഡർ K കരുണാകരൻ ഏറ്റവും കൂടുതൽ ആഘോഷിച്ച ഒരു ജില്ലയാണ് തൃശ്ശൂർ. അപ്പോൾ തൃശ്ശൂർ സ്വാഭാവികം പത്മജ വേണുഗോപാൽ നിൽക്കുമ്പോൾ നമ്മൾ K കരുണാകരനുമായി ബന്ധപ്പെടുത്തി പത്മജയുടെ രാഷ്ട്രീയ മുന്നേറ്റങ്ങളെയോ അല്ലെങ്കിൽ രാഷ്ട്രീയ നീക്കങ്ങളെയോ ഒക്കെ നമ്മൾ സ്വാഭാവികമായി വിലയിരുത്തും. പക്ഷേ അവിടെ അസിത പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. അതായത് BJPയിലേക്ക് ഈ പത്മജ വേണുഗോപാൽ വരുമ്പോൾ അവർ തുറന്നടിച്ച കാര്യം, എന്നെ ആ മണ്ഡലത്തിൽ തോൽപ്പിക്കാൻ വേണ്ടി പ്രയത്നിച്ചത് സ്വന്തം പാർട്ടിയിൽ നിന്നുള്ള ആൾക്കാരാണ്. അതായത് ആ പാർട്ടിയിലുള്ള ആൾക്കാർ കാലുവാരി എന്നതിന് മാത്രമല്ല SKN നേരത്തെ താങ്കൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. കഴിഞ്ഞ തവണ പത്മജ വേണുഗോപാൽ തോറ്റത് 964 വോട്ടുകൾക്കാണ്. അതിനൊരു പ്രധാന കാരണക്കാരൻ സുരേഷ് ഗോപിയാണ്. അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ സാന്നിധ്യമാണ് അവിടെ BJP വോട്ട് വർദ്ധിക്കാനിടയാക്കിയത്. ആ സുരേഷ് ഗോപിയുടെ പിന്തുണ ഇത്തവണ പത്മജ വേണുഗോപാലിനുണ്ട്. ആ തൃശ്ശൂർ മണ്ഡലത്തിൽ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് BJPക്ക് ഉണ്ടായ ഏക പ്രതിനിധി കൂടിയാണ്, ഈ കേരളത്തിൽ നിന്നുണ്ടായ ആ പ്രതിനിധി കൂടിയാണ് സുരേഷ് ഗോപി. അപ്പോൾ ആ നിലയ്ക്ക് അവിടെ ഒരു BJP അനുകൂല വോട്ടുകൾ, പിന്നെ കോൺഗ്രസിനകത്തുള്ള ഇൻഫൈറ്റുകൾ, അതിൽ നിന്ന് വരുന്ന വോട്ടുകളൊക്കെ പത്മജയ്ക്ക് അനുകൂലമാകും എന്ന ഒരു കണക്കുകൂട്ടലിലായിരുന്നു യഥാർത്ഥത്തിൽ BJP ഉണ്ടായിരുന്നത്. പക്ഷേ ആ കണക്കുകൂട്ടലുകളെ തകിടം മറയ്ക്കുന്നതാണ് FCRAയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്ന വിവാദം. ആ വിവാദം ക്രൈസ്തവ വോട്ടുകളെ BJPയിൽ നിന്ന് അകറ്റും. അങ്ങനെയാണെങ്കിൽ പത്മജ വേണുഗോപാലിന്റെ 3ാം വട്ടത്തെ തൃശ്ശൂരിൽ ജയിച്ചു കയറാമെന്ന സ്വപ്നം ഒരുപക്ഷെ പൊലിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. 2016-ലും 2021-ലും പത്മജ വേണുഗോപാൽ തന്നെയായിരുന്നു തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി. അപ്പോഴെല്ലാം അവർ പറഞ്ഞത് തൃശ്ശൂർ ഞാൻ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച, ഇപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞ തൃശ്ശൂരിനെ ഞാനിങ്ങ് എടുക്കുക എന്ന് പറഞ്ഞപ്പോൾ പത്മജ പറഞ്ഞത് തൃശ്ശൂർക്കാരെന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തമാണ്, തൃശ്ശൂർ എൻ്റെ നാടാണ്. ഇപ്പോഴും അവർ പറഞ്ഞത് വേറെ ഒരു സ്ഥലത്തും എനിക്ക് സീറ്റ് വേണ്ട, ഒരു സ്ഥലത്ത് മത്സരിക്കാൻ എന്നെ വിളിച്ചാൽ ഞാൻ വരില്ല, കാരണം തൃശ്ശൂരാണ് എനിക്ക് മത്സരിക്കേണ്ടത്. പക്ഷേ ആ പത്മജ പറയുന്ന അത്രയും വലിയ ഒരു ആത്മബന്ധം തൃശ്ശൂർക്കാർക്ക് പത്മജയോടുണ്ടോ എന്ന് നമുക്കറിയില്ല. അതിന് ഈ തെരഞ്ഞെടുപ്പ് ഫലം വരാൻ വേണ്ടി കാത്തിരിക്കണം. സാംസ്കാരിക തലസ്ഥാനമാണ്, ആ പ്രതീക്ഷയിലായിരിക്കും ഒരുപക്ഷെ ആലങ്കോട് അവിടെ മത്സരരംഗത്ത് ഇറങ്ങിയിട്ടുണ്ടാവുക. ഏതായാലും അവിടെ രാജൻ പല്ലന് ഒരല്പം രാജൻ പല്ലൻ മുന്നിലാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഗോപി, കഴിഞ്ഞ തവണ ഇപ്പോൾ അടുത്ത ദിവസം ഒരു മോർണിംഗ് ഷോ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാനിന്ന് തൃശ്ശൂരിൽ ഇറങ്ങിയായിരുന്നു. ഈ 3 സ്ഥാനാർത്ഥികളെയും ഞാൻ നേരിട്ട് കണ്ട് സംസാരിച്ചു. ഒന്ന് ഓൺ എയറിലും സംസാരിച്ചു, ഓഫ് ദ എയറിലും സംസാരിച്ചു.
അപ്പോൾ 3 പേരും അമിതമായ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. സാംസ്കാരിക നഗരത്തിൽ എൻ്റെ സാന്നിധ്യം എന്തായാലും അത് ഗുണം ചെയ്യും എന്നതിൽ വിശ്വസിക്കുന്ന കവി നമ്മുടെ പഴയകാല സുഹൃത്തുക്കെ ആലങ്കോട് ലീലാകൃഷ്ണൻ. അപ്പം അദ്ദേഹത്തിന് വലിയ പ്രതീക്ഷയുണ്ട് അവിടെ. എന്നാൽ പിന്നീട് ഞാൻ ആദ്യം കണ്ടത് നമ്മുടെ രാജൻ ജെ പലനെയായിരുന്നു. അപ്പോൾ അദ്ദേഹം എനിക്ക് തോന്നുന്നത് ഈ പൂരവുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് ആൾക്കാരുമായിട്ട് ബന്ധമുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിന് നമ്മുടെ തൃശ്ശൂർ കോർപ്പറേഷൻ മേയറുമായിട്ട് ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പറഞ്ഞു തീർത്ത് അവർ കെട്ടിപ്പിടിച്ച് ആലിംഗന ബദ്ധരായി നിൽക്കുന്നതും ഇന്നത്തെ ചിത്രമായിരുന്നു. അല്ലേ, അത് ഇന്ന് അവർ കെട്ടിപ്പിടിച്ചു ആലിംഗന ബദ്ധരായി കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും അകലുന്ന ഒരു സംസ്ഥാനമാണല്ലോ കേരളം. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. പിന്നീട് പത്മജിയോട് ഞാൻ സംസാരിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും പത്മജ വേണുഗോപാൽ പറയുന്ന ഇത്തവണ സുരേഷ് ഗോപി അവിടെ വിജയിച്ചു. പിന്നെ കഴിഞ്ഞ തവണത്തെ ലോക്സഭാ ഇലക്ഷനിലെ റിസൾട്ട്, പിന്നെ കുറേ ആൾക്കാർ, ഇപ്പോൾ അച്ഛൻ്റെ ഒരു പൈതൃകം അവിടെയുണ്ട്, അച്ഛൻ്റെ പാരമ്പര്യം, ലീഡറിൻ്റെ തൃശ്ശൂർ എന്നൊക്കെ പറയുമ്പോൾ അതും ഉണ്ടാവും. അങ്ങനെ ഞാനും വിജയിക്കും. അങ്ങനെ 3 പേരും വിജയിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് എന്നെ സന്തോഷത്തോടെ നമ്മുടെ ജെൻസി മാനിഫെസ്റ്റോയിൽ പത്മജ പറഞ്ഞത് അച്ഛനുണ്ടായിരുന്നെങ്കിൽ അച്ഛനെയും ഞാൻ BJP അങ്ങനെയും പറഞ്ഞു. സുരേഷ് ഗോപിക്ക് സത്യം പറഞ്ഞാൽ ആ സമയത്തുണ്ടായിരുന്ന ഒരു വലിയ ഗ്ലാമർ വോട്ടർമാർക്കിടയിൽ നിലവിലില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അന്ന് സുരേഷ് ഗോപി വരുന്നു, എന്താണ് വലിയ ഓറ. എന്തായാലും 3 സ്ഥാനാർത്ഥികൾക്കും നമുക്ക് ആശംസകൾ നേരാം. 3 പേരും ആത്മവിശ്വാസം പ്രകടിപ്പിക്കില്ല. ഇലക്ഷനല്ലേ, എന്തും സംഭവിക്കാം. വമ്പൻ വാഗ്ദാനങ്ങളാണ് പ്രകടന പത്രികയിലും LDFും UDFും നടത്തിയത്. എന്നാൽ വയനാട്ടിലെ കോൺഗ്രസിന്റെ വാഗ്ദാനം ഇന്നും മുഖ്യമന്ത്രി ചർച്ചയാക്കി. വോട്ട് പീടികയിൽ നമുക്ക് കാണാം. നടപ്പിലാകുമോ വാഗ്ദാനങ്ങൾ? വാരിക്കോരി കൊടുക്കണ പ്രകടന പത്രിക കണ്ട് കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണ് മൊത്തം ജനങ്ങളും. അമ്മാരി വാഗ്ദാനങ്ങളാണ് LDFും UDFും കൊടുക്കുന്നത്. വയോജനങ്ങൾക്ക് ആരോഗ്യ പരിപാലനവും സമൂഹാടിസ്ഥാനത്തിലുള്ള പിന്തുണയും ഉറപ്പാക്കും. ആരോഗ്യകരമായ വാർദ്ധക്യം എന്ന ആശയം യാഥാർത്ഥ്യമാക്കും. സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര, കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് 1000 രൂപ പ്രതിമാസ ധനസഹായം. 3ാമത് യുവാക്കൾക്ക് സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് 5 ലക്ഷം രൂപ പലിശരഹിത വായ്പ. ഓണത്തിനൊക്കെ കച്ചവടക്കാർ ഓഫർ കൊടുക്കണ പോലെ വോട്ടുകാലത്ത് ഓഫറുകളാണ്. കോഴിക്കോട് വെച്ച് LDFും കൊച്ചിയിൽ വെച്ച് UDFും പത്രിക പുറത്തിറക്കി. കുറച്ചും കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ കേരളം മൊത്തത്തിൽ അങ്ങോട്ട് എഴുതി കൊടുത്തേനെ. തോൽവി ഭയന്നിട്ടാണ് ഇത് ചെയ്യുന്നത്. എന്നാലും എൻ്റെ സാറേ, ഇങ്ങനെയൊക്കെ അങ്ങോട്ട് മോഹിപ്പിക്കാൻ പറ്റുമോ? PSCയെയും അതുപോലെ നമ്മുടെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനെയും നോക്കൂത്തിയാക്കില്ല. എവിടെ വേക്കൻസി വന്നാലും 24 മണിക്കൂറിൽ അത് റിപ്പോർട്ട് ചെയ്യണം. റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അച്ചടക്കമാണ് അവിടെ ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും ഒന്ന് സുഖിക്കാൻ തയ്യാറായിരുന്നോളി. അമ്മാരി വാഗ്ദാനങ്ങളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതൊരു പഞ്ച് ഡയലോഗ് അല്ലേ? ഈ പഞ്ച് ഡയലോഗില് വീണ് പോണവരോട് ആർക്കെങ്കിലും എന്തെങ്കിലും പറയണ്ടോ? ഈ വാഗ്ദത്തത്തിൽ നിന്ന് പലരും പിൻവാങ്ങി. ചിലരെങ്കിലും കരുതിയിട്ടുണ്ടാവും അവരുടെ കയ്യിൽ കാശുണ്ട് എന്നുള്ളത്. എന്നാൽ കാശില്ലാന്ന് ഇപ്പൊ വ്യക്തമായില്ല. എവിടെയും കാശില്ലാന്നല്ലേ വന്നത്. കണക്ക് എവിടെയെന്ന് ചോദിക്കുമ്പോൾ ആ കണക്ക് പറയാനില്ല. ഇപ്പോഴും വ്യക്തത വരുന്നില്ല. അതാ നിങ്ങൾ വയനാട്ടിൽ വാഗ്ദാനം കൊടുത്താണ് CM ഇന്നും വിളിച്ചു പറയണേ. സതീഷേട്ടാ, എന്താ ചെയ്യാ? വയനാടിനെ പറ്റി ആരെങ്കിലും മിണ്ടിയാല് ഓരോക്കെന്ന് മൈക്ക് വാങ്ങാൻ പറയണം. അത് തടിയൂരി തൽക്കാലം. അപ്പൊ അതിനൊരു ഉത്തരം കിട്ടൂലേ? എവിടെയും ആ പണമില്ല. കണക്ക് പറയില്ല അല്ലേ? നിങ്ങൾ ഈ പ്രകടന പത്രിക ഉണ്ടാക്കിയ സമയം വേണ്ടല്ലോ ആ കണക്കൊന്ന് കൂട്ടാന്. ഈ മീറ്റിംഗ് ഇത് മാനിഫെസ്റ്റോയെ സംബന്ധിച്ച ചോദ്യങ്ങൾ മാത്രമാണ്. പോളണ്ടിനെ പറ്റി പറയരുത്, മാനിഫെസ്റ്റോനെ പറ്റിയല്ലാതെ ഇന്ന് ഒരക്ഷരം മിണ്ടൂല. ഇവിടെ മാനിഫെസ്റ്റോ ഡിക്ലെയർ ചെയ്യുന്ന പരിപാടിയാണ്. മാനിഫെസ്റ്റോയിൽ ബന്ധപ്പെട്ട ഏത് ചോദ്യം ചോദിക്കാം. അപ്പൊ ഉത്തരല്ല, അല്ലാതെ ചോദ്യത്തിന് മറുപടി ഇല്ലാതെ വീടി തടി തപ്പി. തൽക്കാലം തടി തപ്പിയതാണ്. ശരി, വീടി തടി തപ്പി. ഇനി നിങ്ങളെപ്പോഴാ തടി തപ്പണേ? പേടിക്കണ്ട, അതും വരും. ഞാൻ നേരത്തെ കണ്ണൂർ പറഞ്ഞു. മൂപ്പർ ഇന്ന് തടി തപ്പിയത് കണ്ണൂരിന്നും പാലക്കാട്ടുനിന്നുമാണ്. ആദ്യം കണ്ണൂരിലെ തടി തപ്പല് കാണാം. കോൺഗ്രസിന്റെ കാര്യത്തിൽ കണക്ക് കൃത്യമായിട്ടുണ്ട്. ആ കണക്കൊന്ന് പറഞ്ഞൂടെ? അത് വയനാട്ടിലെ ജനങ്ങളുടെ മുമ്പിലും കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിലും വെക്കുന്ന ഒരു ബുദ്ധിമുട്ടും കോൺഗ്രസിനില്ല. ബുദ്ധിമുട്ടില്ലാതെ പാലക്കാടുന്ന് തടി തപ്പലാണ് അടുത്ത കലാപരിപാടി. ഇതൊന്നും നിങ്ങൾക്ക് ചോദിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ എല്ലായിടത്തും ഒറ്റ ചോദ്യമാണ്. കണ്ണൂർ ഞാൻ ഉത്തരം പറഞ്ഞു. അതിന് കണ്ണൂർ നിങ്ങൾ എന്തിയാ പറഞ്ഞേ? ഞങ്ങൾക്ക് ഒന്നും ഒളിച്ചു വെക്കാനില്ല. ഇത് ഡയലോഗ് മാത്രമാണോ അതോ കണക്ക് പറയോ? അതൊരു പഞ്ച് ഡയലോഗ് അല്ലേ? അപ്പൊ പഞ്ച് ഡയലോഗ് പറഞ്ഞ് എത്ര കാലം പിടിച്ചു നിൽക്കുന്നു കാത്തിരുന്ന് കാണാം. സ്ത്രീകളെ ലക്ഷ്യമിട്ട് പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോഴും മുന്നണികളുടെ പ്രകടന പത്രിക പ്രകാശന ചടങ്ങിൽ സ്ത്രീ സാന്നിധ്യം പേരിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രകടന പത്രിക പുറത്തിറക്കുന്ന വേദിയിൽ പിൻനിരയിലോ ഏതെങ്കിലും വശങ്ങളിലോ ആണ് സ്ത്രീകൾ ഉണ്ടായിരുന്നത്. ഇതിൽ സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ വലിയ വിമർശനം ഉയർന്നു.
സംസ്ഥാനത്തെ ജനസംഖ്യയിലും വോട്ടേഴ്സിലും എണ്ണത്തിൽ കൂടുതൽ സ്ത്രീകൾ എന്നുവെച്ചാൽ പകുതിയിലേറെ. LDFന്റെയും UDFന്റെയും NDയുടെയും പ്രകടന പത്രികകൾ പുറത്തിറക്കിയപ്പോൾ സ്ത്രീകളെ ലക്ഷ്യം വെച്ചാണ് പ്രധാന വാഗ്ദാനങ്ങൾ. ആർത്തവാവധി നടപ്പാക്കുമെന്നതടക്കമുള്ള പ്രഖ്യാപനങ്ങൾ LDF പ്രകടന പത്രികയിലുണ്ട്. എന്നാൽ വേദിയിൽ ഏറ്റവും അറ്റത്തായി കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ ഡോക്ടർ S. ജയശ്രീയും മുൻ മേയർ ഡോക്ടർ ബീന ഫിലിപ്പും മാത്രം. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, കോളേജ് വിദ്യാർത്ഥികൾക്ക് പ്രതിമാസം 1000 രൂപ തുടങ്ങിയവയാണ് UDFന്റെ വാഗ്ദാനം. വേദിയിൽ 4 വനിതാ നേതാക്കൾ ഉണ്ടായിരുന്നെങ്കിലും അവരും വശങ്ങളിലും പിൻനിരയിലുമായി. പാവപ്പെട്ട കുടുംബങ്ങളിലെ വനിതകൾക്ക് പ്രതിമാസം 2500 രൂപയുടെ ഭക്ഷ്യസുരക്ഷാ കാർഡ് നൽകുമെന്നായിരുന്നു NDയുടെ വാഗ്ദാനം. ഈ വേദിയിലും സ്ത്രീ സാന്നിധ്യം പേരിനു മാത്രം. സ്ത്രീകളെ മുൻനിരയിലെത്തിക്കുമെന്നാണ് എല്ലാ മുന്നണികളുടെയും തിരഞ്ഞെടുപ്പ് വാഗ്ദാനം. പക്ഷേ നേതാക്കൾ നിരന്നു നിൽക്കുമ്പോൾ ആ വേദിയുടെ പിന്നിലും വശങ്ങളിലുമായി വനിതാ നേതാക്കളെ ഒതുക്കുന്നെന്ന വിമർശനമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത്. ഇലക്ഷൻ ഡെസ്ക്. ഇനി ജെൻസി മാനിഫെസ്റ്റോ. ഇന്ന് ജെൻസി മാനിഫെസ്റ്റോ കണ്ടുമുട്ടുന്നത് ചാണ്ടിയുമ്മനെ. പുതുപ്പള്ളിക്കാർക്ക് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു പ്രത്യേകതയുണ്ട്. യെസ്, അവരുടെ എല്ലാമായ ഉമ്മൻചാണ്ടി സാർ ഇല്ലാത്ത ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ഉമ്മൻചാണ്ടി ഇല്ലെങ്കിലും ചാണ്ടിയുമ്മനുണ്ടല്ലോ കളത്തിലിറങ്ങാൻ. അതുകൊണ്ട് ചാണ്ടിയുമ്മൻ ഇത്തവണ കളത്തിലിറങ്ങുമ്പോൾ ചാണ്ടിയുമ്മന്റെ വിശേഷങ്ങൾ തന്നെയാണ് ഈ ജെൻസി മാനിഫെസ്റ്റോയിൽ ഇന്ന് പങ്കുവയ്ക്കുന്നത്. സോ വെൽക്കം ടു ജെൻസി മാനിഫെസ്റ്റോ. ഉമ്മൻചാണ്ടിയുടെ തട്ടകമായ പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി ഇല്ലാത്ത ആദ്യത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പ്. എവിടം വരെയായി കാര്യങ്ങളൊക്കെ? എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിന് ഇപ്പോൾ നോക്കിക്കാണുന്നത്? തീർച്ചയായും നല്ലൊരു പ്രവർത്തനം ഗ്രൗണ്ട് ലെവലിൽ, ഗ്രാസ് റൂട്ടിൽ നടക്കുന്നുണ്ട്. ഞങ്ങൾ പോസ്റ്ററും ഫ്ലെക്സും ബാനറും ഒക്കെ തൽക്കാലം വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ്. കാരണം ഞങ്ങൾക്ക് അന്ന് തുടങ്ങുന്ന സമയത്ത് ഒരു പരിമിതിയും, അതുപോലെ തന്നെ ഞങ്ങൾ വീട് വെക്കണമെന്ന്, കുറേ വീടുകൾ വെക്കണമെന്നുള്ള ആഗ്രഹത്തിൽ നിൽക്കുക. ഓൾറെഡി 50 വീടുകളും ചെയ്തു, 100 വീടുകൾ ചെയ്യാനുണ്ട്. അങ്ങനെയുള്ള കുറച്ച് പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ വേണ്ടാന്ന് വെച്ചു. പെട്ടെന്ന് അങ്ങനെയല്ലായിരുന്നു. നമ്മൾ പൊതുവെ തെരഞ്ഞെടുപ്പിന് രീതി കാണുന്നുണ്ടല്ലോ, വലിയ രീതിയിലുള്ള വാഹനത്തിലുള്ള പ്രചരണം, ഞങ്ങളുടെ സ്ഥാനാർത്ഥി പ്രചരണമുണ്ട്. സ്ഥാനാർത്ഥി പ്രചരണം 4 പഞ്ചായത്ത് കഴിഞ്ഞു. അല്ല, അങ്ങനെയല്ല, ഈ ഫ്ലെക്സുകൾ ഇല്ലാണ്ട് അതൊരു വെറൈറ്റി ആയിരുന്നല്ലോ. അപ്പോൾ പൊതുവെ ഞങ്ങളിപ്പോൾ പറയാണ് അത് ചാണ്ടിയുമ്മന്റെ ഒരു ഓവർ കോൺഫിഡൻസ് ആണ്, അങ്ങനെ പ്രചരണങ്ങളൊന്നും ഇല്ലാതെ, പോസ്റ്ററുകളൊന്നും ഇല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് രീതി എന്ന് പറഞ്ഞാലോ. പ്രചരണം ഇല്ലാന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ. പ്രചരണമുണ്ട്, പക്ഷേ ചിലപ്പോൾ ചില കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുന്ന പറഞ്ഞ നഷ്ടമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാനിവിടെ 2.5 വർഷം നടത്തിയ പ്രവർത്തനം ജനങ്ങളുമായിട്ട് നേരിട്ടുള്ള ബന്ധമാണ്. അപ്പോൾ അതിനകത്ത് ജനമനസ്സിലാണ് ഞാൻ കൂടുതൽ വിശ്വസിക്കുന്നത്, അല്ലാതെ ഫ്ലെക്സിൽ മാത്രമല്ല ഞങ്ങളുടെ വിശ്വാസം. ഇപ്പോൾ പൊതുവെ എല്ലാവരും പറയുകയാണ് കഴിഞ്ഞ തവണ ഒരു വൈകാരിക തരത്തിന് പുറത്ത് ഉപതെരഞ്ഞെടുപ്പിൽ ചാണ്ടിയുമ്മൻ MLA ആകുന്നു. എന്നാൽ ഇത്തവണ അത് ചാണ്ടിയുമ്മൻ്റെ ഒരു ആവശ്യകതയാണ്. എന്താണ് ചാണ്ടിയുമ്മൻ എന്ന് പുതുപ്പള്ളിക്കാർ മനസ്സിലാക്കിയ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഒരു വൈകാരികമായ തലത്തിലാണോ, അല്ലെങ്കിൽ ഞാൻ എന്താണെന്ന് പുതുപ്പള്ളിക്കാർക്ക് അറിയാമെന്ന രീതിയിലാണോ? എല്ലാ ഇലക്ഷനും വൈകാരികമാണ്, ഒരു ഇലക്ഷൻ മാത്രമല്ല. കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ വൈകാരികമാണ്. അയ്യപ്പൻ്റെ സ്വർണം കൊള്ളയടിച്ചവർക്കെതിരെ വൈകാരിക അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഈ ഇലക്ഷനും വൈകാരികത. അയ്യപ്പൻ്റെ സ്വർണം കൊള്ളയടിച്ച സർക്കാർ ഇപ്പോഴും നിൽക്കുക. ആ സർക്കാരിനെതിരെയുള്ള വൈകാരികത ഈ തെരഞ്ഞെടുപ്പിൽ കാണും. ഇവിടുത്തെ ചെറുപ്പക്കാർ വൈകാര്യമായിട്ട് പ്രതികരിക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ്. കാരണം അവർക്ക് ജോലിയില്ല, അവർ 10 വിദേശത്തേക്ക് പോണ്ടി വന്നു. ഇവിടുത്തെ അമ്മമാർ വൈകാര്യമായി പ്രവർത്തിക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ്. കാരണം മദ്യമൊഴുക്കി വീണ്ടും കുടുംബങ്ങളെ നാശത്തിൻ്റെ വക്കിലെത്തിച്ചിരിക്കുകയാണ് സർക്കാർ. അപ്പോൾ എല്ലാ തെരഞ്ഞെടുപ്പും വൈകാരികമാണ്. എൻ്റെ തെരഞ്ഞെടുപ്പ് വൈകാര്യമായിരുന്നു, ഈ തെരഞ്ഞെടുപ്പ് വൈകാര്യമായിരിക്കും. ഇതിനിടയ്ക്ക് BJPയുടെ ഒരു പ്രകടനത്തിലേക്ക് ചാണ്ടിയുമ്മൻ ഇറങ്ങിച്ചേർന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അത് ഉമ്മൻചാണ്ടി സ്കൂൾ ഓഫ് പൊളിറ്റിക്സ് എന്ന് കിട്ടിയൊരു വിദ്യയാണ്. അങ്ങനെയല്ലോ. ഇപ്പം അദ്ദേഹം ഇവിടെ ഒരാളെങ്കിലും നമ്മൾ ഒരു കൈ കൊടുത്തെന്ന് പറഞ്ഞാൽ അത് സ്കൂൾ ഓഫ് പൊളിറ്റിക്സോ ഒരു വിദ്യയൊന്നും ആകത്തില്ലല്ലോ. ആർക്ക് വേണമെങ്കിൽ നമുക്ക് കൈ കൊടുക്കാം. അവർ തിരിച്ച് റെസ്പോണ്ട് ചെയ്യണമെന്ന് മാത്രം. അല്ലെങ്കിൽ നമ്മളോട് അതേ രീതിയിൽ അവരും ആ വേവ് ലെങ്ത് ഉള്ളവരെ, അവരും അവരുടെ മഹനീയത കൂടി പറയണമല്ലോ. അവരും തിരിച്ച് റെസ്പോണ്ട് ചെയ്തു. മറ്റു ചില പാർട്ടിക്കാരുണ്ട് കണ്ടാൽ പോലും ചിലപ്പോൾ മിണ്ടാതെ പോയിക്കളെ. അപ്പോൾ ഞാൻ പറഞ്ഞ ആ വന്നവരും വളരെ പോസിറ്റീവായി റെസ്പോണ്ട് ചെയ്തു. ഞാനും പോസിറ്റീവ് റെസ്പോണ്ട് ചെയ്തു, അവർ റെസ്പോണ്ട് ചെയ്തു. പക്ഷേ അതിൻ്റെ അർത്ഥം ഞങ്ങൾ രാഷ്ട്രീയമായി യോജിച്ചു എന്നല്ല. രാഷ്ട്രീയമായി വേറെ വ്യത്യാസം അവിടെ നിൽക്കുമ്പോഴും ചില രാഷ്ട്രീയ മര്യാദ, അത്രയേ ഉള്ളൂ. നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചതിന് മുൻപും പ്രഖ്യാപിക്കുന്നതിന് ശേഷവും വലിയ രീതിയിൽ നേതാക്കൾ തമ്മിൽ വലിയ പരസ്യ പ്രതികരണം. ഞങ്ങളുടെ പാർട്ടിക്ക്
ചുമ്മാ വന്ന് ഞങ്ങളുടെ പാർട്ടി ഇല്ലാത്ത പ്രശ്നങ്ങളിങ്ങനെ കുത്തി ഇപ്പൊ അടുത്ത പ്രശ്നത്തിലേക്ക് വന്നില്ല. ഒരു കാര്യം ചോദിക്കാണ്. കെ സുധാകരന് സ്ഥാനാർത്ഥി പട്ടികയിൽ ഇല്ലാന്ന് പറഞ്ഞപ്പോ അദ്ദേഹം ആദ്യം പറഞ്ഞു. ആരാ പറഞ്ഞത് അദ്ദേഹം പാർട്ടി വിടുന്നത്? നിങ്ങളല്ലേ പറഞ്ഞു? അദ്ദേഹം പറഞ്ഞു. അല്ല ആരാ ഇപ്പൊ ഈ സ്ഥാനാർത്ഥി കാര്യം പറഞ്ഞ പോലെ ഇപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞു എന്താ പുള്ളി പാർട്ടി വിടുന്നു പറഞ്ഞു പാർട്ടി വിട്ടോ. പുള്ളി പറഞ്ഞ എന്താ ഞാൻ ചത്താരി പാർട്ടി തോത്തില്ല തന്നെ പറഞ്ഞു. എന്റെ ചോദ്യം അതായിരുന്നില്ല. ഇപ്പൊ ഇതെല്ലാം മാധ്യമ സൃഷ്ടിയല്ലേ? ഇതെല്ലാം മാധ്യമ സൃഷ്ടിയല്ലേ? ഇപ്പൊ പറഞ്ഞ മുമ്പത്തെ ചോദ്യവും ഇപ്പോഴത്തെ ചോദ്യം മാധ്യമങ്ങളല്ലാതെ ഒരു നേതാവ് പറഞ്ഞായിട്ടൊന്ന് പറഞ്ഞു. ഡൽഹിയിലെ സുധാകരൻ വാർത്താ സമ്മേളനം നടത്തുമെന്ന് ആദ്യം പറഞ്ഞു, പിന്നെ വാർത്താ സമ്മേളനം ഇല്ല എന്ന് പറയുന്നു. അപ്പൊ ഇതൊക്കെ പാർട്ടി അടുത്ത പാർട്ടി വിട്ടെന്നാണ് പുതിയ പാർട്ടി ഉണ്ടാക്കിയതാണോ? അല്ലല്ലോ, സ്വന്തം പാർട്ടി ഉണ്ടാക്കുന്ന മാധ്യമം ഞാൻ കാണിച്ചു തരാൻ വേണമെങ്കിൽ. വി.ഡി. സതീശൻ വനവാസത്തിന് പോകേണ്ടി വരും. എന്തിന്? അല്ല, അതായത് തിളക്കമാർന്ന ജയമില്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ 100-ൽ കൂടുതൽ സീറ്റ് കിട്ടിയില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം നടത്തിയ പ്രവർത്തനം സമാനതയില്ലാതെയാ. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ഉത്തരം മുട്ടുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ അസംബ്ലിയിലെ പെർഫോമൻസ്. അതെങ്ങനെയാണ് അസംബ്ലിയിലെ ഒരു അടിയന്തര പ്രമേയം അവതരിപ്പിക്കുമ്പോൾ കൃത്യമായ ചർച്ചയ്ക്ക് പോലും നിൽക്കാത്തത്, ചോദ്യോത്തര വേളയിൽ പോലും നിൽക്കാത്ത സാഹചര്യം ഉണ്ടാവുന്നില്ലേ? ഞാൻ പ്രതിപക്ഷത്തിരിക്കുന്ന അസംബ്ലിയുടെ കാര്യമാണ് പറയുന്നത്. ഞാൻ ഇരിക്കുന്ന അസംബ്ലിയുടെ കാര്യമാണ് പറയുന്നത്. അവിടെ നമ്മുടെ മുഖ്യമന്ത്രിക്ക് ചർച്ച ചെയ്യുവാനോ വരാനോ സമയമില്ലായിരുന്നു പല കാര്യങ്ങളിലും. മുഖ്യമന്ത്രിയുടെ മുന്നിൽ ചോദ്യങ്ങൾക്ക് എന്താ പറയാ, പല ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ചോദ്യമില്ലാതെ പോവുമായിരുന്നു. ഇനി നമ്മൾ കാണുക നാളെ വൈകുന്നേരം 6 മണിക്ക്. ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.